ആ അല്ല, അല്ലെങ്കിലും നമ്മൾ കോളേജിൽ പഠിക്കുന്നതും പ്രാക്ടീസുമായിട്ട് വളരെയധികം വ്യത്യാസമുണ്ട്. വേണമെങ്കിൽ തീരെ ബന്ധമില്ലാന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലാണ് എവിഡൻസ് ആക്ട് വർക്ക് ചെയ്യുന്നത്. എവിഡൻസ് ആക്ട് നമ്മൾ കരിക്കുലത്തിൽ പഠിക്കുമ്പോൾ വളരെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് പഠിക്കാറുള്ളൂ. ആ പഠിക്കുന്ന വിഷയം പ്രാക്ടീസായിട്ട്, ആക്ച്വൽ പ്രാക്ടീസായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെഷൻ നമ്മൾ ഉദ്ദേശിച്ചത്. എങ്ങനെയാണ് എവിഡൻസ് ആക്ട് വർക്ക് ചെയ്യുന്നത്, എവിഡൻസ് ആക്ടിന്റെ പർപ്പസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ടാണ് ആദ്യമായിട്ട് നമുക്ക് എവിഡൻസ് ആക്ട് ഏത് ഇയറിലാണ് വന്നത്? ഏത് ഇയറിലാണ് എവിഡൻസ് ആക്ട് വന്നത്? അല്ല, എന്തായാലും കുറച്ച് പഴയതാണെന്ന് അറിയാം അല്ലെ? 1872 അല്ലെ? 1872 വന്നത്. ആരത് തയ്യാറാക്കിയത്? മെക്കാളെ. ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? മെക്കാളെ ഉണ്ട്. പക്ഷെ മെക്കാളെ അല്ല തയ്യാറാക്കിയത്. എവിഡൻസ് ആക്ട് തയ്യാറാക്കിയത് സ്റ്റീഫനാണ്. ജെയിംസ് സ്റ്റീഫൻ. നിങ്ങൾ കുറച്ചുപേരെങ്കിലും ഇപ്പൊ എന്താ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് ഒക്കെ എഴുതുന്നുണ്ടാവും അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ, പ്രത്യേകിച്ച് ഒരു 4th ഇയർ മുതൽ അങ്ങനെ ആഗ്രഹമുള്ളവർ, പ്രാക്ടീസ് ആണ്, ഞങ്ങളെല്ലാം പ്രാക്ടീസ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാലും ജുഡീഷ്യൽ സർവീസ് ഓപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ മിനിമം ഒരു 4th ഇയർ മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ എഴുതാൻ പറ്റും. പ്രാക്ടീസ് വേണ്ട, ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട് പ്രാക്ടീസ് വേണ്ട. അങ്ങനെയാണെങ്കിൽ 4th ഇയർ മുതൽ നിങ്ങൾ നോക്കി പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു 26-27 വയസ്സിൽ നിങ്ങൾക്ക് സർവീസിൽ എൻ്റർ ചെയ്യാൻ പറ്റും ആദ്യമേ നോക്കുകയാണെങ്കിൽ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളിങ്ങനെ 1 വേർഡ് അടക്കം, ഇപ്പൊ അതില് 1 വേർഡ് ആണ് പ്രിലിംസും മെയിൻസിന്റെ ഒരു പാർട്ടും 1 വേർഡ് ആണ്. അപ്പൊ 1 വേർഡ് നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. എഴുതിയത് ആരാണ്, ഏത് ഇയറിലാണ് വന്നത്, എത്ര സെക്ഷൻ ഉണ്ട്, അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാ ഭാഗങ്ങളും നോക്കണം പഠിക്കും. അങ്ങനെ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നവർ അത്തരത്തിൽ വേണം ആദ്യമേ അപ്രോച്ച് ചെയ്യാനായിട്ട്. സ്റ്റാറ്റ്യൂട്ടിന്റെ ഇയർ, എഫക്റ്റിൽ വന്ന ഡേറ്റ്, അമെന്റ്മെന്റ്സ് വന്ന ഡേറ്റ്, എത്ര അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്, അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ ഇതിൽ വേറെ നോക്കാനുണ്ടാവും. ഇല്ലാത്തവരെ സംബന്ധിച്ച് ഇതിന്റെ ഒരു ജനറൽ ഐഡിയ മനസ്സിലാക്കുന്നുള്ള മാത്രമേ എവിഡൻസ് ആക്ടിനെ സംബന്ധിച്ചുള്ളൂ. പിന്നെ പൊതുവെ ലോയേഴ്സിനെ സംബന്ധിച്ചാണെങ്കിലും, ഒരു നല്ല ശതമാനം ലോയേഴ്സിനെ സംബന്ധിച്ചാണെങ്കിലും, ഒരു നല്ല ശതമാനം ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ സംബന്ധിച്ചാണെങ്കിലും ഇത് ഇഗ്നോർ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതെന്തോ ഒരു പെട്ടെന്ന് മനസ്സിലാകാത്തൊരു സംഭവമാണ് എന്നൊരു ധാരണയാണ് പൊതുവെ ഒരു മെജോറിറ്റി ലോയേഴ്സിനുള്ളത്. പക്ഷെ അങ്ങനെയല്ല, ഇതിനൊരു സ്കീമുണ്ട്. ആ സ്കീം മനസ്സിലാക്കാതെ നമ്മൾ 1-2 ഏതെങ്കിലും ഒരു ഭാഗത്ത് വായിച്ചാൽ നമുക്കത് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. മനസ്സിലാകുന്ന ഭാഗങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ സെക്കൻഡറി എവിഡൻസ്, പ്രൈമറി എവിഡൻസ്, അതൊക്കെ ചിലപ്പോൾ ആ ഭാഗങ്ങൾ മാത്രം വായിച്ചാൽ മതിയാവും. പക്ഷെ എവിഡൻസ് ആക്ടിന്റെ പർപ്പസ് എന്താണ്, അതിന്റെ റണ്ണിങ് എങ്ങനെയാണ്, അതിന്റെ കോടതിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നറിയണമെങ്കിൽ നമ്മൾ ഇതിന്റെ ഒരു മൊത്തമായിട്ടൊരു അപ്രോച്ച് വേണം. എന്താണ് സംഭവം എന്നുള്ള ഒരു മനസ്സിലാക്കിയിരിക്കണം. ഒരു നമ്മൾ ക്രിമിനൽ ട്രയലിനെ ഇപ്പൊ എക്സാമിനേഷൻ ഓറിയന്റഡ് ആയിട്ടാണെന്നുണ്ടെങ്കിലും പ്രാക്ടീസിലാണെങ്കിലും ക്രിമിനൽ ട്രയലിലാണ് ഇത് കൂടുതൽ ആവശ്യം വരുന്നത്. സിവിൽ ട്രയലിൽ വരില്ല എന്നല്ല, അതിൽ വല്ല ഡോക്യുമെന്റ് സംബന്ധിച്ചോ പ്രൈമറി എവിഡൻസിനെ സംബന്ധിച്ചോ സെക്ഷൻ 91, 92 ഭാഗത്തോ കുറച്ച് പ്രിസംഷൻസോ ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി മുഴുവനും വരുന്നത് ക്രിമിനൽ ട്രയലിലാണ്. നമ്മളുടെ ഇന്നത്തെ വിഷയം ക്രിമിനൽ ട്രയലിനെ ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് എവിഡൻസ് ആക്ട് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ പർപ്പസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു ക്രിമിനൽ ട്രയലിൽ ആരൊക്കെയാ ഉള്ളത്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാ ഒരു ക്രിമിനൽ ട്രയലില്? ജിഷ്ണു, ആരൊക്കെയാ ഒരു ക്രിമിനൽ ട്രയലില്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാ ഒരു ക്രിമിനൽ ട്രയലിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ കോടതിയില്? ആർക്കും പറയാട്ടെ, ഞാൻ ജിഷ്ണുവിനെ കണ്ടപ്പോ പേര് വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ. മഹാലക്ഷ്മി, ആരൊക്കെയാ ഉള്ളത് ട്രയലില്? ജിഷ്ണു പറയൂ, ആരൊക്കെയാ ഒരു ട്രയൽ നടക്കുമ്പോ ആരൊക്കെ ഉണ്ട്? ആർക്കും പറയാം, ആരെങ്കിലും പറയും. കോടതിയിൽ ആരൊക്കെയാ ഉള്ളത്? പ്രോസിക്യൂഷൻ, ഡിഫൻസും. പ്രോസിക്യൂഷൻ ആനന്ദ് പ്രോസിക്യൂഷൻ ഉണ്ട്, ഡിഫൻസ് ഉണ്ട്, പിന്നെ ആരുണ്ട് വേറെ? ജുഡീഷ്യൽ ഓഫീസർ. ജുഡീഷ്യൽ ഓഫീസർ, പ്രോസിക്യൂട്ടർ ആയി, ഡിഫൻസ് ആയി, ജുഡീഷ്യൽ ഓഫീസർ ആയി, പിന്നെ അപ്പൊ ഏതാണ്ട് എല്ലാമായി. നമ്മൾ ജസ്റ്റ് ഒന്ന് കോടതിയിൽ നമ്മളൊന്ന് മനസ്സിൽ വിഭാവനം ചെയ്താൽ മതി. പ്രതിയുടെ കൂട്ടിൽ ആരുണ്ടാവും? പ്രതി ഉണ്ടാവും. സാക്ഷിയുടെ കൂട്ടില് സാക്ഷി ഉണ്ടാവും. അതിന്റെ മുകളില് കസേരയുടെ മുകളിൽ ആരുണ്ടാവും? ജഡ്ജ് ഉണ്ടാവും. താഴെ കസേരയില് അല്ല ബെഞ്ചില് ആരുണ്ടാവും? ബാറിൽ ആരൊക്കെ ഉണ്ടാവും? വക്കീലും ഡിഫൻസ് വക്കീലും പ്രോസിക്യൂട്ടർ ഉണ്ടാവും. ഈ ബാർ ആൻഡ് ബെഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? വക്കീലിന്റെ ആവശ്യം തമ്മിലുള്ള
ആരാ ബെഞ്ചിലിരിക്കുന്നത്? ബെഞ്ചിലിരിക്കുന്ന ആരാ? ജുഡീഷ്യൽ ഓഫീസർ. ജുഡീഷ്യൽ ഓഫീസറാണ് ബെഞ്ചിലിരിക്കുന്നത്. ബാറില കോടതിയിലെ ബാറാണ് ഉദ്ദേശിക്കുന്നത്. ആ ബാറിലിരിക്കുന്ന ആരാ? എവിടെ ബാർ? എവിടെയാ ബാർ? എവിടെയാ ബാറ്? കോർട്ട് ഹാൾ സർ. അല്ല ബാർ എവിടെയാ? സത്യൻ ബാർ എവിടെയാ? സത്യൻ എവിടെയാ പ്രാക്ടീസ് ചെയ്യണ? ആലത്തൂര്. നമ്മുടെ സത്യൻ സാറാണ്. അത് ശരി. ഞാന് പെട്ടെന്ന് സ്റ്റുഡൻസ് ആണെന്ന് വിചാരിച്ച. ആലത്തൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ആണ് സത്യൻ സാർ. സ്റ്റുഡൻസ് ആരെന്ന് വെച്ചിട്ടാ ചോദിച്ചത്. ട്രിവാൻഡ്രത്ത് പ്രാക്ടീസ് ചെയ്യാൻ ആരുണ്ട്? തിരുവനന്തപുരം കോടതി കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ട്? കോടതി കണ്ടിട്ടില്ലേ? ബാച്ച് 2 നമ്പർ 54. പേരെന്താ? ബാച്ച് 2 നമ്പർ 54ന്റെ പേരെന്താ? ഞാൻ ലോ അക്കാഡമിയില് ഫൈനൽ സെം കഴിഞ്ഞ് എക്സാം വെയിറ്റ് ചെയ്യാം. ശരി, പേരെന്താ? പേര് ഷാജ SH. ശരി, കോടതി കണ്ടിട്ടുണ്ടോ? ട്രിവാൻഡ്രം കോടതി കണ്ടിട്ടുണ്ടോ? ചേംബറും കോർട്ടും ചെയ്തു 35 ഡേയ്സ്. ജില്ലാ കോടതി കണ്ടോ? പോയിട്ട് തിരിച്ചു വന്നോ? അത് കയറി കണ്ടോ? എല്ലാം എഴുതി, റെക്കോർഡൊക്കെ എഴുതി, എല്ലാ പ്രൊസീഡിങ്സ് ഒക്കെ കണ്ടു. അകത്ത് കയറി കണ്ടോ? കോടതിയുടെ അകത്ത് കയറി കണ്ടോ? കോൺട്രോള് കണ്ടോ? അവിടെ ബാറ് കണ്ടോ? കണ്ട്. എവിടെ ബാറ്? ജഡ്ജി ഇരിക്കുന്നതിനും വക്കീലന്മാര് നിൽക്കുന്നതിനും ഇടയ്ക്കൊരു ബാറുണ്ടാവും അല്ലെ? ഒരു തിരുവനന്തപുരം കോടതിയിലുണ്ട്, തലശ്ശേരി ഉണ്ട്, നോർത്ത് പറവൂരുണ്ട്. അങ്ങനെ വളരെ അപൂർവം കോടതികളിൽ മാത്രമേ ഇപ്പൊ കേരളത്തില് പഴയ കൺവെൻഷണൽ കോടതികൾ വളരെ അപൂർവം മാത്രമേ ഉള്ളൂ. എനിക്കുള്ള തലശ്ശേരി, നോർത്ത് പറവൂര്, കോഴിക്കോട് ഉണ്ടെന്നോ, തിരുവനന്തപുരം, എറണാകുളത്ത് ഇപ്പൊ ഇല്ല, ഉണ്ടായിരുന്നോ അത് പോയി. അപ്പൊ അതിന്റെ ഒരു ബാറ് കാണാം. ആ ബാറിന് 2 ഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മളിപ്പുറത്തിരിക്കുന്ന ആൾക്കാര് ബാർ എന്ന് പറയും, അല്ലെങ്കിൽ വക്കീലന്മാരെന്ന് പറയും. ബാറിന് അപ്പുറത്തിരിക്കുന്നത് ജഡ്ജി. ബാറും ബെഞ്ച്, അങ്ങനെയാണ് ബാറും ബെഞ്ച് എന്നുള്ള ഇത് വരുന്നത്. വളരെ അപൂർവം കോടതി വന്നത്ര ബാറുള്ളൂ, എന്നാലും ബാക്കി എല്ലായിടത്തും ബെഞ്ചുണ്ട്. ബെഞ്ചാണ് ജഡ്ജസ്, ബാറാണ് വക്കീലന്മാർ. ഇപ്പൊ ഈ ബാറിലിരിക്കുന്ന വക്കീലന്മാര്, സാക്ഷി, പ്രതി, ഇത്ര ആൾക്കാരാണ് ഒരു ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എവിഡൻസ് ആക്ട്, എവിഡൻസ് ആക്ട് ആർക്ക് വേണ്ടിയിട്ടാണ് എവിഡൻസ് ആക്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഇതിൽ ആർക്കാണ് ഉള്ളത്? ആർക്കാണ് ഇതിന്റെ ഉപയോഗം ഉള്ളത്? ഉപയോഗം വരുന്ന ആർക്കാണ്? ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സില് ആരുടെ ഉദ്ദേശമാണ്? ആർക്കുള്ള ഗൈഡ് ലൈൻസ് ആണിത്? ഇത് സബ്സ്റ്റാന്റീവ് ലോ ആണോ പ്രൊസീജിയർ ലോ ആണോ? പ്രോസിക്യൂഷൻ. ഇത് പ്രൊസീജിയർ ലോ ആണോ സബ്സ്റ്റാന്റീവ് ലോ ആണോ? പ്രൊസീജിയർ ലോ. അപ്പൊ പ്രൊസീജിയർ ആണ് ഇതിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെ? പ്രൊസീജിയർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാ? ആർക്കുള്ള ഗൈഡ് ലൈൻസ് ആയിരിക്കും? പ്രോസിക്യൂഷൻ മാത്രമായിട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫൻസിനുണ്ടാവും? ഡിഫൻസിനുണ്ടാവും അല്ലെ? പ്രോസിക്യൂഷനുണ്ടാവും, ഡിഫൻസിനുണ്ടാവും, പിന്നെ വിറ്റ്നസിനുണ്ടാവും അല്ലെ? വിറ്റ്നസിനുണ്ടാവും. എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രൊസീജിയർ ആയിരിക്കും. അപ്പൊ ഇതിന്റെ എഫക്ട് ആർക്കാ? ഇത് ആരെയാണ് ഗൈഡ് ചെയ്യുന്നത്? ആരായിരിക്കും? ജഡ്ജിനെയാണ്. ജഡ്ജിന് ഒരു ട്രയലില് ഒരു ജഡ്ജിന് പ്രൂഫ് എന്താണ്, എന്തിലേക്കാണ് പ്രൂവ് ചെയ്യപ്പെടേണ്ടത് എന്ന് ജഡ്ജിന് മനസ്സിലാക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ നമുക്ക് അതിന്റെ നമ്മൾ എല്ലാ സെക്ഷൻ നോക്കല്ലോ, 3-4 സെക്ഷൻസ് മാത്രമേ നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് സെക്ഷൻ 3 നോക്കാം. നിങ്ങൾ എല്ലാവരും ബുക്ക് ഉണ്ടാവുന്ന വിചാരിക്കണം. സെക്ഷൻ 3 പ്രൂഫ് എന്താണെന്ന് നോക്കാം. കിട്ടിയ പ്രൂവ്ഡ് എന്താണെന്ന് കിട്ടിയ സെക്ഷൻ 3. അത് മാത്രം ഒന്ന് വായിക്കാം, മുഴുവൻ വായിക്കില്ല, അതിന്റെ ഒരു പാർട്ട് മാത്രം വായിക്കണ്ടോ. എ ഫാക്ട് ഈസ് സെറ്റ് ടു ബി പ്രൂവ്ഡ്. അപ്പൊ ഇന്നലെ ഫാക്ടുകൾ പ്രൂവ് ചെയ്യണം എന്തിനാ? കോടതിയിലെ നടപടി അതാണല്ലോ. കോടതിയിൽ സാക്ഷി വരുന്നു, സാക്ഷി എന്തെങ്കിലും പറയുന്നു, അയാളെ ക്രോസ് എക്സാമിൻ ചെയ്യുന്നു, അങ്ങനെ ചീഫും ക്രോസും എല്ലാം കഴിഞ്ഞിട്ട് ആ ഫാക്ട്, അയാൾ പറഞ്ഞ ഫാക്ട് പ്രൂവ്ഡ് ആണോ അല്ലെന്ന് കോടതി തീരുമാനിക്കുന്നു. അതാണ് സംഭവം. എ ഫാക്ട് ഈസ് പ്രൂവ്ഡ് വെൻ ആഫ്റ്റർ കൺസിഡറിംഗ് ദ മാറ്റേഴ്സ് ബിഫോർ ഇറ്റ്. കോടതിയുടെ മുമ്പാകെ വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് കോർട്ട് എയ്തർ ബിലീവ് ടു എക്സിസ്റ്റ്, കോടതിക്ക് ആ ഒരു ഫാക്ട് നിലനിൽക്കുന്നുണ്ട് എന്ന് കോടതിക്ക് തോന്നണം. സെക്കൻഡിലും നമുക്ക് തൽക്കാലം വിടാം, ചിലത് നമുക്കിപ്പോ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഒരു ഫാക്ട് പ്രൂവ് ചെയ്യപ്പെട്ടോ എന്ന് കോടതിക്ക് തോന്നണം. ആ തോന്നുന്നതാണ് പ്രൂഫ്. അപ്പൊ പ്രൂഫിലേക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ആരെല്ലാമാണ് പ്രൂവ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എവിഡൻസ് ആക്ടിന്റെ ഒരു മെയിൻ ഫങ്ഷനിങ് എന്ന് പറയുന്നതാണ്. പ്രൂഫിലേക്ക് പോകുന്നവരാണ്.
അപ്പൊ ഇപ്പൊ നമ്മുടെ പ്രൂഫ് കണ്ടു. ഇനി ആരാണ് പ്രൂവ് ചെയ്യേണ്ടത്? ഒരു ക്രിമിനൽ കേസ് നമ്മളിപ്പോ ക്രിമിനൽ കേസിന് മാത്രമായിട്ട് കൺഫൈൻ ചെയ്യാം. ഒരു ക്രിമിനൽ കേസ് ആര് പ്രൂവ് ചെയ്യണം? ആരാ പ്രൂവ് ചെയ്യേണ്ടത്? പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ ഡിഫൻസ് ഡിസ്പ്രൂവ് ചെയ്യണം? ബി എ കൊന്നു എന്നാണ് കേസ്. അപ്പൊ പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ കൊന്നിട്ടില്ല എന്ന് പ്രതി പ്രൂവ് ചെയ്യണം? ആരാ പ്രൂവ് ചെയ്യേണ്ടത്? Prosecution. Burden of proof is supposed to. ആനന്ദ് വീഡിയോ ഓൺ ചെയ്ത് നോക്കൂ. അന്നേരം വീഡിയോ ഓഫ് ചെയ്യണമെന്നില്ല. ധൈര്യമായിട്ട് എല്ലാവരും ഓപ്പൺ ആയിട്ട് ഇന്ററാക്ട് ചെയ്യും. ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുണ്ടെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. വക്കീലന്മാരാണെങ്കിൽ കുഴപ്പമില്ല, എനിക്കറിയാം, അവർക്ക് അവരുടെ റെസ്പോൺസ് അറിയാൻ പറ്റും. നിങ്ങൾ വളരെ ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരാണ്, എവിഡൻസ് ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇന്ററാക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പർപ്പസ് നടക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. അപ്പൊ അതിൽ ആരാണ് പ്രൂവ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നമുക്ക് 101 ബർഡൻ ഓഫ് പ്രൂഫ്. ആരാണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇപ്പൊ 101 നോക്കാം. നമ്മൾ വളരെ കുറച്ച് സെക്ഷൻസ് മാത്രമേ നോക്കുന്നുള്ളൂ. 101 whoever desires any court to give judgment as to any legal right or liability depend on the existence of facts which he asserts must prove that those facts exist. അപ്പൊ ആരാണോ ഒരു ഫാക്ട് പ്രൂവ് ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്, ആർക്കാണോ ഒരു ജഡ്ജ്മെന്റ് വേണ്ടത്? whoever desires any court to give judgment, ആരാണോ ഒരു കോടതിയോട് ഒരു ജഡ്ജ്മെന്റ് ആവശ്യപ്പെടുന്നത്, as to any legal right or liability depends on the existence of facts which he asserts. അയാൾ എന്തൊക്കെയാണോ ഫാക്ടുകൾ അസെർട്ട് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അയാൾക്ക് ജഡ്ജ്മെന്റ് കിട്ടുമോ ഇല്ല തീരുമാനിക്കുന്നത്. അയാൾ എന്ത് ചെയ്യണം? മസ്റ്റ് പ്രൂവ് ദാറ്റ് ദോസ് ഫാക്ട്സ് എക്സിസ്റ്റ്. അയാൾ ആർക്കാണോ ജഡ്ജ്മെന്റ് വേണ്ടത് അയാളാണ് അത് പ്രൂവ് ചെയ്യേണ്ടത്. അതിന്റെ സെക്കൻഡിൽ നമ്മൾ തൽക്കാലം സ്കിപ്പ് ചെയ്യാണ്. അപ്പൊ ഇവിടെയാണ് ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് 102 പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യണം എന്ന് പറയുന്നത്. പ്രോസിക്യൂഷൻ ആണ് അതിന്റെ ലയബിലിറ്റി പ്രൂവ് ചെയ്യാനുള്ള ലയബിലിറ്റി. പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം അതാണ്. അതിന്റെ ഫസ്റ്റ് ഇല്ലസ്ട്രേഷൻ മാത്രം നോക്കാം. ഇല്ലസ്ട്രേഷൻ A desires a court to give judgment that B shall be punished for a crime which A says B has committed. A must prove that B has committed the crime. അപ്പൊ അവിടെയാണ് അതിന്റെ മെയിൻ ഒരു ഇല്ലസ്ട്രേഷനിൽ കൂടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആർക്കാണോ ജഡ്ജ്മെന്റ് വേണ്ടത് അയാളെ പ്രൂവ് ചെയ്യണം. അതാണ് ബർഡൻ ഓഫ് പ്രൂഫ് ആണ് ഇതിന്റെ ഒരു കൺട്രോളിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ബർഡൻ ഓഫ് പ്രൂഫ് ആണ്. അപ്പൊ ഈ പ്രൂഫിലേക്കുള്ള ഫാക്ടുകളാണ് സെക്ഷൻ 3 പറഞ്ഞ കാര്യങ്ങൾ. പ്രൂവ്ഡ് ആകുന്നത് എപ്പോഴാണ് എന്നെല്ലാം പറഞ്ഞത് അത് നമ്മൾ സെക്ഷൻ 3 കണ്ടില്ലേ. ഫാക്ട് ഈസ് to be proved after considering the matters before it. The court either believes to exist or considers its existence probable എന്നുള്ള സെക്കൻഡ് പാർട്ട് ഉണ്ട്. ഫോർ ദ ടൈം ബീങ് നമ്മൾ സ്കിപ്പ് ചെയ്യാം. അപ്പൊ ഇതാണ് ബർഡൻ ഓഫ് പ്രൂഫ്. പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യണം? ഫാക്ടുകളിലൂടെ പ്രൂവ് ചെയ്യണം. അങ്ങനെ പ്രൂവ് ചെയ്യുന്നതാണ്. അതെവിടെയാ ഈ പ്രൂഫ് പ്രൂവ് ചെയ്യുന്നത്? എവിടെയാ ഫാക്ടുകളെ അഡ്യൂസ് ചെയ്യുന്നതും പ്രൂവ് ചെയ്യുന്നത് എവിടെയാ? കോടതിയിൽ. അപ്പൊ കോടതിയാണ് ശ്രീലത എന്താ വീഡിയോ ഓൺ ചെയ്ത് നോക്കട്ടെ. കോടതിയിൽ പ്രൂവ് ചെയ്യണം. അപ്പൊ കോടതിയിലാണ് ട്രയൽ നടക്കുന്നത് അല്ലെ? കോടതിയിലാണ് ട്രയൽ നടക്കുന്നത്. കോടതിയിൽ ട്രയൽ നടത്തുന്ന ആരാ? ട്രയൽ നടത്തുന്ന ആരാ? എക്സ്ക്യൂസ് മീ സർ. സർ ഒരു സെക്കൻഡ് സർ. സർ ഒരു സെക്കൻഡ്. ഷാനോ സർ, കൗൺസിൽ മീറ്റിംഗ് വേറെ മീറ്റിംഗ് ഐഡിയ ആണ് സർ. ഇത് ക്ലാസ് ആണ്. ഷാനോ സാറേ ക്ലാസ് മാറിപ്പോയി സർ. മറ്റേ കൗൺസിലിംഗ് മീറ്റിംഗ് ഐഡി വേറെ ഉണ്ട് സർ. ഓക്കെ എടുത്തത് സാർ ബാർ കൗൺസിൽ മെമ്പറാണ്. ഞാൻ പെട്ടെന്ന് സാറിനെ കണ്ടപ്പോ വിചാരിച്ചത് സാർ എന്താ ഗ്രൂപ്പ് മാറിപ്പോയെന്ന് എനിക്കും തോന്നി. ഞാൻ സാറിനെ സംശയം തോന്നിയ. അപ്പോ ട്രയൽ നടത്തുന്നാരാന്ന് പറഞ്ഞു? ശ്രീലത. ട്രയൽ നടത്തുന്നാരാന്ന് പറഞ്ഞു? വക്കീലന്മാരാ? പ്രോസിക്യൂഷൻ ആണ്. അങ്ങനെ അപ്പൊ ഡിഫൻസാ? ഡിഫൻസിലാണ് ട്രയൽ നടക്കില്ല. ഇത് കണ്ടക്ട് ചെയ്യുന്നത് ആരാ? ശരിക്കും കണ്ടക്ട് മാസ്റ്റർ ഓഫ് സെറമണി എന്ന് പറയുന്ന ജഡ്ജാണ് അല്ലെ? അതെവിടെ പറയുന്നത്? അപ്പൊ ജഡ്ജസിന്റെ പവേഴ്സ് എവിടെ പറയുന്നത് നോക്കാം. 136 നോക്കാം. 136 നിങ്ങളൊക്കെ ഒന്ന് കുറിച്ച് വെച്ചാൽ നമുക്ക് പിന്നീട് വല്ല പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ
ആ ചോദ്യം ചോദിക്കും, അല്ലെങ്കിൽ അത് ചോദിക്കാനില്ല. 136 നോക്കാം. When either party proposes to give evidence of any fact. ഈ ഫാക്ടിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമേ കണ്ടത്. പ്രൂഫിൽ പറഞ്ഞു ഫാക്ട് എന്ന് പറഞ്ഞു, 101 ബേർഡൻ ഓഫ് പ്രൂഫിൽ പറഞ്ഞു ഫാക്ട് എന്ന് പറഞ്ഞു. When either party proposes to give evidence of any fact, judge may ask the party proposing to give the evidence in what manner alleged fact, if proved, would be relevant. അപ്പൊ അതെന്താ, ജഡ്ജാണ് തീരുമാനിക്കുന്നത് അല്ലെ? ആർക്കെന്ത് ഫാക്ട് വേണമെങ്കിലും കൊണ്ടുവരുമ്പോ ആര് തീരുമാനിക്കണം? ജഡ്ജ് തീരുമാനിക്കണം. ജഡ്ജ് ചോദിക്കും, ആൻഡ് ദ ജഡ്ജ് ഷാൽ അഡ്മിറ്റ് ദ എവിഡൻസ് ഇഫ് ഹി തിങ്സ് ദാറ്റ് ദ ഫാക്ട് ഇഫ് പ്രൂവ്ഡ് വുഡ് ബി റിലവന്റ് ആൻഡ് നോട്ട് അതർവൈസ്. അപ്പൊ ജഡ്ജ് തീരുമാനിച്ചാൽ മാത്രമേ ആ എവിഡൻസ് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ, ആൻഡ് നോട്ട് അതർവൈസ്. വേറെ ഒരു തരത്തിലും പറ്റില്ല. അതായത് എന്താ, നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല, പ്രോസിക്യൂട്ടർക്കോ ഡിഫൻസിനോ ഇത് അഡ്മിറ്റ് ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഫോർ ദ ജഡ്ജ് ടു ഡിസൈഡ്. അപ്പൊ ഇതിന്റെ മാസ്റ്റർ ആരാ? ട്രയലിന്റെ മാസ്റ്റർ ആരാ? പ്രോസിക്യൂട്ടർ ആണോ, ഡിഫൻസ് ആണോ, ജഡ്ജാണോ? ജഡ്ജാണ് അല്ലെ, സംശയമില്ല. ജഡ്ജിന് അൾട്ടിമേറ്റ് ആയിട്ടുള്ള പവേഴ്സ് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ജഡ്ജിന് ചോദ്യം ചോദിക്കാൻ പറ്റുമോ? എവിഡൻസ് വരുന്നത് വിറ്റ്നസിൽ കൂടിയാണല്ലോ. അപ്പൊ ജഡ്ജിന് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പ്രോസിക്യൂട്ടറിനും ഡിഫൻസിനും മാത്രമേ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ? ആർക്കൊക്കെ ചോദ്യം ചോദിക്കാം? സാക്ഷിയോട്. കൃഷ്ണ ചോദിക്കാം. അതെവിടെ പറയുന്നത്? 330 എവിഡൻസ് ആക്ടിൽ എവിടെ പറയുന്നത്? 166 or 5 മതി അല്ലേ? വീഡിയോ ഓൺ ചെയ്യും. ഇപ്പൊ ഓരോരുത്തരെ വിളിപ്പിക്കണമെന്നല്ലേ വീഡിയോ ഓൺ ചെയ്യാൻ? ഇത് നമ്മുടെ അർച്ചനയാണല്ലോ അല്ലെ? IALിലുള്ള അർച്ചന തന്നെ അല്ലേ? ശരി. അപ്പൊ നമുക്ക് 165 നോക്കാം. ജഡ്ജസ് പവർ ടു പുട്ട് ക്വസ്റ്റ്യൻസ് or order production. The judge may, in order to discover or to obtain proper proof of relevant facts. നോക്കൂ, അപ്പൊ ജഡ്ജിന് ചോദിക്കാം, ask any questions he pleads. എന്ത് ചോദ്യങ്ങളാണ് ചോദിക്കാം? in any form. എനി ഫോം എന്ന് പറഞ്ഞാൽ എന്താ? ലീഡിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലാത്തുള്ള നോർമൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. at any time. എനി ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ചീഫിന്റെ സമയത്തോ ക്രോസിന്റെ സമയത്തോ റീ എക്സാമിനേഷന്റെ സമയത്തോ ചോദിക്കാം. ഓഫ് എനി വിറ്റ്നസസ്. ഏത് സാക്ഷിയോടും ചോദിക്കാം. ഓർ ഓഫ് ദ പാർട്ടീസ്. പാർട്ടീസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? വാദിയും പ്രതിയും ഉണ്ട് അല്ലെ? പാർട്ടീസ് എന്ന് പറഞ്ഞാൽ പ്രതിയോടും ചോദിക്കാം. എബൌട്ട് എനി ഫാക്ട് റിലവന്റ് ഓർ ഇറിലവന്റ്. ഇതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണെങ്കിലും ചോദിക്കാം. റിലവന്റ് ആണെങ്കിലും ഇറിലവന്റ് ആണെങ്കിലും ചോദിക്കാം. ആൻഡ് മേ ഓർഡർ ദ പ്രൊഡക്ഷൻ ഓഫ് എനി ഡോക്യുമെന്റ് ഓർ തിങ്. നമുക്ക് അപ്പൊ എന്തുവേണമെങ്കിലും ചെയ്യാം. സാക്ഷിയോട് ചോദ്യം ചോദിക്കാം, സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറയാം, അതൊക്കെ ചെയ്യാം. ആൻഡ് നെയ്തർ ദ പാർട്ടീസ് nor their agent shall be entitled to make any objection to any such questions. നോക്കൂ, അപ്പൊ ആരാ ഇതിന്റെ നേതാവ്? ആരാ ഇതിന്റെ മുഖ്യ കാർമ്മികനാരാണ്? ബിഷപ്പ് തന്നെയാണ് അല്ലെ? നമുക്കൊന്നും ചോദിക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ആവശ്യമുള്ളതൊക്കെ ചോദിക്കാം. അദ്ദേഹത്തിന് ഡോക്യുമെന്റ്സ് കൊണ്ടെടുത്തോണ്ട് വരാൻ പറയാം. ഏത് സമയത്ത് ഏത് ചോദ്യം ചോദിക്കാം. നമ്മള് അത് ആ കുർബാന കണ്ടു നിൽക്കേണ്ടത് മാത്രമേ നമുക്ക് ചടങ്ങുള്ളൂ. ജഡ്ജ് ആ പവേഴ്സ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത്. nor without the leave of the court to cross-examine any witnesses upon any answers given in reply to any such questions. കഴിഞ്ഞു അല്ലെ? നമുക്ക് ക്രോസ് ചെയ്യാനുള്ള റൈറ്റ് പോലും ഇല്ല. ചോദിക്കാം, പ്രൊവൈഡഡ് ജഡ്ജ് പെർമിറ്റ് ചെയ്താൽ ചോദിക്കാം. അപ്പൊ അങ്ങനെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പവേഴ്സ് കൊടുത്തിരിക്കുകയാണ് ജഡ്ജിന്. പക്ഷെ താഴെ പറയുന്നുണ്ട്, 2 പ്രൊവൈസേഴ്സ് ഉണ്ട്. അതിൽ പറയുന്നുണ്ട് ജഡ്ജ്മെന്റ് എങ്ങനെയായിരിക്കണം ഒക്കെ താഴെ പറയുന്നുണ്ട്. ജഡ്ജ് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലും, ഇറലവന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും ജഡ്ജ്മെന്റിൽ അതൊന്നും വരാൻ പാടില്ല. ജഡ്ജ്മെന്റിൽ ഈ സ്റ്റാറ്റ്യൂട്ടിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഡിക്ലെയർ ടു ബി റിലവന്റ് മാത്രമേ ജഡ്ജ്മെന്റിൽ വരാൻ പറ്റുള്ളൂ. അല്ലാതെ കൺസിഡർ മാറ്റേഴ്സ് അദ്ദേഹത്തിന് ചില പ്രോപ്പർ പ്രൂഫ് ഓഫ് ഫാക്ട്സിന് മാത്രം ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഡോക്യുമെന്റ്സ് കൊണ്ടുവരാൻ പറയാം. ആരോടും ഏത് സമയത്തും ഏത് മോഡിലും ചോദിക്കാം. അപ്പോൾ 136 റീഡിങ്ങും 165 റീഡിങ്ങും ഒരു കമ്പൈൻ റീഡിംഗിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഇറ്റ് ഈസ് ഫോർ ദ ജഡ്ജ് ടു ഡിസൈഡ്. അപ്പൊ ജഡ്ജാണ് ഇതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള അധികാരം. എന്തിനാ അദ്ദേഹത്തിന് അത്ര അധികാരം കൊടുത്തിട്ടുള്ളത്? ഇറ്റ് ഈസ് ഫോർ ഹിം ടു ഡിസൈഡ്. എന്താ? വെദർ എ ഫാക്ട് ഈസ് പ്രൂവ്ഡ്. ഒരു ഫാക്ട് പ്രൂവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വൈഡ് ആയിട്ടുള്ള വാസ്റ്റ് ആയിട്ടുള്ള പവേഴ്സ് കൊടുത്തിട്ടുള്ളത്. ആ പവേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ട്രയൽ നടക്കുന്നത്. ഇനി നമ്മൾ സാധാരണ ട്രയലിൽ കാണുന്ന പോലെ ഇപ്പൊ ശ്രീലത പറഞ്ഞ പോലെ മെയിൻ ആയിട്ടുള്ള താരങ്ങൾ ആരൊക്കെയാണ്? പ്രോസിക്യൂട്ടർ അല്ല, പ്രോസിക്യൂട്ടർ ആദ്യം ചീഫ് എക്സാമിനേഷൻ നടത്തുന്നു. അതിനുശേഷം ഡിഫൻസ് ക്രോസ് എക്സാമിനേഷൻ നടത്തുന്നു. അപ്പൊ അതിന്റെ റൂൾസ് ഒക്കെ ഇതിൽ താഴെ പറയുന്നുണ്ട്. 136 ശേഷം ഇങ്ങോട്ട് വരുന്ന സെക്ഷൻസിൽ 137, 138 ആ ഭാഗങ്ങളിലൊക്കെയാണ് ചീഫ് എക്സാമിനേഷൻ എന്നാണ്. ഓർഡർ ഓഫ് എക്സാമിനേഷൻ എങ്ങനെയായിരിക്കണം, ക്രോസ് എക്സാമിനേഷൻ എങ്ങനെയായിരിക്കണം, വിറ്റ്നസ് എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള റൂൾസ് അവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് അതിപ്പോ തൽക്കാലം വേണമെങ്കിൽ ഒന്ന് ഇൻഡെക്സ് നോക്കിയാൽ മതി. സ്റ്റാറ്റ്യൂട്ട് തുറന്നില്ലെങ്കിലും കുഴപ്പമില്ല, അത് ജസ്റ്റ് അതിന്റെ ഇൻഡെക്സ് എടുക്കുക.
നമുക്കതിനെ ഒന്ന് ഇൻഡെക്സിലേക്ക് ഒന്ന് പോകാം. ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടന്റ്സ് എഴുതിയിട്ടുള്ള ഭാഗം 1 2 3 4 സിനോപ്സിസ് എന്ന് പറയുന്നത് ഭാഗം. ഞാൻ അതിലേക്ക് ജസ്റ്റ് ഒന്ന് പോകാം. അതിന്റെ ആദ്യം നോക്കാം. ഇതിൽ 3 പാർട്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. പാർട്ട് 1 ആദ്യത്തെ ഹെഡിങ് ഉണ്ടല്ലേ, കണ്ടന്റ്സ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872. പാർട്ട് 1 റിലവൻസി ഓഫ് ഫാക്ട്സ്. ഏതെല്ലാം ഫാക്ട്സ് ആണ് റിലവന്റ് എന്നുള്ളതാണ് പാർട്ട് 1 പറയുന്നത്. പാർട്ട് 2 ഓൺ പ്രൂഫ്. പാർട്ട് 3 സെക്ഷൻ 100 കഴിഞ്ഞിട്ട് പാർട്ട് 2 ഓൺ പ്രൂഫ് തുടങ്ങുന്നത് 55 ശേഷമാണ്. 56 മുതലാണ് ഓൺ പ്രൂഫ്. അതിനുശേഷം അത് 100 വരുമ്പോൾ പാർട്ട് 3 പ്രൊഡക്ഷൻ ആൻഡ് എഫക്ട് ഓഫ് എവിഡൻസ്. പ്രൊഡക്ഷൻ ആൻഡ് എഫക്ട് ഓഫ് എവിഡൻസ്. അപ്പൊ എന്തൊക്കെയാണ് പാർട്സ്? 1 പാർട്ട് ഓഫ് റിലവൻസി അല്ലെങ്കിൽ ചാപ്റ്റർ ഓഫ് റിലവൻസി, 2 പ്രൂഫ്, 3 എഫക്ട്, പ്രൊഡക്ഷൻ ആൻഡ് എഫക്ട് ഓഫ് എവിഡൻസ്. അങ്ങനെ 3 ചാപ്റ്റർ ആയിട്ട് തിരിച്ചിട്ട് 3 പാർട്ടായിട്ട് തിരിച്ചിട്ട് 11 ചാപ്റ്റേഴ്സ് ആണ്. അതിൽ 11ാമത്തെ ചാപ്റ്റർ നമുക്ക് പൊതുവെ ട്രയലിന് ആവശ്യമില്ല. ഒരു ട്രയലിലെ ഇംപ്രോപ്പർ അഡ്മിഷൻ ഓർ റിജക്ഷൻ ഓഫ് എവിഡൻസിനെ സംബന്ധിച്ചാണ് ചാപ്റ്റർ 11 പറയുന്നത്. അത് നമുക്ക് ട്രയലിനെ സംബന്ധിക്കുന്ന വിഷയമല്ല. 10 ചാപ്റ്ററിലാണ് 3 പാർട്ടായിട്ടാണ് ഇത് നിൽക്കുന്നത്. ഇനി ഇതിൽ ചില പാർട്ടുകൾ വേണമെങ്കിൽ നമുക്ക് ചില ചാപ്റ്ററുകൾ ചിലപ്പോൾ മേ ബി പല ഭാഗങ്ങൾ, ചില ചാപ്റ്ററിന്റെ മെയിൻ ഭാഗങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പോൾ സെക്ഷൻ 81 മുതൽ 89 വരെയുള്ള ഭാഗങ്ങൾ, അതൊക്കെ വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഈവൻ പ്രാക്ടീസിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എക്സാമിൽ നിന്ന് ആൾക്കാർ സ്കിപ്പ് ചെയ്തത് അവർക്കത് ആവശ്യം വരും. അല്ലെങ്കിൽ പ്രാക്ടീസിൽ ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ പ്രാക്ടീസിന് പ്രത്യേകിച്ച് ആവശ്യമില്ലാത്തതാണ്. അത് ആ സമയം വരുമ്പോൾ മാത്രമേ നോക്കേണ്ട കാര്യമുള്ളൂ. അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാലോ മതി. അപ്പൊ ഈ 3 പാർട്ടുകളിലായിട്ട് 167 സെക്ഷൻസ് ആണ് ഉള്ളത്. അത് കൂടാതെ അമെന്റ്മെന്റ്, ഇൻഫർമേഷൻ ടെക്നോളജി അമെന്റ്മെന്റ് വന്നപ്പോൾ കുറച്ച് സെക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത് കുറിച്ച് വെച്ച ഭാഗം കാണുന്നില്ല. കുറെ സെക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് 8-10 സെക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് അപ്പൊ അതും കൂടി ഒരു സെക്ഷൻ റിപ്പീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ടോട്ടൽ നമ്പർ ഓഫ്, അത് നിങ്ങൾ തന്നെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കണം. പല ഭാഗങ്ങളിലും എ ചേർത്തിട്ടുണ്ട്. 45A, 65AB, 85ABC, അങ്ങനെ കുറെ സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. 114A, 113AB. അതല്ല ഈ 1 വേർഡ് എഴുതുന്ന ആൾക്കാർ, 1 വേർഡ് അല്ല, സോറി, മുനിസിപ്പൽ മജിസ്ട്രേറ്റ് എക്സാം എഴുതുന്ന ആൾക്കാർ അതിന്റെ ടോട്ടൽ നമ്പർ ഒക്കെ ഒന്ന് എടുത്ത് വെക്കണം. ഓപ്ഷനിൽ ചിലപ്പോൾ ഈ 167 ആയിരിക്കില്ല ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഓപ്ഷൻ തന്നിട്ടുള്ളത് ഈ അമെന്റ്മെന്റും കൂടി കൂടിയിട്ടുള്ളതായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിന്റെ നമ്പറും കൂടി അവരൊന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാണ്. അപ്പോൾ ഇത്രയും ഈ 167 സെക്ഷൻ, സാധാരണ നമ്മൾ പറയുന്നത് 167 സെക്ഷൻ, ഈ 167 സെക്ഷനിൽ കൂടിയിട്ടാണ് എവിഡൻസ് ആക്ട് കടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ബേസിക് ഐഡിയ കിട്ടി. ഇതിൽ ഒരു ജഡ്ജിന് ഒരു ഫാക്ട് പ്രൂവ്ഡ് ആണോ എന്ന് അറിയാനായിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ് ബേസിക്കലി ഇതിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഫാക്ടുകളുടെ പ്രൂഫ് എന്തിനാ? ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ടാണ്. അതാണ് 101 പറയുന്നത്. ആർക്കാണോ ജഡ്ജ്മെന്റ് വേണ്ടത് അയാളുടെ ഫാക്ട്സ് പ്രൂവ് ചെയ്യണം. അപ്പൊ അങ്ങനെ അതിലേക്കുള്ള ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എഫർട്ടാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഇതിൽ ചാപ്റ്റർ ഓഫ് റിലവൻസിലേക്ക് നമുക്ക് തിരിച്ചു വരാം. എങ്ങനെയാണ് ഈ ചാപ്റ്റർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുശേഷം കാണുന്ന 1-2 ഭാഗങ്ങൾ നമുക്കിപ്പോ നോക്കിയിട്ട് നമുക്ക് അവസാനം ഇതിലേക്ക് തിരിച്ചു ഒരു ചെറിയ നമുക്കൊരു കഥ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം അവസാനം എങ്ങനെയാണ് ഒരു ക്രിമിനൽ ട്രയലിൽ എവിഡൻസ് ആക്ട് വർക്ക് ചെയ്യുന്നത്. അതിൽ നമുക്കിപ്പോ തൽക്കാലം നമുക്ക് ഓൺ പ്രൂഫിലേക്ക് പോകാം. ചാപ്റ്റർ 3 നമ്മളൊരു ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ എവിഡൻസ് ആക്ടിന്റെ മുഴുവൻ ഭാഗങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാന്ന് വിചാരിച്ചിട്ട് ഇതിൽ എന്തൊക്കെയാണ് വിഷയങ്ങൾ ഉള്ളതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചാപ്റ്റർ 3 ഫാക്ട്സ് വിച്ച് നീഡ് നോട്ട് ബി പ്രൂവ്ഡ്. എന്തൊക്കെയാണ് പ്രൂവ് ചെയ്യേണ്ടാത്തത്? ഏതാ? ഫാക്ട്സ് ജുഡീഷ്യലി നോട്ടീസബിൾ. ജുഡീഷ്യലി നോട്ടീസബിൾ നിന്ന് ഇന്ന് ഞായറാഴ്ചയാണ് അല്ലെ? ഞായറാഴ്ച അല്ലേ? അതെ, ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പൊ ഇതിനെ കുറിച്ച് തർക്കം. ഇപ്പൊ ഇന്ന് ഞായറാഴ്ച ആയിരുന്നോ? ഇന്ന് ഒരു കോടതി ഫംഗ്ഷൻ ചെയ്തിരുന്നോ? അല്ലെങ്കിൽ ഇന്ന് ഒരു അമ്പലം പള്ളി തുറന്നിരുന്നോ? പള്ളിയിൽ നിന്ന് പ്രാർത്ഥന ഉണ്ടായിരുന്നോ? അപ്പൊ ഞായറാഴ്ചയാണ് അവിടെ പ്രാർത്ഥന നടക്കും സാധാരണ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കോടതിക്ക് ജുഡീഷ്യൽ നോട്ടീസ് എടുക്കാവുന്ന കാര്യങ്ങൾ, അത് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഫാക്ട്സ് ഓഫ് വിച്ച് കോസ് മസ്റ്റ് ടേക്ക് ജുഡീഷ്യൽ നോട്ടീസ്. അതിന് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാറ്റ്യൂട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ മസ്റ്റ് ടേക്ക് ജുഡീഷ്യൽ നോട്ടീസ്. 3 ഫാക്ട്സ് അഡ്മിറ്റഡ് നീഡ് നോട്ട് ബി പ്രൂവ്ഡ്. അപ്പൊ ഈ 3 ഭാഗങ്ങൾ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. അഡ്മിറ്റഡ് ഫാക്ട്സ്, അതായത് ഫോർമൽ അഡ്മിഷൻസ് ആയിരിക്കണം, അഡ്മിഷൻ റൈറ്റിംഗ് ആയിരിക്കണം. ഈ 3 വിഷയങ്ങളിൽ പാർട്ടീസ് എവിഡൻസ് പ്രത്യേകിച്ച് അഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കോടതിക്ക് ജുഡീഷ്യൽ നോട്ടീസ് എടുക്കാം. അതിനുശേഷം വരുന്ന ചാപ്റ്ററിലാണ് ഓറൽ എവിഡൻസിനെ കുറിച്ചും ഡോക്യുമെന്ററി എവിഡൻസിനെ കുറിച്ചും പറയുന്നത്. അതൊരു ഫാക്ട് പ്രൂവ് ചെയ്യുന്നത് കോടതിയിലേക്ക് വരുന്ന ഏതൊക്കെ ടൈപ്പ് ഓഫ് എവിഡൻസ് ഉണ്ട് കോടതിയിൽ? കൃഷ്ണ, ഏതൊക്കെ ടൈപ്പ് ഓഫ് എവിഡൻസ് ആണ് കോടതിയിലുള്ളത്? ഓറൽ, ഡോക്യുമെന്ററി, പിന്നെ പോസിറ്റീവ് എവിഡൻസ്, നെഗറ്റീവ് എവിഡൻസ്. അതിൽ ശ്രീലത നമ്മൾ ചോദിക്കണം ഏതെല്ലാം ടൈപ്പ് ഓഫ് എവിഡൻസ് ആണ് കോടതിയുടെ മുമ്പിൽ ജഡ്ജ്മെന്റ് എഴുതാൻ ഇരിക്കുന്ന സമയത്ത് ജഡ്ജിന്റെ മുമ്പിൽ ഏതെല്ലാം ടൈപ്പ്? പ്രൈമറി എവിഡൻസ്,
സെക്കൻഡറി എവിഡൻസ്. അതെല്ലാം അതൊക്കെ എവിഡൻസിന്റെ 2 ടൈപ്പാണ് അല്ലെ, ഓറൽ എവിഡൻസ്, ഡോക്യുമെന്ററി എവിഡൻസ്. ഈ പ്രൈമറിയും സെക്കൻഡറി എല്ലാം വരുന്ന ഓറൽ ഡോക്യുമെന്ററി വഴിയാണ്. ഇത് കൂടാതെ ഒരു 3ാമത്തെ ടൈപ്പ് ഉണ്ട്, ഓറലും ഡോക്യുമെന്ററി അല്ലാത്ത ടൈപ്പ് ഏതാ? മെറ്റീരിയൽ ഒബ്ജക്ട്സ്. അല്ല, ലാലാണ് പറഞ്ഞത്. അപ്പൊ ലാലിപ്പോ വീഡിയോ ഓൺ ചെയ്ത് നോക്കുക. ലാൽ മെറ്റീരിയൽ ഒബ്ജക്ട്സ് അല്ലെ. പിന്നെ ഇപ്പൊ ആൾക്കാരും ഉണ്ടാതെയോ വീഡിയോ ഓൺ ചെയ്യാൻ പറയണോ? അപ്പൊ മെറ്റീരിയൽ ഒബ്ജക്ട്സ്. മെറ്റീരിയൽ ഒബ്ജക്ട് ഉണ്ട്, അല്ല ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ട്, ഓറൽ എവിഡൻസ് ഉണ്ട്, മെറ്റീരിയൽ ഒബ്ജക്ട്സ് ഉണ്ട്, കൊറാബറേറ്റീവ് എവിഡൻസ്. അത് കൊറാബറേറ്റീവ് എവിഡൻസ് ഷുഡ് ബി either ഓറൽ ഓർ ഡോക്യുമെന്ററി അല്ലെ. ഒന്നുകിൽ ഓറൽ ആയിരിക്കും, ഡോക്യുമെന്ററി. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് പറയാവുന്നത് ഈ 3 ടൈപ്പാണ്: ഓറൽ എവിഡൻസ്, ഡോക്യുമെന്ററി എവിഡൻസ്, മെറ്റീരിയൽ എവിഡൻസ്. വാള്, കത്തി, തോക്ക്, ഉണ്ട, അതെല്ലാം മെറ്റീരിയൽ എവിഡൻസിൽ വരും. പിന്നെന്താ, പിന്നെ 110 പറയുന്ന എവിഡൻസ് ബൈ പൊസഷൻ ഉണ്ട്. അത് പക്ഷെ നമുക്കിപ്പോ നമുക്ക് അതുകൊണ്ട് പോകണ്ട. 110 പറയുന്ന എവിഡൻസ് ബൈ പൊസഷൻ. ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് എവിഡൻസ് ആണ് ഉള്ളത്. പക്ഷേ സെക്ഷൻ 3 2 ടൈപ്പ് മാത്രമേ പറയുന്നുള്ളൂ. കാരണം എന്താ, അതിൽ പറയുന്നത് മോഡ് ത്രൂ വിച്ച് ആൻ എവിഡൻസ് ക്യാൻ കം ഇൻ ടു കോർട്ട് ആണ് പറയുന്നത്. 2 മോഡിൽ കൂടി മാത്രമേ കോടതിയിലേക്ക് വരാൻ പറ്റുള്ളൂ. ഏത് എവിഡൻസ് ആണെങ്കിലും ഒന്നെങ്കിലും ഡോക്യുമെന്ററി ആയിരിക്കും, അല്ലെങ്കിൽ ഡോക്യുമെന്ററി എവിഡൻസ് വഴിയായിരിക്കും, അല്ലെങ്കിൽ ഓറൽ എവിഡൻസ് വഴിയായിരിക്കും. മെറ്റീരിയൽ ഒബ്ജക്റ്റും കോടതിയിലേക്ക് വരുന്നത് ഓറൽ എവിഡൻസ് വഴിയാണ്. പറയും, ഈ എന്നെ കത്തി കൊണ്ട് കുത്തി. പ്രോസിക്യൂട്ടർ നിങ്ങൾക്ക് കത്തി കണ്ടാൽ അറിയാമോ? അറിയാം. ഇവിടെ ഉണ്ടോ നോക്കൂ എന്ന് പറയുന്നത്. അപ്പൊ ഇയാൾ പറയണ ഈ ഇരിക്കുന്ന കത്തി കൊണ്ടാണ് എന്നെ കുത്തിയത്. അപ്പോൾ അത് മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തു. അപ്പൊ അത് വരുന്നത് ഓറൽ എവിഡൻസ് വഴിയാണ്. അപ്പൊ 2 ടൈപ്പ് ഓഫ് എവിഡൻസ് മാത്രം എവിഡൻസ് ആക്ടിന്റെ ആദ്യ ഭാഗങ്ങളിൽ പറയുന്നത് മോഡ്സ് ത്രൂ വിച്ച് എവിഡൻസ് ക്യാൻ ഗോ ഇൻ, അതിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് മെറ്റീരിയൽ എവിഡൻസിനെ കുറിച്ച് അവിടെ പറയാത്തത്. പക്ഷെ സെക്ഷൻ 60 ഓറൽ എവിഡൻസ് പറയുന്ന ഭാഗത്ത് മെറ്റീരിയൽ എവിഡൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിനുശേഷം വരുന്ന ചാപ്റ്റർ 61 മുതലുള്ള ചാപ്റ്ററിൽ ഡോക്യുമെന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഡോക്യുമെന്റ്സ്, പ്രൈമറി ഡോക്യുമെന്റ് എന്താണ്, സെക്കൻഡറി ഡോക്യുമെന്റ് എന്താണ്, സെക്കൻഡറി എവിഡൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അത് നമ്മൾ സിവിലിലാണെങ്കിലും ക്രിമിനലാണെങ്കിലും ഒരേപോലെ വർക്ക് ചെയ്യുന്ന ഭാഗങ്ങളാണ്. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്ത് അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ച് 63 65 അവിടെയാണ് അതിന്റെ റൂൾസ് എല്ലാം പറയുന്നത്, എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ സർട്ടിഫൈഡ് കോപ്പീസ് എന്താണ്, അതിന്റെ ജെനുവിൻനെസ് എന്താണ്, അതിന്റെ പ്രിസംപ്ഷൻസ് എന്താണെന്നൊക്കെ എന്നെ പറഞ്ഞു വന്നിട്ട് 91 വരുമ്പോൾ എക്സ്ക്ലൂഷൻ ഓഫ് ഓറൽ ബൈ ഡോക്യുമെന്ററി എവിഡൻസ്. ഡോക്യുമെന്ററി എവിഡൻസ് ഉള്ള ഭാഗങ്ങളിൽ ചില അപൂർവ സിറ്റുവേഷൻ വെച്ചാൽ ഓറൽ എവിഡൻസ് കൊടുക്കാൻ സമ്മതിക്കില്ല. അതാണ് എക്സ്ക്ലൂഷൻ ഓഫ് ഓറൽ ബൈ സെക്ഷന്റെ ഡോക്യുമെന്റ്സിന്റെ അതിന്റെ ഫോർമാലിറ്റിനെ കുറിച്ചും പ്രൂഫിനെ കുറിച്ചും എല്ലാം പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ നേരത്തെ നോക്കിയ ബേർഡൻ ഓഫ് പ്രൂഫ് പറയുന്നത്. ആര് പ്രൂവ് ചെയ്യണം? അതിന് ബേസിക് റൂൾ 101 പറഞ്ഞു. പിന്നെ 102 പറഞ്ഞു ഒരു ഫാക്ട് എവിഡൻസ് അഡ്യൂസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും. പിന്നെ ഒരു ഫാക്ട്, ഒരു പർട്ടിക്കുലർ ഫാക്ട് ഒരാളുടെ നോളജിലാണെങ്കിൽ ആര് പ്രൂവ് ചെയ്യണം. ജനറൽ എക്സെപ്ഷൻസ് പ്ലീഡ് ചെയ്യുകയാണെങ്കിൽ ആര് പ്രൂവ് ചെയ്യണം. ജനറൽ എക്സെപ്ഷൻ പ്ലീഡ് ചെയ്യുകയാണെങ്കിൽ ആര് പ്രൂവ് ചെയ്യണം? പ്രൈവറ്റ് ഡിഫൻസ്, ഗ്രേവൻസ് ആൻഡ് പ്രൊവോക്കേഷൻ, ഇൻസാനിറ്റി, അതെല്ലാം പ്ലീഡ് ചെയ്യുന്ന ആര് പ്രൂവ് ചെയ്യണം? അക്യൂസ്ഡ് പ്രൂവ് ചെയ്യണം. എന്താ കാര്യം? It is acting as a defense in order to escape from the claim. അപ്പൊ പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യണം ഇയാൾ ഹി വാസ് സെയിൻ എന്ന് പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യണം. സപ്പോസ് ഇറ്റ് ഇസ് എ കേസ് ഓഫ് ഇൻസാനിറ്റി ആണെന്നിരിക്കാം. ഷുഡ് ദ പ്രോസിക്യൂഷൻ പ്രൂവ് ദാറ്റ് ദിസ് പേഴ്സൺ വാസ് എ സെയിൻ മാൻ? അങ്ങനെ പ്രൂവ് ചെയ്യണോ? ആ ഒരു പാർട്ടിലേക്ക് ഷുഡ് ദേ ഗിവ് എവിഡൻസ്, അഡ്യൂസ് എവിഡൻസ്? വേണ്ട. ബിക്കോസ് ലോ വിൽ പ്രസ്യൂം ദാറ്റ് ഓൾ പേഴ്സൺസ് ആർ സെയിം, ഓൾ പേഴ്സൺസ് ആർ വിത്ത് സെൻസസ്, അങ്ങനെയുള്ളതെല്ലാം ബേസിക് പ്രിസംപ്ഷൻസ് ലോയിലുണ്ട്. അപ്പൊ ഇറ്റ് ഈസ് ഫോർ ദ ഡിഫൻസ് ടു പ്രൂവ്. അത് എവിടെയാ പറയുന്നത്? 105 എവിഡൻസ് ആക്ടിലാണ് പറഞ്ഞത് ജനറൽ എക്സെപ്ഷൻസ് പ്ലീഡ് ചെയ്യണം. ആരാണോ പ്ലീഡ് ചെയ്യുന്നത് അയാളെ പ്രൂവ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള റൂളുകളാണ്. അതാണ് 117 വരെയുള്ള റൂൾസ് അങ്ങനെയാണ്. പ്രൂഫ് ഓഫ് ഡെത്ത്, പ്രൂഫ് ഓഫ് ലൈഫ്, അങ്ങനെ കുറെ പ്രിസംപ്ഷൻസും ആരാണ് പ്രൂവ് ചെയ്യേണ്ടത് എന്നെല്ലാം എന്നെ പറഞ്ഞതിന് ശേഷമാണ് ഓഫ് വിറ്റ്നസസ്. ഓഫ് വിറ്റ്നസസ് ആർക്കാണ്? ഹൂ മേ ടെസ്റ്റിഫൈ. 118 അങ്ങനെയാണ് തുടങ്ങുന്നത്, ഹൂ മേ ടെസ്റ്റിഫൈ. അപ്പൊ ആരാ ഒരു വിറ്റ്നസ് എന്ന് പറയുന്നത്? ആരാ ഒരു വിറ്റ്നസിന് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം? ഒരു വിറ്റ്നസിന് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം? ബേസിക് ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കണം വിറ്റ്നസിന്? എന്തൊക്കെയായിരിക്കണം കൃഷ്ണ? ഒരു വിറ്റ്നസിന് എന്തൊക്കെ ബേസിക് ക്വാളിറ്റീസ് എന്തൊക്കെ വേണം? കോടതിയിൽ വന്ന് കുട്ടിക്കാരെ മൊഴി പറയണമെങ്കിൽ എന്തൊക്കെ വേണം അയാൾക്ക്? ആദ്യം എന്തുകൊണ്ട് നമുക്ക് ചോദ്യം കേട്ടാലും മനസ്സിലാകണം അല്ലെ? ചോദ്യം കേട്ടാല് അത് കോംപ്രിഹെൻഡ് ചെയ്യാനുള്ള പവേഴ്സ് വേണം. പിന്നെ എന്ത് വേണം? അയാളുടെ ഉത്തരങ്ങള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം അല്ലെ? ഈ 2 ബേസിക് സാധനങ്ങൾ അത്രേ ആവശ്യമുള്ളൂ. ചോദ്യം മനസ്സിലാകാനും അതിന് ഉത്തരങ്ങൾ പറയാനുള്ള കോമ്പിറ്റൻസി ഉള്ള ആൾക്കാർക്ക്
ദേ ക്യാൻ ടെസ്റ്റിഫൈ. അതാണ് ഹൂ മേ ടെസ്റ്റിഫൈയിൽ വരുന്നത്. അതിൽ അവിടെ തുടങ്ങിയിട്ട് പിന്നെ കുറെ പ്രിവിലേജസ്, ആരോടൊക്കെ കമ്പൽ ചെയ്യാം, ആരോടെല്ലാം കമ്പൽ ചെയ്യാൻ പാടില്ല. അതിനുശേഷം അതിന്റെ റൂൾസ് ഓഫ് ക്രോസ് എക്സാമിനേഷൻസ്, എന്തൊക്കെ ചോദിക്കാം, എന്തെല്ലാം ചോദിക്കാൻ പാടില്ല, ഇൻഡീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടില്ല, സ്കാൻഡലസ് ചോദിക്കാൻ പാടില്ല, ത്രെട്ടനിങ് ചോദിക്കാൻ പാടില്ല, അങ്ങനെ കുറെ റൂൾസ് അതെല്ലാം വന്നിട്ടാണ് നമ്മൾ നേരത്തെ നോക്കിയ 165 അവസാനിക്കും. 166 ജൂറി ആയതുകൊണ്ട്, ജൂറി ട്രയൽ ഇല്ലാത്തതുകൊണ്ട് 166 പറയാം. 165 വരുമ്പോൾ ജഡ്ജസ് പവർ ടു പുട്ട് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് എവിഡൻസ് ആക്ടിന്റെ. ചാപ്റ്റർ ഓഫ് റിലവൻസിൽ നമുക്ക് പോയിട്ടില്ല, ചാപ്റ്റർ ഓഫ് റിലവൻസിലേക്ക് നമ്മൾ തിരിച്ചു പോകും. ഇത്രയും ഭാഗങ്ങളാണ് ചാപ്റ്റർ ഓഫ് റിലവൻസിക്ക് ശേഷം വന്നിട്ടുള്ള ഭാഗങ്ങൾ. ഇനി നമ്മൾ കുറച്ച് പുറകിലേക്ക് റിവേഴ്സ് മെത്തേഡാണ് നമ്മൾ പോകുന്നത്. ഈ ചാപ്റ്റർ ഇപ്പൊ നമ്മള് 56 മുതലാണ് നോക്കിയത്. അതിന് മുൻപുള്ള പിന്നെ കുറച്ച് പുറകിലേക്ക് നോക്കാം. 45 മുതൽ 55 വരെ എന്താണ് സബ്ജക്ട് നോക്കാം. 45 മുതൽ 55 വരെ ഒപ്പീനിയൻ ഓഫ് തേർഡ് പേഴ്സൺസ് വെൻ റിലവന്റ്. അതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എക്സ്പെർട്ട് ഒപ്പീനിയൻ. അല്ല, എക്സ്പെർട്ട് ഒപ്പീനിയൻ ആണ് പല കേസുകളിലും. ഇപ്പൊ ഫോറൻസിക് ബാലിസ്റ്റിക്സ്, പോസ്റ്റ്മോർട്ടം ഡോക്ടർ, ട്രീറ്റ് ചെയ്ത ഡോക്ടർ, വൂഡ് സർട്ടിഫിക്കറ്റ്, അതെല്ലാം വരുന്നത് ഏതില്ല? ഒപ്പീനിയൻ എവിഡൻസിലാണ്. പിന്നെ അതല്ല ഒപ്പീനിയൻ ഓഫ് പേഴ്സൺസ്, കസ്റ്റംസിന് ഏതെങ്കിലും ഒരു കസ്റ്റം അവിടെ പ്രിവെയിൽ ചെയ്തിരുന്നു, അങ്ങനെയുള്ളതിൽ ഒപ്പീനിയൻ ഓഫ് പേഴ്സൺസ് അക്വൈന്റഡ് വിത്ത് ഫാക്ട്സും ദേ ഓൾസോ ക്യാൻ ബി ട്രീറ്റഡ് ആസ് ഒപ്പീനിയൻ. അതിന് തൊട്ട് മുൻപുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് 34 മുതൽ 44 വരെ. ചില സ്പെഷ്യൽ സർക്കംസ്റ്റൻസിൽ ഡോക്യുമെന്റുകൾ എങ്ങനെ പ്രൂവ് ചെയ്യാം, ആ ഡോക്യുമെന്റിന്റെ പ്രൂഫിന്റെ പ്രൊബേറ്റീവ് വാല്യൂ എന്താണ്, അത് കൊറാബറേറ്റീവ് എവിഡൻസ് ആണോ സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് ആണോ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളാണ് 34 മുതൽ 44 വരെ. 32 നമ്മൾ സാധാരണ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ടേം, ഡൈം ഡിക്ലറേഷൻ അല്ലെ. സാധാരണ എപ്പോഴും ക്രിമിനൽ കേസിൽ ഇപ്പൊ ടിവിയിലാണെങ്കിലും ചാനലിലാണെങ്കിലും ജഡ്ജ്മെന്റ്സിലാണെങ്കിലും സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സാധനമാണ് ഡൈം ഡിക്ലറേഷൻ. ഡൈം ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മാഡം പറയുന്നത് കേട്ടല്ലോ, ഇത് ഓഫാണ്. മരണമൊഴി സർ. മരണമൊഴി എന്ന് പറഞ്ഞാൽ എന്താ? Last how it happened. Cause of injury ആണോ? കോസ് ഓഫ് ഇഞ്ചുറി ആകാം, കോസ് ഓഫ് ഡെത്ത് ആകാം, പിന്നെന്താകാം? ഇനി സർക്കംസ്റ്റാൻസ് ആയാലും കുഴപ്പമില്ല. കോസ് ഓഫ് ഡെത്ത് ആകാം, സർക്കംസ്റ്റാൻസ് ദാറ്റ് ലെഡ് ടു ഹിസ് ഡെത്ത് ആയാലും മതി. അങ്ങനെയുള്ള സാധനങ്ങൾ. കോസ് ഓഫ് ഡെത്തും തമ്മിലുള്ള വ്യത്യാസം എന്താ? കോസ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്ത് ഇഞ്ചുറി കൊണ്ടാണ് അയാൾ മരിച്ചത്, എന്നെ ഒരാൾ കുത്തി എന്ന് പറയുന്നത് കോസ് ഓഫ് ഡെത്ത്. സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ഡെത്ത് ഒക്കേർഡ് എന്ന് പറയുന്നത് എന്താ? ഇപ്പൊ ഒരു പെൺകുട്ടി പറയുന്നത് ഐ വാസ് റാവിഷ്ഡ് ബൈ എ മാൻ എന്ന് പറയാണ്, സബ്സിക്വന്റ് ആയിട്ട് ആ പെൺകുട്ടി മരിക്കുകയാണ്, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാണ്, അല്ലെങ്കിൽ കൊലപ്പെടുത്തുകയാണ്, കൊലപാതകത്തിൽ പെടുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇസ് ദ സർക്കംസ്റ്റാൻസ് ദാറ്റ് ലെഡ് ടു ഹെർ ഡെത്ത്, ആ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് രണ്ട് തരത്തില്. അതിലാണ് നമ്മൾ ഇംഗ്ലീഷിലായാലും കുറച്ച് ഡീവിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് ഡെത്ത് വേണമെന്നില്ല. ഇംഗ്ലീഷിലായാലാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ഡെത്തിൽ ഉള്ള സമയത്ത് മാത്രം പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ മാത്രമേ പറ്റുള്ളൂ. നമ്മളുടെ കുറെ കൂടി വൈഡറാണ്. അതാണ് ഈ സംഭവം. അപ്പൊ അതിന് പുറകിലേക്കുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇപ്പോൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിന്റെ വർക്കിംഗ്, ഒരു ക്രിമിനൽ ട്രയലിൽ ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഈ 5 to 5 അല്ല, 6 to 31, മേ ബി 30 വരെ ഉള്ളൂ, 31 ഇല്ല, 31 എന്റെ റൂള്, ഒരു ഗൈഡിങ് റൂള് പറയുന്നത്. അപ്പൊ 6 to 30 ആണ് ഇതിന്റെ ക്രിമിനൽ ട്രയലിൽ വർക്ക് ചെയ്യുന്നത് ഭാഗം. അപ്പൊ ഞാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒന്ന്, സെക്ഷൻ 5 മാത്രമേ നമ്മൾ വായിക്കുന്നുള്ളൂ, ബാക്കി സെക്ഷനുകൾ സ്കിപ്പ് ചെയ്യാം. സെക്ഷൻ 5 ഒന്ന് വായിച്ചു നോക്കാം. 5 ആണ് ഇതിന്റെ കൺട്രോളിങ് റിലവൻസി ഓഫ് ഫാക്ട്സിന്റെ ചാപ്റ്റർ ഓഫ് റിലവൻസി. ചാപ്റ്റർ ഓഫ് റിലവൻസിയുടെ റിലവൻസ് എന്താ? എന്തിനാ ചാപ്റ്റർ ഓഫ് റിലവൻസി ഉണ്ടാക്കിയിട്ടുള്ളത്? ഈ ചാപ്റ്റർ ഓഫ് റിലവൻസിയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ കോടതിയിൽ പ്രൂവ് ചെയ്യാനായിട്ട് സമ്മതിക്കുകയുള്ളൂ. ചാപ്റ്റർ ഓഫ് റിലവൻസിയുടെ അകത്ത് നിൽക്കണം. അതിനാണ് നമ്മൾ 50 ഡോർ റൂൾ എന്ന് പറയും. ഒരു ഇമാജിനറി സിറ്റുവേഷൻ ആണ്. അതായത് കോടതിയെ ഒരു 50 ഡോറുകളുള്ള ഒരു മുറിയായിട്ട് സങ്കല്പിക്കുകയാണ്. കോർട്ട് ഹാളിന് 50 റൂമുണ്ട്. ഈ 50 റൂമുകളുടെ ചുറ്റും 50 സെക്ഷൻസ് ഇങ്ങനെ നിൽക്കുകയാണ്. 6 മുതൽ 55 വരെയുള്ള 50 സെക്ഷൻസ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഒരു എവിഡൻസ് അകത്തേക്ക് വരണമെങ്കിൽ ആ ഡോർ, ആ പർട്ടിക്കുലർ ഡോർ നമ്പർ ഓപ്പൺ ചെയ്താലും മാത്രമേ അകത്തേക്ക് വരാൻ പറ്റുള്ളൂ. ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ കൺഫെഷൻ ടു എ പോലീസ് ഓഫീസർ, അത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതെവിടെയാ പറയുന്നത്? ഏത് സെക്ഷനിലാണ് പറയുന്നത്? 161 പറയുന്നത്. ഇന്ത്യൻ എവിഡൻസ് ആക്ട്. എവിഡൻസ് ആക്ട് എവിടെയാ? സെക്ഷൻ 25 ആണ്. 25
ആ ധൈര്യമായിട്ട് ഉറപ്പിച്ച് പറയും. ധൈര്യം ഉറപ്പിച്ച് പറയാം. 25 അല്ലേ? തെറ്റിപ്പോയാലും കുഴപ്പമില്ല, പറയുന്നത് ഉറപ്പിച്ച് ഞങ്ങൾ പറയാം. 161 ആനന്ദ് 161 സെക്ഷൻ 25 ആണ്. 25 ആണ്. ആനന്ദ് 161 പറയുന്നത് സ്റ്റേറ്റ്മെന്റ് പോലീസിന് കൊടുത്ത സ്റ്റേറ്റ്മെന്റുകളുടെ ബാറിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. 161 സ്റ്റേറ്റ്മെന്റ്സ് റെക്കോർഡ് ചെയ്യാനും 162 എപ്പോഴൊക്കെ അത് പ്രൂവ് ചെയ്യാം, എപ്പോഴൊക്കെ പ്രൂവ് ചെയ്യാൻ പാടില്ല, എപ്പോഴൊക്കെ കോൺട്രാക്ട് ചെയ്യേണ്ട എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് CRPC പറയുന്നത്. കൺഫെഷൻ ടു പോലീസ് ഓഫീസർ ഇസ് ബാർഡ് എന്ന് പറയുന്നത്, പ്രൂഫ് ഓഫ് കൺഫെഷൻ ഇസ് ബാർഡ് എന്ന് പറയുന്നത് സെക്ഷൻ 25 അപ്പൊ ഉദാഹരണത്തിന് പോലീസ് ഓഫീസറാണ് സാക്ഷിയായിട്ട് വന്നിട്ടുള്ളത്. അയാൾ എവിഡൻസ് കൊടുക്കുന്ന സമയത്ത് അയാൾ പറയാണ് ഞാൻ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തു, പ്രതി എന്നോട് കുറ്റസമ്മതം നടത്തി എന്ന് അയാൾ പറയാൻ പോവാണ്. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യും? ആ സമയത്ത് ഡിഫൻസ് എന്ത് ചെയ്യും? ഡിഫൻസ് പറയും യു കനോട്ട് പ്രൂവ് ഇറ്റ് ബിക്കോസ് ഡോട്ട് നമ്പർ 25 ഇസ് ക്ലോസ്ഡ്, യു കനോട്ട് അഡ്യൂസ് ദാറ്റ് എവിഡൻസ്. ഡോട്ട് നമ്പർ 25 നിങ്ങൾ നിൽക്കുന്നത്, ദിസ് എവിഡൻസ് കനോട്ട് കം ഇൻ ബിക്കോസ് ദർ ഇസ് എ ബാർ എന്ന് പറയാം. ആ പ്രോസിക്യൂട്ടർ പറയാണ് അങ്ങനെയല്ല, ഞാൻ അതിന്റെ ഒരു പാർട്ട് ആ സെക്ഷൻ അതിൽ നിന്ന് കിട്ടിയ ഒരു ഡിസ്കവറി, ഒരു ഫാക്ട് ഹാസ് ബീൻ ഡിസ്കവേർഡ് ഫ്രം ദ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ അക്യൂസ്ഡ്, സോ ഐ വാണ്ട് ടു പ്രൂവ് ഇറ്റ് എന്ന് പറയാം. ഒരു ദാറ്റ് പാർട്ട് ഓഫ് ദ കൺഫെഷൻ. അത് ഏത് സെക്ഷനിൽ കൂടിയിട്ടാണ് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? 27 of Indian Evidence Act. ആര്യ വീഡിയോ ഓൺ ചെയ്യും. 27 ഓഫ് ദ എവിഡൻസ് ആക്ട് അനുസരിച്ചിട്ട് ദാറ്റ് ക്യാൻ ബി പ്രൂവ്ഡ് അല്ലെ? അപ്പൊ പ്രോസിക്യൂട്ടർ എന്ന് പറയും സി I have a vent, door number 27 can be opened because I want to prove only one fact which was discovered through the confession. Door number is open, door number 27. അപ്പൊ ഡോർ നമ്പർ 27 ഓപ്പൺ ചെയ്തു, അതിലേക്ക് എവിഡൻസ് കയറി. അപ്പൊ ഇയാൾ പറയാണ് അയാളുടെ കുറ്റസമ്മത മൊഴിയുടെ പുറത്ത് ഞാൻ ഈ വെപ്പൺ കണ്ടുപിടിച്ചു, ഇയാള് സിമിലർ ആയിട്ടുള്ള മറ്റു കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് പറയും? അപ്പൊ ഉടനെ പ്രോസിക്യൂഷൻ പറയാണ്, ഡിഫൻസ് പറയാണ് ഇല്ല അത് പറ്റില്ല, there is a bar under 54, ബാഡ് ക്യാരക്ടർ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഡോർ നമ്പർ 54 ഇസ് ക്ലോസ്ഡ്. അപ്പൊ ദാറ്റ്സ് സ്റ്റേറ്റ്മെന്റ് ഇസ് ബാർഡ്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ 50 ഡോർ റൂള് അല്ലെങ്കിൽ ചാപ്റ്റർ ഓഫ് റിലവൻസിന്റെ വർക്കിംഗ് അങ്ങനെയാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ചാപ്റ്റർ, ഏതെങ്കിലും ഒരു സെക്ഷൻ പെർമിറ്റ് ചെയ്താൽ മാത്രമേ ആ എവിഡൻസ് അകത്തേക്ക് വരുള്ളൂ. പെർമിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ എവിഡൻസ് കനോട്ട് ബി അഡ്യൂസ്ഡ്. അതാണ് ഇതിന്റെ വർക്കിംഗ്, ഇതിന്റെ ചാപ്റ്ററിന്റെ വർക്കിംഗ് അങ്ങനെയാണ്. പിന്നെ ഇതില് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന 1-2 വിഷയങ്ങൾ ഇതിൽ കേൾക്കാം. അതായത് കൺഫെഷൻ. കൺഫെഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൺഫെഷൻ എന്ന് പറയുന്നത് ഫൈസ് കൺഫെഷൻ എന്താ? ബിഫോർ പോലീസിന് മുന്നിലോ ഡോക്ടറുടെ മുന്നിലോ കൺഫെഷൻ എന്നാണ്. കൺഫെഷൻ കുറ്റസമ്മതം. കുറ്റസമ്മതം. അഡ്മിഷൻ എന്ന് പറയുന്നത് അഡ്മിഷൻ കുറ്റസമ്മതം. അപ്പൊ അഡ്മിഷൻ കൺഫെഷൻ തമ്മിൽ എന്താ വ്യത്യാസം? വോളണ്ടറിലി കുറ്റസമ്മതം സർ. കുറ്റം സമ്മതിച്ചാൽ അഡ്മിഷൻ ആണോ കൺഫെഷൻ ആണോ? Confession. Confession before a magistrate. അപ്പൊ അഡ്മിഷൻ ഓഫ് എ ഗിൽറ്റ് ഈസ് കൺഫെഷൻ. അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് ഈസ് കൺഫെഷൻ. സർ അഡ്മിഷൻ സിവിൽ കേസസിലും കൺഫെഷൻ ക്രിമിനൽ കേസസിലും അല്ലെ പ്രൊസീഡിംഗ്? അങ്ങനെ ആയിക്കൂടാന്നില്ല. എന്നാലും അപ്പൊ എന്താ കൺഫെഷന്റെ ചാപ്റ്റർ എവിടെ മുതൽ എവിടെ വരെ? 24 to 30 കൺഫെഷൻ. അഡ്മിഷൻസ് 17 to 32 I think. 17 to sorry 23. 17 to 23. Yes. അപ്പൊ 31 ഒന്ന് വായിച്ചു നോക്കൂ. 31 എന്താ പറയുന്നത്? Admissions are not conclusive proof but that they may stop. അല്ലെ? അപ്പൊ അവിടെ 23 അവസാനിക്കുന്നില്ല, 31 പോകുന്നുണ്ട് അല്ലെ? 31 ബുക്ക് ഉണ്ടോ കയ്യില്? മതി, ധാരാളം മതി. എല്ലാരും ബേറാക്ടിനുള്ള പരിപാടിയാണ്. ബേറാക്ട് മാത്രം മതി. 31 എന്താ പറയുന്നത്? Admissions are not conclusive proof but they may stop. അപ്പൊ അതായത് അതിന്റെ അർത്ഥം എന്താ? 23 അവസാനിക്കുന്നില്ല, അഡ്മിഷൻസ് ഗോസ് ടു സെക്ഷൻ 31. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കൺഫെഷൻ ഇസ് ഓൾസോ അഡ്മിഷൻ. കൺഫെഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് ഈസ് കൺഫെഷൻ. അപ്പൊ സിവിൽ കേസില്, ക്രിമിനൽ കേസിൽ അപ്പൊ അഡ്മിഷൻസ് വരുമോ? സിവിൽ കേസിൽ അഡ്മിഷൻസ് വരും, ക്രിമിനൽ കേസിൽ. സിവിൽ കേസിൽ അഡ്മിഷൻസ് വരും, കൺഫെഷൻസിന്റെ ഇഷ്യൂ ഇല്ല. സിവിൽ കേസിൽ ഗിൽറ്റ് ഇല്ല. ക്രിമിനൽ കേസിൽ അഡ്മിഷൻസ് വരുമോ? വരും. അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് ഈസ് കൺഫെഷൻ അല്ലെ? അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് ആണ് കൺഫെഷൻ. അപ്പൊ സിവിൽ ക്രിമിനൽ കേസിൽ കൺഫെഷൻസും വരും, അഡ്മിഷൻസും വരും. പ്ലീനറി നോൺ പ്ലീനറി എന്ന് പറയും. കൺഫെഷൻസ് രണ്ടും വരും. ക്രിമിനൽ കേസിൽ രണ്ടും വരും, പക്ഷെ സിവിൽ കേസിൽ കൺഫെഷൻസ് വരില്ല. ചില കൺഫെഷൻ ഒരു
അപ്പോൾ ഇതിലാണ് ഇതിലൊരു ഇതായിട്ട് സബ് ഹെഡിങ് അല്ലെങ്കിൽ സബ് ചാപ്റ്റർ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് കൺഫെഷൻസ്. അതാണ് നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്നത്, കോമൺ ആയിട്ട് കേൾക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പിന്നെ അഡ്മിഷൻസ്, മാഡം പറഞ്ഞതുപോലെ അഡ്മിഷൻ സാധാരണഗതിയിൽ വരുന്നത് സിവിൽ കേസുകളിലാണ്. അതിനിപ്പുറത്തേക്കുള്ള ചാപ്റ്ററാണ് സാധാരണ ക്രിമിനൽ കേസിൽ പ്രൂവ് ചെയ്യുന്നതും പ്രൂവ് ചെയ്യപ്പെടുന്നതും ഒരു ട്രയലില് വിറ്റ്നസ് വഴി അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് വഴി വരുന്നത് അതിന് പുറത്തുള്ള കാര്യങ്ങളാണ്. അതായത് ഏതാണ്ട് 6 മുതൽ 16 വരെയുള്ള കടന്നു പോകുന്നത് ഒരു ക്രിമിനൽ ട്രയൽ കടന്നു പോകും. അപ്പൊ അവിടെയാണ് നമ്മൾ ഡിഫൻസ് ലോയർ ആണെന്നുണ്ടെങ്കിലും പ്രോസിക്യൂട്ടർ ആണെങ്കിലും ജഡ്ജ് അഡ്മിസിബിലിറ്റി തീരുമാനിക്കുന്നതും റിലവൻസ് തീരുമാനിക്കുന്നതും പ്രൂഫുകൾ തീരുമാനിക്കുന്നതും എല്ലാം ഈ മെയിനായിട്ടും ഈ ഭാഗങ്ങളിലാണ്. ഇതിനപ്പുറത്തുണ്ട്. ഇപ്പൊ അതിന് പുറത്തുള്ളതാണ് എക്സ്പെർട്ട് എവിഡൻസ്, ഒപ്പീനിയൻ എവിഡൻസ് എല്ലാം അതിന് പുറത്താണ്. എന്നാലും സാധാരണ ഒരു ക്രിമിനലിൽ വർക്ക് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അതിൽ സെക്ഷൻ 6 എന്ന് പറയുന്നത് റെസ്റ്റ് ജസ്റ്റ്. റെസ്റ്റ് ജസ്റ്റ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കാണ്. എന്താ റെസ്റ്റ് ജസ്റ്റ് എന്ന് പറഞ്ഞാല്? റെസ്റ്റ് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റെസ്റ്റ് ജസ്റ്റ് എന്താ? എന്താ പറയുന്ന ആൾക്കാർ മൈക്ക് ഓൺ ചെയ്തിട്ട് പറയണം. എല്ലാരും പലതും അറിയുന്നുണ്ട്, പക്ഷെ മൈക്ക് ഓഫ് ആണ്. സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന കാര്യം, സാധാരണഗതിയിൽ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന കാര്യം. ഒരാൾ അടിക്കുന്നു, അപ്പൊ അയാൾ കരയുന്നു, അല്ലെങ്കിൽ അത് കേട്ട് ഒരു വിറ്റ്നസ് പേടിച്ച് കരയുന്നു. അപ്പൊ അങ്ങനെ ഫോമിംഗ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ ട്രാൻസാക്ഷൻ. അല്ലാത്തതും വരും. ഇൻവെസ്റ്റിഗേഷൻ നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. ഞാൻ ജസ്റ്റ് നമ്മൾ പറയുന്ന വളരെ പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ റെസ്റ്റ് ജസ്റ്റ് എന്ന് പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങള്. മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ? മോട്ടീവ് എന്താ? ലക്ഷ്യം. എന്താ മോട്ടീവിന്റെ ഇമ്പോർട്ടൻസ്? എന്താ മോട്ടീവിന്റെ അവസാനം എന്തായിട്ട് മാറും? മോട്ടീവ് ഇന്റൻഷൻ അല്ലെ? ഇന്റൻഷൻ ആയിട്ട് മാറും. ആ കോണ്ടാക്ട് എന്താ? സംഭവം കഴിഞ്ഞിട്ട് ആൾ ഓടിപ്പോയി, അല്ലെങ്കിൽ ഒളിവിൽ പോയി, അല്ലെങ്കിൽ കത്തി കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു, അതിലാണ് അയാളുടെ കോണ്ടാക്ട്. ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആൾക്കാർ ഒഫൻസ് ചെയ്യാൻ കിട്ടിയ ഒക്കേഷൻ, ആൾക്ക് ഒഫൻസ് ചെയ്യാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ ഐഡന്റിറ്റി എപ്പോഴും കേൾക്കുന്നതാണ്. അയാളുടെ ഐഡന്റിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് കേസ് വെറുതെ വിട്ടുപോയി. അപ്പൊ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഐഡന്റിറ്റി ഓഫ് എ തിങ് ഓർ ഐഡന്റിറ്റി ഓഫ് എ പേഴ്സൺ, അതാണ് ഐഡന്റിറ്റി. കോൺസ്പിറസി സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് കോൺസ്പിറസി അല്ലേ? കോൺസ്പിറസി എന്ന് പറയുന്നത് എന്താ? കോൺസ്പിറസി എന്താ? ഗൂഢാലോചന. അതായത് ഗൂഢാലോചനയിൽ എത്ര പേര് വേണം? 2 or more persons. അപ്പൊ അവര് തമ്മിൽ നടത്തിയ കോൺവെർസേഷൻസ് അല്ലെ, കോൺസ്പിറേറ്റേഴ്സ് നടത്തിയിട്ടുള്ള കോൺവെർസേഷൻസ്, അതൊക്കെയാണ് സെക്ഷൻ 10 വരുന്നത്. പിന്നെ എന്താണ്? സ്റ്റേറ്റ് ഓഫ് മൈൻഡുകൾ അല്ലെ, ക്രിമിനൽ ഇന്റന്റ്, ഗുഡ് ഫെയ്ത്ത്, ബാഡ് ഫെയ്ത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതെല്ലാമാണ് സാധാരണ ഒരു ക്രിമിനൽ കേസിൽ വരുന്നത്. ഇനി നമുക്കത് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യേണ്ടത്, ഒരു ക്രിമിനൽ ട്രയൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. നമുക്കൊരു പഴയൊരു കേസിൽ നോക്കാം. അപ്പൊ അതില് എല്ലാവരും എവിഡൻസ് ആക്ട് ഉണ്ടെന്ന് വിചാരിക്കണം അല്ലെ? 6 to നമുക്ക് ആദ്യത്തെ ഒരു 9 സെക്ഷൻ മതി. 6 to 9 മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് അതിലെങ്ങനെയാണ് ഇത് ഒരു എവിഡൻസ് ആക്ടില് ഒരു ട്രയലിൽ എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. ജസ്റ്റ് ഒരു 1835 ആ പീരീഡിൽ നടന്ന ഒരു കേസിന്റെ സംഭവം പറയാം. അത് ഞാനൊന്ന് വളരെ അതിന്റെ ക്രക്സ് പറയാം. അതിനുശേഷം നമുക്ക് ഒരു സെന്റൻസ് ആയിട്ട് പറയാം. അത് എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. ബേസിക് ഫാക്ട്സ് ഇതാണ്. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി അച്ഛൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കുന്ന സമയത്താണ് അവര് പാടത്ത് ജോലി ചെയ്യാൻ പോയി. അച്ഛനും അമ്മയും ഫീൽഡിൽ പോയി. തിരിച്ചു വരുമ്പോൾ ആ കുട്ടി മരിച്ചു കിടക്കുകയാണ്. അപ്പൊ നോക്കുമ്പോൾ കഴുത്ത് മുറിച്ച് മരിച്ചു കിടക്കുകയാണ്. അതിനുശേഷം ഒരു ഇൻവെസ്റ്റിഗേഷനായി ആൾക്കാരൊക്കെ ഓടിക്കൂടി പോസ്റ്റ്മോർട്ടം നടത്തി. അപ്പൊ ആ കുട്ടി പ്രഗ്നന്റ് ആണെന്ന് കണ്ടു. അതിനുശേഷം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നോക്കുമ്പോൾ അവിടെ ആ ഭാഗങ്ങളെല്ലാം പരിശോധിച്ചു. അപ്പോൾ അവിടെ ഒരു ഫുട് പ്രിന്റ് കണ്ടു. ഒരു ഷൂസ് ചവിട്ടിയൊരു പാട്, ചെളിയിൽ ചവിട്ടിയ പാട് കണ്ടു. അങ്ങനെ ആ ചെളിയിൽ ചവിട്ടിയ പാട് കണ്ടിട്ട് അന്ന് പിറ്റേന്ന് ഫ്യൂണറിൽ വന്ന ആളുകൾ എല്ലാവരും പിടിച്ചു നിർത്തി. ആണുങ്ങളെല്ലാം പിടിച്ചു നിർത്തിയിട്ട് എല്ലാവരുടെയും ഷൂസ് അഴിച്ചിട്ട് എല്ലാവരുടെയും ഷൂസിന്റെ മെഷർമെന്റ് ഒക്കെ എടുത്ത സമയത്ത് ഒരാളുടെ മെഷർമെന്റ് ഇതായിട്ട് ടാലി ചെയ്യുന്നുണ്ട്. അയാളെ പിടിച്ചു നിർത്തി, അയാളെ ക്വസ്റ്റ്യൻ ചെയ്തു. അയാളെ ആദ്യം സമ്മതിച്ചില്ല. അതിനുശേഷം അയാൾ കുറെ നുണയൊക്കെ പറഞ്ഞു. അല്ല ബ്ലഡ് എന്റെ അല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അയാളെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തിട്ട് അയാളുടെ വീട് സെർച്ച് ചെയ്തപ്പോൾ അയാളുടെ വീട്ടിൽ നിന്ന് സ്റ്റോക്കിങ്സ് കിട്ടി. അതിൽ ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള സ്റ്റോക്കിങ്സ് കിട്ടി. അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ കുതിരേനെ ബ്ലീഡ് ചെയ്യുന്ന സ്ഥലത്ത് പോയതാണ്, അവിടുന്ന് ആയ ബ്ലഡാന്ന് പറഞ്ഞു. പിന്നീട് മനസ്സിലായി അയാൾ അവിടെ പോയിട്ടില്ല എന്ന് മനസ്സിലായി.
അയാൾ അന്ന് എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്തായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് മനസ്സിലായി അയാൾ അവിടെ നിന്ന് ജോലി സ്ഥലത്ത് നിന്ന് ഒരു അരമണിക്കൂർ അവിടെ നിന്ന് മാറിയെന്നു എന്ന് മനസ്സിലായി. അപ്പൊ ഇങ്ങനെ എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ നുണ പറയുന്നത് മനസ്സിലായി. അങ്ങനെ അവസാനം ഇയാളുടെ അടുത്തുള്ള ഇതെല്ലാം സർക്കംസ്റ്റാൻസും എല്ലാം വെച്ചിട്ട് അയാളെ ട്രയൽ നടത്തി. അപ്പൊ ഇനി അതെങ്ങനെയാണ് നമുക്കിതിൽ ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ സെന്റൻസ് ആയിട്ട് നമുക്ക് ഇതിങ്ങനെ ബൈഫർക്കേറ്റ് ചെയ്യാം. എന്നിട്ട് എങ്ങനെയാണ് എവിഡൻസ് ആക്ട് എങ്ങനെയാണ് അതിൽ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. നമ്മളിപ്പോ നേരത്തെ ഇപ്പൊ നമ്മൾ എവിഡൻസ് ആക്ടിന്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കി. ഇതിന്റെ മെത്തേഡ് എങ്ങനെയാണ്, പ്രൊസീജിയർ എന്താണ് നമ്മൾ ഇത്രയും നോക്കിയ പ്രൊസീജിയർ ആണ്. ഇനി അതിലേക്ക് സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. നമ്മൾ ക്രിമിനൽ കേസിനെ ബന്ധപ്പെട്ട് മാത്രമാണ് പറയുന്നത്. സിവിൽ കേസുമായിട്ട് ബന്ധപ്പെടുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല ഇങ്ങനെ ഒരു നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ക്രിമിനൽ കേസ് മാത്രമേ തോന്നാൻ സാധ്യതയുള്ളൂ. ഒരു സിവിൽ കേസിന്റെ ഒരു പ്രൂഫിനൊക്കെ സംബന്ധിച്ചോ ഒരു ഡോക്യുമെന്റ് പ്രൂഫിനെ സംബന്ധിച്ചോ വിൽപത്രത്തിന്റെ പ്രൂഫിനെ സംബന്ധിച്ചോ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്രിമിനൽ തന്നെ ചൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ആ കേസിൽ വന്നിട്ടുള്ള ഓരോ ഫാക്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം. അതൊരു ആ പെൺകുട്ടി ആ വീട്ടില് ഒറ്റയ്ക്കായിരുന്നു. വീട്ടുകാർ ജോലിക്ക് പോയ സമയത്ത് ആ പെൺകുട്ടി അവിടെ ഒറ്റയ്ക്കായിരുന്നു. അതാണ് ആദ്യത്തെ ഒരു പ്രോസിക്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാക്ട്. പേരൻസ് വന്നിട്ട് എന്ത് പറയും? പേരൻസ് പറയും ഞങ്ങള് ഈ കുട്ടിയുടെ മാതാപിതാക്കളാണ്, ഞങ്ങൾക്ക് അവിടെ വയലുണ്ട്, ഞങ്ങൾ വയലിൽ കൊയ്യാൻ പോവും, ഞങ്ങൾ അന്നേ ദിവസം ഞങ്ങൾ രാവിലെ ഈ കുട്ടിയെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ കൊയ്യാൻ പോയി എന്നവർ പറയാം. അപ്പൊ എന്താണത്? അത് ഏത് സെക്ഷനിലാണ് ആ സ്റ്റേറ്റ്മെന്റ് റിലവന്റ് ആകുന്നത്? ഓരോ സ്റ്റേറ്റ്മെന്റ് റിലവൻസി വേണം. ഞാൻ നേരത്തെ പറഞ്ഞു 50 ഡോർ റൂളാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആ വിറ്റ്നസ് പറയുമ്പോൾ there should be one section, at least one section. There may be overlapping. There should be at least one section which should permit the statement. അപ്പൊ ഈ എവിഡൻസ് പെർമിറ്റ് ചെയ്യുന്ന എവിടെയായിരിക്കും? എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ഇസ് ആൻ ഇൻട്രൊഡക്ടറി ഫാക്ട്. നമ്മൾ സെക്ഷൻ 9 നോക്കാം. അത് മുഴുവൻ വായിക്കുന്നില്ല കേട്ടോ, എല്ലാം കുറച്ച് വായിക്കുന്നുള്ളൂ. സെക്ഷൻ 9, fact necessary to explain or introduce relevant fact. അല്ലെ, introduce relevant fact. Facts necessary to explain or introduce a fact in issue or relevant fact, or with support or rebut. നിങ്ങൾ എല്ലാവരും കൂടെ വായിക്കണം. അങ്ങനെ നമുക്ക് പിന്നീട് റിപ്പീറ്റഡ് ആയിട്ട് വായന ഒഴിവാക്കാം. ഒരു തവണ എല്ലാ സെക്ഷനും ഓരോ തവണ വായിക്കാം. Facts necessary to explain, സെക്ഷൻ 9 ആയിട്ട് വായിക്കുന്നത്. Facts necessary to explain or introduce a fact in issue or relevant fact, or which support or rebut an inference suggested by a fact in issue or learned fact, or which establish the identity of anything or person whose identity is relevant, or fix the time or place at which any fact in issue or learned fact happened, or which shows the relation of parties by whom any such fact was transacted are relevant insofar as they are necessary for that purpose. അതാണ് സെക്ഷൻ 9 പറയുന്നത്. അപ്പൊ ഇവരിപ്പോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ? അത് ഇൻട്രൊഡക്ടറി ആണ് അല്ലെ? ഒന്ന് ഇൻട്രൊഡക്ടറി ആണ്. എന്താ ഇൻട്രൊഡക്ഷൻ? എന്താ ഇതില് ഇൻട്രൊഡക്ടറി പാർട്ട് എന്താ? ആരാണ് മരിച്ചത്? ആരാണ് മരിച്ചത് അല്ലെ? അത് മരിക്കാനുണ്ടായിരുന്ന സാഹചര്യം എന്താണ്? എന്താ സാഹചര്യം? ഏതായിരുന്നു സാഹചര്യം? ആ കുട്ടി അവിടെ ഒറ്റക്കായി അല്ലെ? പേരൻസ് അവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവം നടക്കുമോ? ഇല്ല, ഞങ്ങൾ ഉണ്ടായിരുന്നില്ല, ഞങ്ങളവിടെ ഇല്ലായിരുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവം നടന്നത്. അപ്പൊ ആ കുട്ടി അപ്പൊ ഇവരെന്താ പറയുന്നത്? ഒരു ഇൻട്രൊഡക്ടറി ഫാക്ട് ആണ്. ഇത് തന്നെ ഈ മരിച്ചത് എന്റെ മകളാണ്. ഒന്ന്, അപ്പൊ അതിന്റെ ഒരു ഡെഡ് ബോഡിയുടെ ഐഡന്റിറ്റി, മരിച്ച എന്റെ മകളാണ്. ആ മകള് ഞങ്ങളുടെ വീട്ടിലില്ലാത്ത സമയത്താണ് ആ കുട്ടി മരണപ്പെട്ടത്. സെക്ഷൻ 7 എന്ന് നോക്കാം. 7 ഫാക്ട്സ് വിച്ച് ആർ ദ ഒക്കേഷൻ. അത് ഒക്കേഷൻ ആണോ ഒറ്റക്കായി പോയി എന്നുള്ളത്? ഒക്കേഷൻ ആണോ അല്ലേ? ഒക്കേഷൻ അല്ലേ? നിങ്ങളൊരു കാര്യം ഇപ്പൊ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടുള്ളവർ അവര് മൈക്കും കൂടി ഓൺ ചെയ്ത് വെച്ചോളൂ. കാരണം ബാക്കി എല്ലാവരും ഹൈഡിങ് ആണ്, കുഴപ്പമില്ല. അപ്പൊ വീഡിയോ ഉള്ളവർ മൈക്കും കൂടി ഓൺ ചെയ്ത്. അപ്പൊ സെക്ഷൻ 7 വരുന്ന ഒക്കേഷൻ ആണോ? ഫാക്ട്സ് വിച്ച് ആർ ദ ഒക്കേഷൻ അല്ലെ? അതായിരുന്നു നമുക്ക് കൊല്ലാനുള്ള ഒക്കേഷൻ അല്ലെ? ഒറ്റക്ക് കിട്ടി. കോസ് ഓർ എഫക്ട്, ഇമ്മീഡിയറ്റ് ഓർ അതർവൈസ്, ഓർ റിലവന്റ് ഫാക്ട്സ് ഓർ ഫാക്ട്സ് ഇൻ ഇഷ്യൂ, ഓർ വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദ സ്റ്റേറ്റ് ഓഫ് തിങ്സ് അണ്ടർ വിച്ച് ദേ ഹാപ്പൻഡ് അല്ലെ? അതും ആകാം. സ്റ്റേറ്റ് ഓഫ് തിങ് അണ്ടർ വിച്ച് ദേ ഹാപ്പൻഡ് എന്താ? ആ കുട്ടിയോട് ഒറ്റക്കായി അല്ലെ? ഒറ്റക്കായതുകൊണ്ടൊരു സ്റ്റേറ്റ് ഓഫ് തിങ്ങിലാണ് അയാൾക്ക് അത് സംഭവിക്കാനുള്ള ചാൻസ് കിട്ടിയത്. ഓർ വിച്ച് അഫോർഡ് ആൻ ഓപ്പർച്യൂണിറ്റി ആണോ? അയാൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൊണ്ടാണോ? ഒറ്റക്കായി പോയതുകൊണ്ടാണോ? അതെ. ഫോർ ദെയർ ഒക്കറൻസ് ഓർ ട്രാൻസാക്ഷൻ ആർ റിലവന്റ്. അപ്പൊ ഈ ഒരു സെക്ഷനെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഏതിലൊക്കെ കൂടി കടന്നുപോയി? സെക്ഷൻ 7 കൂടി പോയി, സെക്ഷൻ 9 കൂടി പോയി അല്ലെ? ഇൻട്രൊഡക്ടറി ഫാക്ട് ആണ്, ഒക്കേഷൻ ആണ്, അയാളുടെ ചാൻസ് കിട്ടിയതാണ്, അയാൾക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ദ സ്റ്റേറ്റ് ഓഫ് തിങ്സ് അണ്ടർ വിച്ച് ഇറ്റ് ഹാപ്പൻഡ് ആണ്, ഓപ്പർച്യൂണിറ്റി ഫോർ ദ ഒക്കേഷൻ ആണ്. അപ്പൊ അത്തരം സെക്ഷനുകളിൽ കൂടി നമ്മളിപ്പോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കടന്നുപോയി. അപ്പൊ അത് എന്താ? അത് അഡ്മിസിബിൾ ആണ്.
എന്തിലൊക്കെയാണ് അത് അഡ്മിസിബിൾ ആയത്? എന്റെ മകളാണ് മരിച്ചത്, അവര് ഒരു ത്രോട്ട് കട്ടിലൂടെയാണ് മരിച്ചത്, കഴുത്ത് മുറിച്ചാണ് അവർ മരണപ്പെട്ടത്. അത് മരിക്കാനുള്ള കാരണം ഞങ്ങള് അവിടെ വീട്ടിലുണ്ടായിരുന്നില്ല, ഞങ്ങളുടെ വീട്ടിലില്ലാത്ത സമയത്താണ് ആ സംഭവം നടന്നത്. അപ്പൊ അതാണ് സെക്ഷൻ 7 and 9. അവര് പറയാണ് ഞങ്ങൾ തിരിച്ചു വന്നപ്പോ ഈ ഞങ്ങളുടെ മകള് കൊലപാതകത്തിൽ പെട്ടതായി മനസ്സിലായി എന്ന് പറയാണ്. കഴുത്ത് മുറിച്ച് കൊലപാതകത്തിൽ പെട്ടതായി മനസ്സിലായി എന്ന് പറയാണ്. അതെന്താ? കഴുത്ത് മുറിച്ച് കൊലപാതകത്തിൽ പെട്ടതായി മനസ്സിലായി, അവിടെ എല്ലാം ചോര ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അതെന്താ? അത് ഇതിൽ വരും. സെക്ഷൻ 7 തന്നെ ഒന്നുകൂടി നോക്കാം. ഫാക്ട്സ് വിച്ച് ആർ ദ ഒക്കേഷൻ, കോസ് ഓർ എഫക്ട് അല്ലെ? എഫക്ട് എന്താ? ത്രോട്ട് കട്ടിന്റെ എഫക്ട് എന്തായിരിക്കും? ഏതാ ആശ എന്താ പറഞ്ഞത്? ഡെത്ത്. അപ്പൊ ഡെത്ത് ആണോ മർഡർ ആണോ? മർഡർ ആണോ? കൾപ്പബിൾ ഹോംസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ ആണോ? 302 മർഡർ. അതാരാ തീരുമാനിക്കുന്നത്? പേരൻസ് ആണോ ജഡ്ജാണോ? ജഡ്ജ്. പേരൻസ് തീരുമാനിച്ചാൽ ശരിയാവില്ല അല്ലെ? ഇറ്റ് ഇസ് ഫോർ ദി ജഡ്ജ് ടു ഡിസൈഡ്. അപ്പൊ അതിൽ എന്തൊക്കെയുണ്ട്? ഒന്ന്, അപ്പൊ ഒരു മർഡർ ആണ് എന്ന് പറയുന്നത് എന്താ? ദാറ്റ് ഇസ് ആൻ ഇൻഫറൻസ് ഡ്രോൺ ബൈ ദം അല്ലെ? ദാറ്റ് ഇസ് ആൻ ഇൻഫറൻസ് ഡ്രോൺ ബൈ ദ പേരൻസ്. അതിൽ അവർ കണ്ട ഫാക്ട് എന്താണ്? അവർ ഫിസിക്കലായിട്ട് അവര് പെർസീവ് ചെയ്ത ഫാക്ട് എന്താണ്? there was a throat cut അല്ലെ? her throat was cut, there was a pool of blood. അത് അവർ കണ്ടുകൊണ്ട് കണ്ടതാണ്. ആ പൂൾ ഓഫ് ബ്ലഡ് എന്താ? സെക്ഷൻ 7 വരുന്ന എഫക്റ്റ് ആണ് അല്ലെ? സെക്ഷൻ 7 വരുന്ന എഫക്റ്റ് ആണ്. പിന്നെ ആർഷ പറഞ്ഞത് ഡെത്ത് എന്താണ്? ഹോമിസൈഡ് ആണെന്ന് പറഞ്ഞു, ഉറപ്പിച്ചു പറഞ്ഞു. അല്ല ആർഷക്ക് ഒരു സംശയമില്ല, അല്ലെ ഫൈസിന് സംശയമില്ല, ജഡ്ജിന് മാത്രം സംശയം ഉണ്ടാവും. അപ്പൊ അതെന്താ? അത് അവര് ഡ്രോ ചെയ്തൊരു ഇൻഫറൻസ് ആണ്. ആ ഇൻഫറൻസ് പോസിബിൾ ആണ്. എന്തിനു വേണ്ടിയിട്ട് അത് പോസിബിൾ ആക്കാം? ആ ഇൻഫറൻസ് അതാ സ്റ്റേറ്റ്മെന്റ്. എന്റെ മകളെ കൊലപാതകൻ ഷി വാസ് മർഡേർഡ് എന്ന് പറയാം. അപ്പൊ ജഡ്ജി പറയാം മർഡർ എന്നാണോ നിൽക്കട്ടെ, അവർ മരിച്ചു എന്ന് പറഞ്ഞാൽ എന്ന് പറയും. മർഡർ ആണോ ഇല്ലെന്ന് ഞാൻ തീരുമാനിക്കാന്ന് പറയും അല്ലെ? മർഡർ ആണ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ, ഇറ്റ് ഇസ് ഫോർ ദ ജഡ്ജ് ടു ഡിസൈഡ്. പക്ഷെ അവന്റെ സ്റ്റേറ്റ്മെന്റിന് റിലവൻസ് ഉണ്ട്. എന്താ റിലവൻസ്? ഒരാൾക്ക് എങ്ങനെയൊക്കെ മരിക്കാം? നമുക്കൊരു പുതിയ ആളെ കിട്ടിയിരുന്ന ഹേമന്തിനി വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്. ഹേമന്തിനി, ഒരാൾക്ക് എങ്ങനെയൊക്കെ മരിക്കാം? ഒരാൾക്ക് എങ്ങനെയൊക്കെ മരിക്കാം? ഹോമിസൈഡിലുണ്ട്, സൂയിസൈഡിലുണ്ട്, ആക്സിഡന്റിലുണ്ട്. ആക്സിഡന്റിൽ ഡെത്ത് ആകാം, സൂയിസൈഡിൽ ഡെത്ത് ആകാം, ഹോമിസൈഡിൽ ഡെത്ത് ആകാം. പിന്നെ ഹേമന്തിന്റെ ഒരെണ്ണം പറയണുണ്ട്, വീഡിയോ ഓൺ ചെയ്ത് പോയി, ഇതിന് രക്ഷയില്ല. പിന്നെന്താ? വേറെന്താ ബാക്കിയുള്ളത്? പൊതുവെ നമ്മൾ വിട്ടുകൊണ്ടാണ് നാച്ചുറൽ ഡെത്ത് അല്ലെ? നമ്മുടെ വിഷയം ഇതായതുകൊണ്ട് ഒരിക്കലും ആരും നാച്ചുറൽ ഡെത്ത് പറയാറില്ല. അപ്പൊ നാച്ചുറൽ ഡെത്ത് അല്ല അല്ലെ? പേരൻസ് പറയുന്നത് എന്താ? നാച്ചുറൽ ഡെത്ത് അല്ല. അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവള് വളരെ സീരിയസ് ആയിട്ട് ഹാർട്ട് പേഷ്യന്റ് ആണെങ്കിലോ, ത്രോട്ട് കട്ട് കണ്ടില്ലെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നാച്ചുറൽ ഡെത്ത് ആകാം അല്ലെ? വേണമെങ്കിൽ സഫോക്കേറ്റ് ആയാലും കൊന്നാകാം, അതിനെ പേടിപ്പിച്ച് കൊന്നാകാം. പക്ഷെ അപ്പാരന്റ്ലി എന്താ? നാച്ചുറൽ ഡെത്ത് ആകാം. ഇവരെന്താ പറഞ്ഞത്? ഞങ്ങളുടെ മകളുടെ ത്രോട്ട് കട്ട് ചെയ്ത് കിടക്കുന്ന കണ്ടു, ഷി വാസ് മർഡേർഡ് എന്ന് പറയാം. അപ്പൊ മർഡേർഡ് എന്നുള്ളത് ദാറ്റ് ഇസ് എൻ ഇൻഫറൻസ് ഡ്രോൺ ബൈ ദ പേഴ്സൺ. ഈസ് ദാറ്റ് പേഴ്സൺ എന്താണ് കോമ്പിറ്റന്റ് ടു സേ സോ? Whether that person is competent to say so, it was a murder. Can the parents say so? പറയാം, പക്ഷെ കോടതി എന്ത് പറയും? അത് ഞാൻ തീരുമാനിക്കാന്ന് പറയും അല്ലെ? അപ്പൊ അതെന്താ? മർഡർ ആണെന്നുള്ളത് എന്താ? ആ പാരന്റിന്റെ എന്താ? ആ പാരന്റിന്റെ ഒപ്പീനിയൻ മാത്രമാണ്. Can be accepted by the court as an opinion. അത് പറ്റില്ല. അതിന്റെ കാര്യം എന്താ? ഒപ്പീനിയൻ ആരുടെ ആയിരിക്കണം? എക്സ്പെർട്ട് ഒപ്പീനിയൻ ആയിരിക്കണം. ആരുടെങ്കിലും ഒപ്പീനിയൻ പറഞ്ഞാൽ പോരാ, എക്സ്പെർട്ട് ഒപ്പീനിയൻ ആണെങ്കിൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ അപ്പൊ കോടതിക്ക് എന്തെടുക്കാം? ഈ സ്റ്റേറ്റ്മെന്റിൽ എന്ത് ഇൻഫർ ചെയ്യാം? ഇറ്റ് വാസ് നോട്ട് എ സൂയിസൈഡ് അല്ലേ? അത് ഇൻഫർ ചെയ്യാം. നാച്ചുറൽ ഡെത്ത് അല്ല, ആക്സിഡന്റ് ഡെത്ത് അല്ല, ഈ കുട്ടി സൂയിസൈഡ് ചെയ്യില്ല, ഈ കുട്ടി കൊലപാതകം ചെയ്യപ്പെട്ടതാണ്. അത് നമുക്ക് സെക്ഷൻ 9 ഒന്നും കൂടി നോക്കാം. അപ്പൊ എന്തൊക്കെയാണ് ഡിഫൻസിന് എന്ത് തർക്കിക്കാം? ആ കുട്ടി സൂയിസൈഡ് ചെയ്തതാണ്, ആ കുട്ടി പ്രഗ്നന്റ് ആയിരുന്നു, സൂയിസൈഡ് ആയിരുന്നു, സ്വയം ത്രോട്ട് കട്ട് ചെയ്ത് ആ കുട്ടി സൂയിസൈഡ് ചെയ്തതാണ്. ഡിഫൻസിന് തർക്കിക്കാറില്ല. അപ്പൊ ആ തർക്കം ഒഴിവാക്കാനായിട്ടാണ് പേരൻസ് പറയുന്നത് അവള് സൂയിസൈഡ് ചെയ്യില്ല, അവള് കൊല ചെയ്യപ്പെട്ടതാണ്. സെക്ഷൻ 9 വീണ്ടും പോവാം. ഫാക്ട്സ് നെസസറി ടു എക്സ്പ്ലെയിൻ ഓർ ഇൻട്രൊഡ്യൂസ് എ ഫാക്ട് ഇഷ്യൂ ഓർ വിച്ച് സപ്പോർട്ട് ഓർ റിബട്ട് ആൻ ഇൻഫറൻസ് സജസ്റ്റഡ് ബൈ എ ഫാക്ട് ഇഷ്യൂ. അപ്പൊ ദാറ്റ് വിൽ ബി ടെൻഡിങ് ടു റിബട്ട് ആൻ ഇൻഫറൻസ് സജസ്റ്റഡ് ബൈ എ ഫാക്ട് ഇഷ്യൂ. അപ്പൊ ഡിഫൻസ് പറയുന്ന സജഷൻ എന്തായിരിക്കും? See, this is a throat cut. She was pregnant.
She was in a very bad condition. She was emotionally broke. So she must have cut her own throat. അതായിരിക്കും ഡിഫൻസിന്റെ ഒരു കേസ്. ഡിഫൻസിന് തർക്കിക്കുന്ന ഒരു കേസ് ആയിരിക്കും. That can be rebutted by the statement of these parents. പാരന്റ്സിന് എന്താ സെറ്റ് ചെയ്യാം? അവിടെ സൂയിസൈഡ് ചെയ്യേണ്ട യാതൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഷി വാസ് വെരി ഹാപ്പി. ഞങ്ങൾ പോകുമ്പോഴും വളരെ ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് ഉച്ചക്കത്തെ ഭക്ഷണത്തിന് കറി വേണം, എന്ത് വേണം എന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങളെ വിട്ടത്. അപ്പൊ എന്താ ഷി വാസ് പ്രിപ്പയർഡ് ടു മേക്ക് അബൌട്ട് എ സൂയിസൈഡ് എന്നുള്ളതിലേക്കാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അവൾ മരിച്ചു കിടക്കുകയായിരുന്നു, അവൾ കൊല ചെയ്യപ്പെട്ടതാണ്. അപ്പൊ കൊല ചെയ്യപ്പെട്ടതാണെന്നുള്ളത് ഇറ്റ് ഇസ് ആൻ ഇൻഫറൻസ്, ഇറ്റ് ഇസ് ആൻ ഒപ്പീനിയൻ വിച്ച് ഇസ് നോട്ട് അഡ്മിസിബിൾ. പക്ഷേ അതിന്റെ പർപ്പസ് എന്താ? ദാറ്റ് വിൽ റിബട്ട് ആൻ ഇൻഫറൻസ് ഓഫ് സൂയിസൈഡ്. സൂയിസൈഡ് അല്ല എന്നുള്ള ഫാക്ടിലേക്ക് ദാറ്റ് ക്യാൻ ബി അഡ്മിറ്റഡ്. സാഹചര്യങ്ങൾ കൊണ്ട് അത് ആത്മഹത്യയല്ല, അത് ചെയ്യാൻ യാതൊരു സാധ്യതയില്ല എന്നവർ പറയാണ്. അപ്പൊ അത് സെക്ഷൻ 9ലും വരും, സെക്ഷൻ 11ലും വരും. അല്ല, ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഫാക്ടിന്റെ പ്രൂഫിലേക്കും സെക്ഷൻ 11ലും കൂടി അത് ഉപയോഗിക്കാം. പിന്നെ ഡോക്ടർ നോക്കുമ്പോൾ കാണുന്നുണ്ട് ഒരു മൂർച്ചയുള്ള കത്തിയുണ്ട്, ഒരു ഇടത് കയ്യനാണ് മുറിച്ചത്. അതായത് എന്താ കട്ട് ഉള്ളത് ഈ ഭാഗത്ത് നിന്ന് ഇപ്പുറത്തേക്കാണ്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡർ ആണ് ഇത് മുറിച്ചത് എന്ന് ഡോക്ടർ ഒപ്പീനിയൻ പറയാം. കഴുത്ത് മുറിച്ചത് ഒരു ഷാർപ്പ് എഡ്ജഡ് ആയിട്ടുള്ള വെപ്പണാണ്, അത് ദാറ്റ് വാസ് ഡൺ ബൈ ആൻ ലെഫ്റ്റ് ഹാൻഡർ എന്ന് ഡോക്ടർ പറയാം. അതെന്താ അതിന്റെ റിലവൻസ് എന്താ? അത് ആരുടെ ഒപ്പീനിയൻ ആണ്? അതിന്റെ റിലവൻസ് എന്താണ്? അത് എന്ത് ടൈപ്പ് ഓഫ് എവിഡൻസ് ആണ്? അവരുടെ എക്സ്പെർട്ട് ഒപ്പീനിയൻ ആണ്. എക്സ്പെർട്ട് ഒപ്പീനിയൻ ആണ് അല്ലെ? അപ്പൊ രണ്ട് എക്സ്പെർട്ടൈസ് പറയുന്നുണ്ട്, രണ്ട് ഒപ്പീനിയൻ ഉണ്ട്. എന്തൊക്കെയാ? ഒന്ന് ഷാർപ്പ് എഡ്ജ്ഡ് വെപ്പൺ ആണ് അല്ലെ, അതിന്റെ കട്ടും അതിന്റെ വൂണ്ടിന്റെ നേച്ചറിലുള്ള നോക്കി ഡോക്ടർ പറയാണ് ഷാർപ്പ് വെഡ്ജ്ഡ് വെപ്പൺ വാസ് യൂസ്ഡ്. രണ്ട് ലെഫ്റ്റ് ഹാൻഡർ ആണ്. അതിന്റെ കാര്യം എന്താ? വൂണ്ട് തുടങ്ങുന്ന സ്ഥലത്ത് കുറച്ച് വൈഡർ ആയിരിക്കും, വൂണ്ട് അവസാനിക്കുന്നിടത്ത് നാരോർ ആയിരിക്കും. അത് നോക്കിയിട്ടാണ് ഡോക്ടർ പറയുന്നത് ഫ്രം ലെഫ്റ്റ് റൈറ്റ് ആണ് വൂണ്ട് പോയിട്ടുള്ളത്, അതുകൊണ്ട് ഇറ്റ് വാസ് കമ്മിറ്റഡ് ബൈ എ ലെഫ്റ്റ് ഹാൻഡർ. അപ്പൊ ഡോക്ടറിന്റെ എവിഡൻസ് വരുന്ന എവിടെയാ? എക്സ്പെർട്ട് എവിഡൻസ് പറയുന്ന എവിടെയാ? 45, സെക്ഷൻ 45. സെക്ഷൻ 45 വരുന്ന ടൈപ്പ് ഓഫ് എക്സ്പെർട്ട് എവിഡൻസ് ആണ് ഇപ്പൊ ഡോക്ടർ എന്ന് പറഞ്ഞത്. എന്നിട്ട് ഡോക്ടർ പറയാണ് പോസ്റ്റ്മോർട്ടത്തില് ഞാൻ ആ കുട്ടി ഗർഭിണിയായിരുന്നു എന്ന് കണ്ടു, 2 മാസം ഗർഭിണിയായിരുന്നു എന്ന് കണ്ടു. അതിന്റെ റിലവൻസ് എന്താണ്? അതിന്റെ എഫക്ട് എന്താണ്? എന്താണത്? എന്തായിരിക്കാം? അതാകാം കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ഒരു കാരണം അല്ലെ? കൊലപാതകത്തിലേക്ക് നയിക്കാവുന്ന ഒരു കാരണം. അതും തന്നെ അത് മാത്രമാണെന്നില്ല, അതിന്റെ ഒരു സാധ്യത അതാകാം. അപ്പൊ എന്തായിരിക്കും? കൊലപാതകിക്ക് ആ കുട്ടീനോട് എന്തുണ്ടായി? ആ കുട്ടീനോട്? ആ കുട്ടീനെ കൊല്ലാനായിട്ട് എന്തുണ്ടായി? വിരോധം ഉണ്ടായി. അപ്പൊ ഹേമന്തിരാവ് ഇംഗ്ലീഷിലാക്കി പറഞ്ഞ വിരോധത്തിന് മോട്ടീവ്. കറക്റ്റ്, മോട്ടീവ്. മോട്ടീവ് എവിടെ പറയുന്നത്? അപ്പൊ ഹേമന്തിരിക്ക് 1 മാർക്ക്. മോട്ടീവ് എവിടെ പറയുന്നത്? 8. സെക്ഷൻ 8 ഒന്ന് വായിച്ചോ. മോട്ടീവ്, പ്രിപ്പറേഷൻ ആൻഡ് പ്രീവിയസ് ഓർ സബ്സിക്വന്റ് കോണ്ടാക്ട്. മോട്ടീവ്, പ്രിപ്പറേഷൻ, പ്രീവിയസ് ഓർ സബ്സിക്വന്റ് കോണ്ടാക്ട്. Any fact is relevant which shows or constitutes a motive or preparation for any fact in issue or learned fact. അപ്പൊ അവൾക്ക് മോട്ടീവ് ഉണ്ടാകാൻ കാരണം എന്താ? ഹേമന്തിനി, കൊല്ലാനുള്ള മോട്ടീവ് ഉണ്ടാകാൻ കാരണം എന്താ? അവർ തമ്മിൽ എന്തോ ഒരു റിലേഷൻ, എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻ ഉണ്ടായിരുന്നു. ആ റിലേഷനിൽ വെച്ചിട്ട് എന്ത് സംഭവിച്ചു? ആ കുട്ടി എന്തായി? പ്രഗ്നന്റ് ആയി. അപ്പൊ അയാളെ കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശമില്ല അല്ലെ? കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശം ബോയ് ഫ്രണ്ട് അല്ല അല്ലെ? അപ്പൊ ബോയ് ഫ്രണ്ട് അല്ല, അയാളുടെ കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശത്തിലുള്ള ആളല്ല. അയാൾക്ക് ഉണ്ടായതിൽ ആ കുട്ടി ജനിക്കുന്നതിലോ അല്ലെങ്കിൽ ആ കുട്ടീനോട് മോട്ടീവ് ഉണ്ട്. ആ കുട്ടിയെ ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ് ആകാം. അപ്പൊ അത് അയാളുടെ ഓണറിനെ ബാധിക്കാം, വേറെ ഒരുപാട് കോൺസിക്വൻസ് ഉണ്ടാക്കാം. അത് നമുക്ക് സെക്ഷൻ 7 കൂടി വരുമെന്ന് നോക്കാം. ഫാക്ട്സ് വിച്ച് ആർ ദ ഒക്കേഷൻ അല്ലേ? അതൊരു ഒക്കേഷനും കൂടിയാണ്. കോസ് ഓർ എഫക്ട് ഇമ്മീഡിയറ്റ് ഓർ അതർസ് ഓർ relevant facts or fact in issue which constitute the state of things under which happened. അതുമാണ് അല്ലെ? ഗർഭിണി ആയതുകൊണ്ടാണ് അയാൾ കൊന്നത്. ഗർഭിണി ആയിരുന്നില്ലെങ്കിലും അവരെ പലപ്പോഴും ചിലപ്പോൾ ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അതിനു മുമ്പ് ഗർഭം ഉണ്ടായിരുന്നില്ല, ഗർഭം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുമില്ല. ഗർഭിണി ആയതുകൊണ്ടാണ് അയാൾ കൊന്നിട്ടുള്ളത്. ഓർ വിച്ച് അഫോർഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദി റെക്കറൻസ്. അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്, ആ കൊലപാതകം നടക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ആ കുട്ടിയുടെ ഗർഭം അല്ലെ? അപ്പൊ നമ്മൾ സെക്ഷൻ 8 മോട്ടീവ് കണ്ടു. സെക്ഷൻ 7 വരുന്ന ഒരു സിറ്റുവേഷൻ കണ്ടു. ദാറ്റ് ഓൾസോ ക്യാൻ കം അണ്ടർ സെക്ഷൻ 9 ആസ് എൻ ഇൻട്രൊഡക്ടറി ഫാക്ട് അല്ലെ? ഇത് ഇൻട്രൊഡക്ടറി ദാറ്റ് ഓൾസോ ഇൻട്രൊഡ്യൂസ് എ ഫാക്ട്. എന്താ ഫാക്ട്? ഇൻട്രൊഡ്യൂസ് ദ മോട്ടീവ്
അല്ലെ മോട്ടീവ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് ദാറ്റ് ഷി വാസ് പ്രഗ്നന്റ്. അതുകൊണ്ടാണ് ആ പ്രഗ്നൻസി ആണ് പതുക്കെ അയാളുടെ മോട്ടീവിലേക്കും ഇന്റൻഷനിലേക്കും പോകാനുള്ള ഒരു ബേസിക് സംഭവം എന്ന് പറയുന്നത് അയാൾക്കുണ്ടായിട്ടുള്ള മോട്ടീവാണ്. നമുക്ക് ആ മോട്ടീവ് ഒന്ന് മുഴുവൻ വായിച്ചിട്ട് നമുക്ക് തിരിച്ച് ഫാക്ട്സിലേക്ക് പോവാം. ഫസ്റ്റ് ലൈൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. എനി ഫാക്ട് ഇസ് റിലവന്റ് വിച്ച് ഷോസ് ഓർ കോൺസ്റ്റിറ്റ്യൂട്ട് എ മോട്ടീവ് ഓർ പ്രിപ്പറേഷൻ ഫോർ എനി ഫാക്ട് ഇൻ ഇഷ്യൂ ഓർ റിലവന്റ് ഫാക്ട്. ഇതിൽ ഫാക്ട് ഇഷ്യൂ എന്താ? വെദർ the death of that person was caused by the accused. The cut injury, അല്ലെ? കട്ട് ഇഞ്ചുറി ബൈ ദ അക്യൂസ്ഡ്. അതായിരിക്കണം കേട്ടോ. ഇപ്പൊ ത്രോട്ട് കട്ട് കണ്ടു, പക്ഷെ ഡോക്ടർ പറയാണ്, പോസ്റ്റ്മോർട്ടത്തിൽ പറയാണ് ത്രോട്ട് കട്ട് ഉണ്ടായിരുന്നുള്ള ശരിയാണ്, പക്ഷേ കോസ് ഓഫ് ഡെത്ത് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാലോ ഫാക്ട് മാറിപ്പോയി. അല്ലെ, ത്രോട്ടിൽ കട്ട് ചെയ്തിട്ടുണ്ടാകും, പക്ഷെ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ മരിച്ചതിന് ശേഷം കട്ട് ചെയ്തതാകാം, അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് തന്നെ കട്ട് ചെയ്തതാകാം. ആ പേടിച്ചിട്ട് ആ കുട്ടി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതിന് ശേഷം കട്ട് ചെയ്തതാകാം. പല ഇൻഫറൻസും ഡ്രോ ചെയ്യാം. അപ്പൊ ഇതാണ് ഫാക്ട് ഇഷ്യൂ ആയിരിക്കണം. വെദർ ദ ഡെത്ത് ഓഫ് ദാറ്റ് പേഴ്സൺ വാസ് കോസ്ഡ് ബൈ എ ത്രോട്ട് കട്ട് ബൈ ദ അക്യൂസ്ഡ്. അതാണ് ഇഷ്യൂ. കോൺസ്റ്റിറ്റ്യൂട്ട് എ മോട്ടീവ്. അടുത്ത പാരഗ്രാഫ് സെക്ഷൻ 8. ദ കോണ്ടാക്ട് ഓഫ് എനി പേഴ്സൺ ഓർ എനി ഏജന്റ് ഓഫ് എനി പാർട്ടി. ഈ കോണ്ടാക്ട് നമുക്ക് ഇനി വരും. ഇനി അടുത്ത സെന്റൻസ് വായിക്കുമ്പോൾ കോണ്ടാക്ട് വരും. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ ആൻസർ ചെയ്യണം. ടു എനി സൂട്ട് ഓർ പ്രൊസീഡിംഗ്. സൂട്ട് എന്ന് പറഞ്ഞാൽ സിവിൽ കേസ്, പ്രൊസീഡിംഗ് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കേസ്. ഇൻ റെഫറൻസ് ടു സച്ച് സൂട്ട് ഓർ പ്രൊസീഡിംഗ് ഓർ ഇൻ റെഫറൻസ് ടു എനി ഫാക്ട് ഇൻ ഇഷ്യൂ therein or learn thereto, and the conduct of any person, an offense against whom is the subject of any proceeding, and the victim is relevant if such conduct influences or is influenced by any fact in issue or learned fact, and whether it was previous or subsequent thereto. adile aa oru idu kodukam, if such conduct influences or is influenced by a fact in issue. അതൊന്ന് സ്ട്രെസ് ചെയ്തൊന്ന് മനസ്സിൽ വെച്ചേക്കണം. ഇനിയിപ്പോ അടുത്ത നമ്മൾ സെന്റൻസുകൾ വായിക്കുമ്പോൾ, ഫാക്ട്സ് വായിക്കുമ്പോൾ അത് നമ്മൾ ചാടിക്കറി ഐഡന്റിഫൈ ചെയ്യണം. അല്ല, അപ്പൊ ആരാ ആദ്യം ഐഡന്റിഫൈ ചെയ്യണമെന്ന് നോക്കാം. ഇപ്പൊ നമ്മളിപ്പോ 6, 7, 8, 9 വായിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ പെട്ടെന്ന് തൊട്ട് ആൻസർ ചെയ്യണം. ആദ്യം ആരെ പറയണം നോക്കട്ടെ. കഴുത്ത് മുറിച്ചാലും കൊലപാതകം, സാഹചര്യങ്ങളുണ്ട് ആത്മഹത്യയല്ല, പോസ്റ്റ്മോർട്ടത്തിൽ ഗർഭം കണ്ടു. അപ്പൊ ഇതിൽ ഇത്രയും ഭാഗങ്ങളില് അത് ഗർഭം കണ്ടു എന്നുള്ളത് 7 വരാം, 8 വരാം, 9 വരാം. ഇൻട്രോഡക്ടറി ആകാം, ഒക്കേഷൻ ആകാം, മോട്ടീവ് ആകാം. അതിനുശേഷം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പറയാണ്, ഞാൻ അവിടേക്ക് പരിശോധിച്ചപ്പോൾ ഒരു ചെളിയില് ഒരു ഫുട് പ്രിന്റ് കണ്ടു. ചെളിയില് ഒരു ഫുട് പ്രിന്റ് കണ്ടു, അതൊരു പ്രത്യേക തരത്തിലുള്ള ബൂട്ട്സിന്റെ പാടായിരുന്നു എന്ന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പറയാം. അതെന്താ? അത് ഏത് സെക്ഷനിൽ വരും? സെക്ഷൻ 7. 7 വരാൻ കാര്യം എന്താ? അതിന്റെ ഒരു എഫക്ട്, ആ ഒരു ആക്ടിന്റെ ഒരു എഫക്ട് ആണ് ആ ഒരു ഫുട് പ്രിന്റ്. അയാൾ ഓടിയതിന്റെ അല്ലെ, സംഭവം കഴിഞ്ഞിട്ട് അയാളെന്തിനാ ഓടിയത്? എനിക്ക് നടന്നു പോയാൽ വന്നിട്ടുണ്ട്. വേറെ ആരോ ആ സമയം കാണാതിരിക്കാൻ അവിടെ ഒരു ഡിഫൻസ് ലെയർ ഇപ്പൊ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വേറെ ആളാണെന്ന് പറയണത്, ഇയാളല്ലെന്നാ പറയണത്. എന്തായാലും ആയിക്കോട്ടെ. അപ്പൊ ഇയാളെന്താ നടന്നു പോയിരുന്നത്? എന്താ ഓടിപ്പോകാൻ കാര്യം എന്താ? നടന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതായിരിക്കും പ്രതിയുടെ. കറക്റ്റ്. അപ്പൊ എന്താ കാര്യം എന്താ? അതെന്താ? കോണ്ടാക്ട് ഇൻഫ്ലുവൻസ് ബൈ ദ ഫാക്ട്. സബ്സിക്വന്റ് കോണ്ടാക്ട് സെക്ഷൻ 8. ഇൻഫ്ലുവൻസ് ബൈ ദ ഫാക്ട് ഇഷ്യൂ അല്ലെ. അതുകൊണ്ട് അയാൾ ഓടിയപ്പോഴാണ് അയാൾ ചെളിയിൽ ചവിട്ടിയത്. അയാൾ മെയിൻ പാത്തിൽ നിന്ന് മാറിയിട്ടാണ് ചെളിയിൽ ചവിട്ടുന്നത്. മെയിൻ പാത്തില് ചെളിയില്ല, സൈഡിൽ ധൃതി പിടിച്ച് ഓടിയപ്പോൾ അയാൾ ചെളിയിൽ ഒരു ചവിട്ടിൽ ചവിട്ടി. അപ്പൊ ഒന്ന് അത് അയാളുടെ കോണ്ടാക്ട് ഓഫ് റണ്ണിങ് അല്ലെങ്കിൽ ഫാളിംഗ് ഡൗൺ. പ്ലസ് വേറെന്തുണ്ട്? ഒരു പ്രത്യേകതരത്തിലുള്ള ബൂട്ട്സ് ഇട്ടാണ് ചവിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതെന്താ? ഐഡന്റിറ്റി ഓഫ് എന്താ? അക്യൂസ്ഡിന്റെ ഷൂസ്. അക്യൂസിന്റെ ഐഡന്റിറ്റി അല്ല, അക്യൂസിന്റെ ഷൂസിന്റെ ഐഡന്റിറ്റി അല്ലെ. ഷൂസിന്റെ ഐഡന്റിറ്റി അതിലേക്ക് പോകും. അവസാനം അക്യൂസിന്റെ ഐഡന്റിറ്റിയിലേക്ക് പോകും. കണക്ട് ചെയ്യാൻ പറ്റിയ പ്രൊവൈഡഡ് എന്ത് ചെയ്യണം? ഈ അക്യൂസിന്റെ ഷൂസ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഷൂസ് വഴി അക്യൂസിലേക്ക് പോവാം. അങ്ങനെ പോകണം. വേറെ എവിഡൻസ് ഏതാ? മെറ്റീരിയൽ എവിഡൻസ്. ഏതാ? ഏത് മെറ്റീരിയൽ എവിഡൻസാ? വെപ്പൺ യൂസ്ഡ്. ഹേമന്തിന്റെ ഒരു കത്തി കൊണ്ട് കുത്തി. അത് ഹേമന്തിന്റെ തന്നെ കത്തിയാണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും? 27 റിക്കവറി പ്രൂവ് ചെയ്യാൻ പറ്റും. 27 റിക്കവറി അല്ലാതെ 27 റിക്കവറി അല്ലാതെ കണക്ട് ചെയ്യുന്നത് എങ്ങനെ? പേഴ്സൺസിന്റെ ആളെ പ്രതിയെ കണക്ട് ചെയ്യുന്ന എവിഡൻസ് ഏതാ? സാധാരണ കേസുകളിൽ സംഭവ സ്ഥലത്ത് കിട്ടുന്ന ഫിംഗർ പ്രിന്റുകൾ. കള്ളന്മാരെ പിടിക്കുന്ന അങ്ങനെയല്ല, ഫിംഗർ പ്രിന്റ് അല്ല. അലമാരിയിലെ ഫിംഗർ പ്രിന്റ്, ലോക്കിലെ ഫിംഗർ പ്രിന്റ്. സെക്ഷൻ 9. അപ്പൊ ഐഡന്റിറ്റി ഓഫ് എ തിങ് ആണത്. ദാറ്റ് മേ ഓൾസോ ലീഡ് ടു ദ ഐഡന്റിറ്റി ഓഫ് ദ പേഴ്സൺ.
അപ്പൊ തിങ്ക് ഇൻ ദ പേഴ്സണിലേക്ക് പോവാം, പ്രൊവൈഡഡ് ഈ ഷൂസ് ഇയാളുടെയാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിൽ ഐഡന്റിറ്റി ഇഷ്യൂ ഉണ്ട്, ഐഡന്റിറ്റി ഓഫ് ദ ഷൂസ് ഉണ്ട്. അതിൽ ഈ ഷൂസ് ഇയാളുടെയാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഐഡന്റിറ്റി ഓഫ് ദ പേഴ്സണും വരും. ഇയാളുടെയാണെന്ന് പ്രൂവ് ചെയ്യണം, കൺക്ലൂസീവ് ആയിട്ട് പ്രൂവ് ചെയ്യണം. ഇയാളുടെ തന്നെ അടുത്തൊന്നും അന്നേ ദിവസം ഇയാളുടെയാണെന്ന് പ്രൂവ് ചെയ്യണം. ഡിഫറെന്റ് മാറ്റർ. അപ്പോൾ ആ കാൽപ്പാടുകൾ കണ്ടു, അത് പ്രത്യേക തരത്തിലുള്ള ഷൂസ് ആണെന്ന് പറയുമ്പോൾ ദാറ്റ് ഗോസ് ടു ഐഡന്റിറ്റി. അപ്പൊ അതിനുശേഷം ഇവര് പ്രോസിക്യൂട്ടർ അല്ല ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പറയാണ്, ഈ ഗർഭം കണ്ടത് കൊണ്ട് ഇതിൽ ഗർഭത്തിന് കാരണക്കാരൻ ആരാണോ അയാളാണ് കൊലപാതകി എന്നെനിക്ക് മനസ്സിലായി. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പറയാണ്. അത് സെക്ഷനിൽ വരും. ഗർഭം കണ്ടത് കൊണ്ട് ഗർഭത്തിന്റെ കാരണക്കാരനാണ് കൊലപാതകി എന്നെനിക്ക് മനസ്സിലായി. അത് ഏതിലെങ്കിലും വരുമോ? സെക്ഷൻ 8 വരും. സെക്ഷൻ 7. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കാനല്ല. പോലീസുകാരൻ പറയാണ് ഒപ്പീനിയൻ ആണ് അല്ലെ, ഒപ്പീനിയനാണ് പോലീസുകാരൻ പറയുന്നത്. പോലീസുകാരൻ അതിന്റെ ഒപ്പീനിയൻ ഫോം ചെയ്യാൻ പറ്റുമോ? ആ വിഷയത്തിൽ എക്സ്പെർട്ട് ആണോ? സെക്ഷൻ 40 വരണമെങ്കിൽ എന്ത് വേണം? ലോ, ഫോറിൻ ലോ, സയൻസ്, ആർട്ട്, അങ്ങനെയുള്ള എന്തെങ്കിലും വരണം അല്ലെ. അതൊന്നും അല്ല, ഇത് ഇയാളുടെ വേറെ ഒപ്പീനിയൻ ആണ് പറയുന്നത്. ഗർഭത്തിന് കാരണക്കാരനാണ് ഇത് കൊല്ലുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അയാളല്ലെങ്കിലോ? ഇയാൾക്ക് മനസ്സിലായിട്ട് എന്താ കാര്യം? അയാളല്ല ശരിക്കും കൊന്നെങ്കിലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇയാളുടെ ഒപ്പീനിയൻ റിലവൻസ് ഇല്ല. ഇയാളുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് അയാളുടെ ഒരു ഇൻഫറൻസ് മാത്രമാണ് അല്ലെ. അയാളുടെ ഒരു ഇൻഫറൻസ് മാത്രമാണ് അയാളുടെ ആ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഈ നോട്ട് ബീങ് ആൻ എക്സ്പെർട്ട് കമ്മിങ് അണ്ടർ സെക്ഷൻ 45. സെക്ഷൻ 45 എല്ലാം പറ്റില്ല കേട്ടോ. സെക്ഷൻ 45 നമുക്ക് ജസ്റ്റ് നോക്കാം. അതിൽ പറയുന്ന വിഷയങ്ങളിൽ മാത്രമേ സെക്ഷൻ 45 വർക്ക് ചെയ്യുള്ളൂ. എല്ലാ തരത്തിലും എല്ലാ സിറ്റുവേഷനിലും അവർ എക്സ്പെർട്ടാണെന്ന് പറയാൻ പറ്റില്ല. ഹി മേ ബി ആൻ എക്സ്പെർട്ട് ഇൻ ഇൻവെസ്റ്റിഗേഷൻ, ബട്ട് ഹി കനോട്ട് ബി ആൻ എക്സ്പെർട്ട് ഇൻ 45. When 45 വായിക്കാം, when the court has formed an opinion upon the point of foreign law, science, art, or as to the identity of handwriting or finger impression, അത്രയും ഭാഗങ്ങളിൽ മാത്രമാണ് 45 വർക്ക് ചെയ്യുന്നത്. അതാണ് 45 എക്സ്പെർട്സ് എന്ന് പറയുന്നത്. ഇത് ഇയാളുടെ ഒരു ഒപ്പീനിയൻ ആണ്. അത് അയാളുടെ എക്സ്പീരിയൻസിൽ നിന്ന് അയാൾ ഫോം ചെയ്ത ഒരു ഒപ്പീനിയൻ ആണ്. അതിൽ എന്തെങ്കിലും റിലവൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ചെറിയ റിലവൻസ് ഉണ്ട്. എന്താ? എനിക്ക് ഇയാളെ സസ്പിഷൻ തോന്നി, അല്ലെങ്കിൽ ഇയാളുടെ ഗർഭത്തിന് കാരണക്കാരനായിരിക്കാം എന്നുള്ളതിൽ എനിക്ക് സസ്പിഷൻ ഉണ്ടായി. ആ സസ്പിഷനാണ് എന്നെ ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഇയാളിലേക്ക് നയിച്ചത്. ടു ദാറ്റ് എക്സ്റ്റെന്റ് ദാറ്റ് ഹി ക്യാൻ സേ ദാറ്റ്. എന്തുകൊണ്ടാണ് ഇയാൾ കയറി പിടിച്ചത് എന്ന് അറിയാനായിട്ട്. അതായത് ഫോൾസ് ഇംപ്ലിക്കേഷൻ അല്ല, എനിക്ക് ദർ വാസ് എ സ്ട്രോങ് മോട്ടീവ്, ദർ വാസ് എ സ്ട്രോങ് സസ്പിഷൻ. ടു ദാറ്റ് എക്സ്റ്റെന്റ് ഹി ക്യാൻ യൂസ് ഇറ്റ് ആസ് എ മോട്ടീവ് അയാൾക്ക് മാത്രമായിരുന്നു എന്ന് കാണിക്കാനായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഇതുകൊണ്ടായിരിക്കാം ഇയാളെ കൊന്നതെന്നുള്ളത് ദാറ്റ് ഈസ് നോട്ട് അഡ്മിസിബിൾ. അതായത് ഈ പോലീസുകാരന് തോന്നിയതല്ലല്ലോ റെലവെന്റ്. മേ ബി ആ തോന്നൽ ഉണ്ടാക്കാനായ സിറ്റുവേഷൻ സർക്കംസ്റ്റൻസ് അല്ലേ റെലവെന്റ് ആയി വരുന്നത്. ആ സർക്കംസ്റ്റൻസ് എന്താ? മേ ബി ഇവര് മുമ്പ് ഒരു സ്ഥലത്ത് വെച്ച് കുറെ പേര് കണ്ടിട്ടുണ്ടാവാം. പോലീസുകാരൻ പറയണോ അല്ലെങ്കിൽ കണ്ട ആൾക്കാർ പറയണോ? കണ്ട ആൾക്കാർ പറയണം. പോലീസുകാരൻ പറയണോ ഡോക്ടർ പറയണോ? എന്ത് സർ? ആ കുട്ടിക്ക് ഗർഭം ഉണ്ടായെന്നുള്ള പോലീസുകാരാണ് തീരുമാനിക്കുന്നത്, ഡോക്ടറാണ് തീരുമാനിക്കുന്നത്? ഡോക്ടർ. അപ്പൊ പിന്നെ പോലീസുകാരന് പറഞ്ഞ് പറയാന്നേ ഉള്ളൂ അല്ലെ, ഒരു കളറിന് വേണ്ടി പറയാന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പൊ അങ്ങനെ റീട്രേറ്റ് ചെയ്ത് പറയണതാണ്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് കോടതിയിലേക്ക് പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ഹാവ് സം റിലവൻസ് അല്ല, വൺ ഓഫ് ദ ഡോർ ഷുഡ് ബി ഓപ്പൺ. അപ്പൊ ഇയാൾ പറയുമ്പോൾ അതിൽ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു ഡോർ ഉണ്ടെന്ന് വെച്ചില്ല, പക്ഷെ ഹി ക്യാൻ ടു സെർട്ടൻ എക്സ്റ്റെന്റ് ഹി ക്യാൻ സേ സോ. അത് എന്തുകൊണ്ട് ഇയാളിലേക്ക് പോയി, ഇയാളിലേക്ക് എന്തുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ പോയി എന്ന് കാണിക്കാനായിട്ട്. അപ്പൊ പ്രതികളുടെ തർക്കം എന്തായിരിക്കും? ഞാനല്ല ഇതിന്റെ ആള്, അവിടെ വേറെ ആൾക്കാർ പലരും, അവിടെ ഞാനില്ലാത്ത സമയത്ത് വേറെ ആൾക്കാരും പോകുന്നതെന്ന് എനിക്കറിയാം, നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാനല്ല ഇതിന്റെ ആള് എന്ന് പ്രതികൾ തർക്കം ഉണ്ടാവുമല്ല. പ്രത്യേകിച്ച് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് അല്ലേ, ക്ലിയർ ആയിട്ട് ആരും കണ്ടിട്ടില്ല. അത് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് ഇയാൾ എന്തുകൊണ്ട് ഈ പ്രതിയിലേക്ക് പോയി എന്നുള്ള അയാളുടെ ഇൻഫറൻസ് ആണ്. സോ ഐ ഇൻഫേർഡ് സോ ഐ സ്റ്റാർട്ടഡ് മൈ ഇൻവെസ്റ്റിഗേഷൻ ടു ദാറ്റ് ഇൻ ദാറ്റ് ലൈൻ എന്ന് പറയാനുള്ള only to that extent that is relevant. That cannot be a relevant fact under chapter of relevance. അപ്പൊ അതുകൊണ്ട് അത് പോലീസുകാരൻ്റെ അപ്പൊ അത് പക്ഷെ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് കണക്ട് ചെയ്യുന്നത് അടുത്തൊരു സ്റ്റേറ്റ്മെന്റിലേക്കുള്ള ഇൻട്രോഡക്ടറി ആയിട്ടുള്ള കാര്യമായിട്ടാണ് ഇയാൾ പറയുന്നത്. എന്നിട്ട് ഇയാൾ പറയാണ്, അതുകൊണ്ട് ഗർഭത്തിന് കാരണക്കാരൻ ഇയാളാണെന്ന് ആയിരിക്കാമെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ആ ഫ്യൂണറിൽ വന്ന ആളുകളുടെ ഷൂസ് പരിശോധിച്ചു അല്ലെ. അപ്പൊ ഷൂസ് പരിശോധിച്ചു, അതില് ഈ പ്രതിയുടെ ഷൂസ് വളരെ ഐഡന്റിക്കൽ ആയിട്ട് മനസ്സിലായി. ഞാൻ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തു.
അപ്പൊ അതിലേക്ക് പോകുന്നത്, ആ ഇൻഫറൻസിലേക്ക് പോകുന്നതിനുള്ള ഇൻട്രോഡക്ടറി ഫാക്ട് ആണ്. അല്ല, എനിക്കങ്ങനെ സംശയം തോന്നാനുള്ള കാരണം ഇതാണ്. ഇയാളായിരിക്കാം ഇതിന് കാരണക്കാരനായിരിക്കാം. അപ്പൊ ആ ഗർഭത്തിന് കാരണത്തിന് അയാള് ചെറിയ ചെറിയ വില്ലേജാണ്. അപ്പൊ ആ വില്ലേജിൽ എല്ലാവരും തന്നെ, എല്ലാ ആണുങ്ങളും തന്നെ അവിടെ ഫ്യൂണറിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താ, വരാത്ത ആൾക്കാരെ സംശയിക്കും. അവിടുത്തെ ഇമ്മീഡിയറ്റ് വിസിനിറ്റിയുള്ള വരാത്ത ആൾക്കാരെ സംശയിക്കും. അതുകൊണ്ട് എല്ലാവരും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ അവിടെ ഷൂസ് പരിശോധിക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഷൂസ് പരിശോധിച്ചതിൽ നിന്ന് എനിക്ക് ഇയാളുടെ ഷൂസ് ആണെന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. അപ്പൊ ആ ഫാക്ടിലേക്ക് പോകുന്ന ഇൻട്രോഡക്ടറി ഫാക്ട് ആണ് ഇയാൾ നേരത്തെ പറഞ്ഞത്. ഗർഭത്തിന് കാരണക്കാരനായിരിക്കാം എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഷൂസുകൾ പരിശോധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പരിശോധിച്ചതിൽ നിന്ന് എനിക്ക് ഷൂസ് കിട്ടി. ഷൂസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലോ ആബ്സൊല്യൂട്ട്ലി നോ റിലവൻസ്. അത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മുഴുവൻ വെറുതെ, ഇനി യാതൊരു റിലവൻസും ഇല്ല. പക്ഷെ ഷൂസ് കിട്ടി എന്നുള്ള, എങ്ങനെ ഷൂസ് കിട്ടി എന്നുള്ളതിന്റെ ഇൻട്രോഡക്ടറി ഫാക്ട് ആണ് എനിക്കങ്ങനെ സംശയം തോന്നി. ഞാൻ ഷൂസുകൾ പരിശോധിച്ചു. അപ്പൊ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്, അവിടെ വന്ന ആൾക്കാർ ഷൂസുകളൊക്കെ ഞാൻ പരിശോധിച്ചു. അപ്പൊ അടുത്ത ഒരാളെ കൊണ്ട് ഷൂസ് കിട്ടി. ആ ഷൂസാണ് ഇപ്പോൾ കോടതിയിലുള്ളത്. അപ്പൊ എന്താ, സെക്ഷൻ 9 അനുസരിച്ചിട്ട് ഷൂസിന്റെ ഐഡന്റിറ്റി ഈസ് ബീങ് പ്രൂവ്ഡ്. അതിനുശേഷം ഇയാൾ പറയാണ്, ഞാൻ ആ ഷൂസ് ഉണ്ടാക്കി ആളെ കണ്ടുപിടിച്ചു. അവിടെ പണ്ടൊക്കെ ഷൂസ് ഉണ്ടാക്കുകയാണല്ലോ, ഒരു വില്ലേജിൽ ഒരു ആൾക്കാർ ഷൂസ് മേക്കറാണ്. അപ്പൊ ഷൂ മേക്കറിനെ കണ്ടുപിടിച്ചു. അയാൾ പറഞ്ഞു ഇയാൾക്ക് ഉണ്ടാക്കി കൊടുത്ത ഷൂ ആണെന്ന് പറഞ്ഞു. ആ ഷൂവിന് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇത് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ സോള് പ്രത്യേക തരത്തിൽ ചെയ്തതാണ്. അതുകൊണ്ട് ഈ ഷൂ ആണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തത്. ആ ഷൂ ഞാൻ ഉണ്ടാക്കി കൊടുത്തത് ഇയാൾക്കാണ്. അപ്പൊ എന്തായി, ഐഡന്റിറ്റി ഓഫ് എ തിങ് ആയി. ആ തിങ് വഴി പേഴ്സൺസ് ഐഡന്റിറ്റി, ആ തിങ് ഇതിലേക്ക് ലീഡ് ചെയ്തത് ലീഡ്സ് ടു ദ ഐഡന്റിറ്റി ഓഫ് ദ പേഴ്സൺ. അതിനുശേഷം ഇയാൾ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാനന്ന് ജോലി സ്ഥലത്തായിരുന്നു എന്ന് പറയാം. പിന്നെ അയാൾ പറയാണ്, അപ്പൊ ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇയാളുടെ മുഖത്ത് പാടുകളൊക്കെ ഉണ്ട്, ഫൈറ്റ് നടന്നതിന്റെ പാടുകളുണ്ട്. അപ്പൊ ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാനന്ന് കാട്ടിലെ പഴങ്ങൾ എടുക്കാനായിട്ട് പോയിരുന്നു. അപ്പൊ അവിടെ ചില്ല തട്ടിയിട്ട് മുറിഞ്ഞതാണ്. ഞാനന്ന് ജോലി സ്ഥലത്ത് തന്നെ ആയിരുന്നു എന്ന് പറയാം. ജോലി സ്ഥലത്തുണ്ടായിരുന്ന ആൾക്കാരെ എക്സാമിൻ ചെയ്തു. അപ്പൊ അവർ പറയുന്നത് ശരിയാണ്, ഇയാളോട് ഉണ്ടായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് ഞങ്ങൾ വണ്ടിയായിട്ട് വേറെ സ്ഥലത്ത് ഒരു കൊല്ലന്റെ അടുത്ത് പോയിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഇയാളിപ്പോ വരാന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചു വന്നു. അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അയാൾ അത്യാവശ്യ കാര്യത്തിനായിട്ട് അടുത്ത സ്ഥലം വരെ പോയതാണ്. അയാൾക്ക് അതിനുശേഷം അവിടെ നിന്ന് കുറച്ച് പഴങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. പഴങ്ങളൊക്കെ പറിച്ചിട്ടാണ് ഇയാൾ തിരിച്ചു വന്നത്. അതുകൊണ്ടാണ് അയാൾക്ക് വരാനായിട്ട് ഡിലേ ഉണ്ടായത് എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറയുന്നത് ആ വീടിനടുത്താണ്, ഈ കൊലപാതകം നടന്നതിന് വീടിനടുത്തുള്ള സ്ഥലത്താണ് ഇയാൾ ഇറങ്ങിപ്പോയി എന്ന് പറയുന്നത്. അപ്പൊ എന്താ, അപ്പൊ ആ സാക്ഷികൾ പറയാണ്, ഇയാളോട് ജോലിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള ശരിയാണ്. ഇടയ്ക്ക് ഞങ്ങൾ അന്ന് പുറത്തു പോയിരുന്നു, വണ്ടിയായിട്ട് പുറത്തു പോയിരുന്നു. ആ പോകുന്ന സമയത്ത് ഇയാളൊരു അരമണിക്കൂർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്താ ഇറങ്ങിപ്പോയി എന്നുള്ള ഫാക്ട് എന്തായിരിക്കും? ആ മരിച്ച ടൈമിൽ അയാളുടെ അവിടുത്തെ പ്രസൻസ്. അപ്പൊ ഇവിടെ ഏത് സെക്ഷനിലായത് വരുന്നത്? അയാൾ ആ പരിസരത്ത് ഉണ്ടായിരുന്നു. സെക്ഷൻ 7 അല്ലേ? അലിബി ആണ് അയാൾ ട്രൈ ചെയ്യണത്. ഞാൻ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അയാളുടെ അലിബി പ്ലേ ചെയ്തതാണ്. പക്ഷെ അവര് പറയാണ്, ഞങ്ങളുടെ കൂടെ ജോലിക്കുണ്ടായിരുന്നുള്ള ശരിയാണ്, ഇടയ്ക്ക് ഞങ്ങൾ വണ്ടിയായിട്ട് പോയി. ആ സമയത്ത് ഈ ഭാഗത്ത് എത്തിയപ്പോ, ഈ പരിസരത്ത് എത്തിയപ്പോൾ കുറച്ചു നേരം വണ്ടി നിർത്താൻ പറഞ്ഞു. വണ്ടി നിർത്തിയിട്ട് അയാൾ പോയിട്ട് പോരാന്ന് പറഞ്ഞു. പോയി 1 അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. അപ്പൊ അത് അലിബി എന്നുള്ള പ്രതിയുടെ ഡിഫൻസിനെ റിബട്ട് ചെയ്യുന്ന ഒരു കോൺട്രാ എവിഡൻസ് ആണ് ഇവർ പറയുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അതെന്താ, അതാണ് അയാളുടെ ഒക്കേഷണൽ. സെക്ഷൻ 8 പ്രീവിയസ് കണ്ടക്ട് വരുമോ? എനിക്കിപ്പം കൺഫ്യൂസ്ഡ് ആവുക രണ്ട് സെക്ഷന്റെ ഒരു ഒക്കേഷനും അല്ലെ, ഒക്കേഷൻ പ്രീവിയസ് കണ്ടന്റും വരുമ്പോ മീൻസ് ഏത് അപ്ലൈ ചെയ്യുന്നുള്ള ഒരു കൺഫ്യൂഷൻ. കുഴപ്പമില്ലാന്ന് പറയല്ലേ എന്ന് പറഞ്ഞാൽ ഇത് ഇൻട്രോഡക്ടറി ആണ്, കോസ് ആണ്, ഒക്കേഷൻ ആണ്, അഫോർഡർ ആൻഡ് ഓപ്പർച്യൂണിറ്റി ആണ്. അല്ല, അതെല്ലാം ആണ്. ഇയാളുടെ കോണ്ടാക്ട് പ്രീവിയസ് കോണ്ടാക്ട് ആണ്. നേരത്തെ ഇപ്പൊ ആരാ പറഞ്ഞു? അബ്രേമിയ പറഞ്ഞു 6 വേണമെങ്കിൽ 6 പക്ഷെ അയാളെ ശേഷം അതിനുശേഷം തിരിച്ചു ഓടി വരുന്നത് 6 വരെ. 6 വേണമെങ്കിൽ വരാം. പക്ഷെ 6 പക്ഷെ ഷുഡ് ബി സോ ക്ലോസ്ലി കണക്റ്റഡ്. അതിനുശേഷം അയാൾ ഓടി വരുന്ന കണ്ടെന്ന് പറഞ്ഞാൽ 6 വരാം. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അടുത്ത സ്റ്റേറ്റ്മെന്റ് അതാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റിലെ ആ ഒരു വാക്ക് ഇൻക്ലൂഡ് ആണ്. അപ്പൊ ഈ പറഞ്ഞത് സെക്ഷൻ 7 വരുന്ന തരത്തിലുള്ള ഒക്കേഷൻ ആണ്, സ്റ്റേറ്റ് ഓഫ് തിങ്സ് അണ്ടർ വിച്ച് ഹാപ്പൻഡ് ആണ്, അഫോർഡഡ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആണ്. എന്താണ് നേരത്തെ ഇപ്പൊ ആരാ പറഞ്ഞത്? അലിബി അല്ലേന്ന് ചോദിച്ചു. അലിബി ആണ് അയാളുടെ പ്ലീ. അലിബി എന്നുള്ള അയാളുടെ പ്ലീനെ റിബട്ട് ചെയ്യുന്നൊരു ഇൻഫറൻസ് ആണ്. സെക്ഷൻ 9 നമ്മൾ നേരത്തെ കണ്ടു, സപ്പോർട്ട് ഓർ റിബട്ട് ആൻഡ് ഇൻഫറൻസ് സജസ്റ്റ് ബൈ എ ഫാക്ട്.
ഫാക്ട് ഇഷ്യൂ. അയാൾ പറയാണ് ഞാൻ ജോലി സ്ഥലത്തായിരുന്നു എന്ന് പറയാണ്, LEB പ്ലീഡ് ചെയ്യാണ്. അത് റിബട്ട് ചെയ്യുന്ന ഒരു ഇൻഫറൻസ് ആണ് അയാൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, അയാൾ ആ സംഭവ സ്ഥലത്തിനെത്തിയപ്പോൾ അയാൾ കുറച്ചു നേരത്തേക്ക് ഇപ്പോൾ വരാന്നുകൊണ്ട് അയാൾ ഓടി പോയി, എന്നിട്ട് അയാൾ തിരിച്ചു വന്നു എന്നുള്ളത് ദാറ്റ് റിബട്ട്സ് ആൻ ഇൻഫറൻസ് ഓഫ് LEB. ആ LEB എന്നുള്ള ഇൻഫറൻസ് റിബട്ട് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പൊ പറഞ്ഞത്. സാർ അപ്പോ പ്രതി ആ സമയത്ത് ഒരു അരമണിക്കൂർ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നില്ലേ? അരമണിക്കൂർ പ്രതി അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നില്ലേ? ഹലോ, അപ്പൊ അത് പറയുമ്പോ അരമണിക്കൂർ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോ അത് പ്രതിക്ക് വരുമോ ബേർൺ ഓഫ് പ്രൂഫ് 106 പ്രകാരം സ്പെഷ്യൽ നോളജ്? അത് പ്രതി പറയുന്നത് വെച്ചാൽ ഞാനവിടെ ഫുൾ ടൈം ഞാൻ ജോലിയിൽ ഉണ്ടായിരുന്നാണ് പ്രതി പറയുന്നത്. അവിടെ പുറത്തു പോയില്ല പ്രതി പറയുന്നത്. അപ്പൊ പുറത്ത് പോയിന്ന് ഒരു എവിഡൻസ് വന്നു കഴിഞ്ഞു വെച്ചാൽ പ്രതി 106 പ്രകാരം സ്പെഷ്യൽ നോളേജിന്റെ ഇത് വരുമോ? സ്പെഷ്യൽ 103 നോക്കിയാൽ അത് ഫാക്ട് ആണ്. സ്പെഷ്യൽ നോളേജ് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമല്ലേ അയാൾ പുറത്തു പോയത്, അയാളുടെ ജോലിക്കാർക്ക് അറിയാവുന്നതല്ലേ? അതെ അതന്നെ. പക്ഷെ പോയിന്നുള്ള കാര്യം ജോലിക്കാർക്ക് അറിയാം. പക്ഷെ ആ സമയത്ത് എവിടെയായിരുന്നു പ്രതി, എന്ത് ചെയ്യായിരുന്നു എന്ന് പ്രതിയുടെ സ്പെഷ്യൽ നോളേജ് അല്ലേ? അപ്പൊ 106 പ്രകാരം പ്രതി ആ സ്പെഷ്യൽ നോളേജ് എക്സ്പ്ലനേഷൻ 103 ആണോ? 106 ഓക്കെ വിതിൻ ദ നോളജ്, വിതിൻ ദ നോളജ്, എസ്പെഷ്യലി വിതിൻ ദ നോളജ് എന്ന് വാക്കുണ്ട്. എസ്പെഷ്യലി വിതിൻ ദ നോളജ്, അതായത് അയാൾക്ക് മാത്രം അറിയാം. സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉദ്ദേശിക്കുന്നത്. ഇത് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ല. ഐ വാസ് ഫാക്ട്. ഞാൻ ഫാക്ട് ആണ്, 103 ആണ്. അപ്പോട്ടെ, അപ്പൊ അത് ഇറ്റ് ഇസ് ഫോർ ഹിം ടു സേ. അപ്പൊ അയാൾ പറയാണ്, ഡിഫൻസിൽ അയാൾ പറയാണ് ഞാൻ അന്ന് ഫുൾ ടൈം അവിടെ കടയിൽ തന്നെ ആയിരുന്നു എന്ന് പറയാണ്. മറ്റൊരു പറയാണ് കടയുടെ അടുത്ത് പോയി, ഞങ്ങളെല്ലാവരും കൂടി വണ്ടിയിൽ പോയ സമയത്ത് ഈ ഭാഗത്ത് എത്തിയപ്പോൾ അയാളോട് വണ്ടി നിർത്താൻ പറഞ്ഞു, നിർത്തിയിട്ട് ഇപ്പൊ വരാന്നുകൊണ്ട് പോയി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ കുറച്ച് പഴങ്ങളും കൂടി കളക്ട് ചെയ്യാണ്ടായിരുന്നു, അവിടെ പോയതാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താ അത് ഈ പറഞ്ഞ ഇതിലെ സെക്ഷനിൽ കൂടി സെക്ഷൻ 7 വന്നു, കോണ്ടാക്റ്റിൽ വന്നു, സെക്ഷൻ 9 വരുന്ന അയാളുടെ തിയറി ഓഫ് LEBനെ റിബട്ട് ചെയ്യുന്ന ഒരു ഇൻഫറൻസും കൂടി. അപ്പൊ സെക്ഷൻ 9 കൂടി അത് വന്നു. എന്നിട്ട് ഇവർ പറയാണ് ഇയാൾ വരുന്ന സമയത്ത് ഇയാളുടെ കാലിലും എല്ലാത്തിനും നിറയെ ചെളിയായിരുന്നു. എന്താ ചെളിയായിരുന്നു? എന്താ ഇയാള് ഓടി വന്നാണ് അല്ലെ? അപ്പൊ എന്താ ഓടി വന്നിട്ടാണ് ഇയാളെ ചവിട്ടിട്ട് ദേഹം മുഴുവൻ ദേഹത്തും ഷൂസിലൊക്കെ ചെളിയായിട്ടാണ് ഇയാൾ ഓടി വന്നത്. അതെന്താ? സെക്ഷൻ 6 അല്ലെ? ഇപ്പൊ ആരാ പറഞ്ഞ സെക്ഷൻ 6 പറഞ്ഞ? അതെ. അപ്പൊ സെക്ഷൻ 6 ആണ് അല്ലെ? അയാള് ചെറിയ കണ്ട് കാലിട്ട് ഓടി വരാണ്. അപ്പൊ രജിസ്റ്റർ ആണ് അല്ലെ? സബ്സിക്വന്റ് കോണ്ടാക്റ്റും ആണ്. സംഭവം കഴിഞ്ഞിട്ട് കാല് നിറയെ ചെളിയാണ്. അതെന്താ? എഫക്റ്റ് ആണ്, ചെളിയിൽ ചവിട്ടുന്നതിന്റെ എഫക്റ്റ് ആണ്. അങ്ങനെ ചെളിയിൽ ചവിട്ടാൻ കാര്യം എന്താ? റോട്ടിൽ നിന്ന് കാല് തന്നാൻ കാര്യം എന്താ? അയാളെ ഇൻഫ്ലുവൻസ് ബൈ ദ ഫാക്ട് ഇഷ്യൂ കൊണ്ടാണ് അയാൾ അവിടെ നിന്ന് ഓടിയത് അല്ലെ? അപ്പൊ അത് നടന്നു വന്നാലും ചെളിയിൽ ചവിട്ടേണ്ട കാര്യമില്ല. അയാൾ ഓടി പെട്ടെന്ന് കാല് തന്നെ ചെളിയിൽ ചവിട്ടി. അപ്പൊ അത്രയും കാര്യങ്ങൾ ആണ് അവർ പറയുന്നത്. അതിനുശേഷം ഇയാളെ അറസ്റ്റ് ചെയ്തു. ഇയാളുടെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇയാൾ പറഞ്ഞു ഇയാളുടെ സ്റ്റോക്കിങ്സ് ഇയാളുടെ വീട്ടിൽ നിന്ന് കിട്ടി. അന്ന് ഉപയോഗിച്ചിരുന്നത് സ്റ്റോക്കിങ്സ് കിട്ടി. സ്റ്റോക്കിങ്സിനെ കുറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. നോക്കുമ്പോൾ അതിൽ ബ്ലഡ് കണ്ടു. ബ്ലഡ് കണ്ടപ്പോൾ ഇയാൾ പറഞ്ഞു, ഇയാളോട് ചോദിച്ചത് ഇതിൽ ബ്ലഡ് എന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു ഞാൻ അന്ന് കുതിരേനെ ബ്ലീഡ് ചെയ്യുന്ന സ്ഥലത്ത് പോയിരുന്നു, അവിടെ നിന്ന് അതിൽ ബ്ലഡ് ആയതാണെന്ന് പറഞ്ഞു. പക്ഷെ സബ്സിക്വന്റ് ആയിട്ട് നോക്കിയപ്പോൾ ആ കുതിരയുടെ അവിടുത്തെ കടയിലാണ് വിസ്തരിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു ഇയാളോട് വന്നതെന്നുള്ള ശരിയാണ്, പക്ഷെ കുതിരയുടെ ബ്ലഡ് ആകാനുള്ള യാതൊരു സാധ്യതയില്ല, ഇയാൾ കുറെ ദൂരെയാണ് നിന്നിരുന്നത്, അയാളോട് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള ശരിയാണ്, പക്ഷെ ഇതിന്റെ കുതിരയുടെ ബ്ലഡ് അല്ല എന്ന് അയാളുടെ വഴി പ്രൂവ് ചെയ്യുന്നു. പിന്നെ സയന്റിഫിക് എവിഡൻസ് നോക്കുമ്പോഴും അത് ആനിമൽ ബ്ലഡ് അല്ല, ഹ്യൂമൻ ബ്ലഡ് ആണ്. അപ്പൊ ഹ്യൂമൻ ബ്ലഡ് ആണെങ്കിൽ ആരുടെ ആയിരിക്കാം? അല്ല വിക്ടിമിന്റെ ആകാം, അല്ലെങ്കിൽ ആ ഇൻസിഡന്റിൽ വെച്ച് ഇയാൾക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ആകാം. അത് ആനിമൽ ബ്ലഡ് അല്ല. അപ്പൊ ഇയാളുടെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഇത് കുതിരേന്റെ ബ്ലഡ് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ പോയപ്പോഴുള്ള ബ്ലഡ് ആണ്. അതെങ്ങനെ പ്രൂവ് ചെയ്യാം? അത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? അത് അഡ്മിഷൻ ആണോ കൺഫെഷൻ ആണോ എന്താണത്? ഇയാളോട് ഇൻക്രിമേറ്റിംഗ് ആയിട്ടുള്ള കാര്യം ചോദിക്കുകയാണ് അല്ലെ? ഓൺസിലൊക്കെ ഇൻക്രിമേറ്റിംഗ് ആയിട്ടോ നിങ്ങളുടെ വീട്ടിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന സോക്സ്, ഒളിപ്പിച്ച് വെച്ച നിലയിൽ കിട്ടിയ സോക്സ് അല്ലെ ഹ്യൂമൻ ബ്ലഡ് കണ്ടു എന്ന് പറയണം. അപ്പൊ ഇയാൾ പറയാണ് അത് കുതിരേനെ ബ്ലഡ് എടുത്ത സ്ഥലത്ത് ഞാൻ പോയതാണ്, അവിടെ നിന്ന് കിട്ടിയ ബ്ലഡ്, അവിടെ നിന്ന് ആയ ബ്ലഡ് ആണ്, അത് ഹ്യൂമൻ ബ്ലഡ് അല്ല എന്ന് പറയാണ്. പക്ഷെ എക്സ്പെർട്ട് എവിഡൻസ് പറയാണ് ഇത് ഹ്യൂമൻ ബ്ലഡ് ആണ്. അപ്പൊ എന്താ അത്? അയാളുടെ സ്റ്റേറ്റ്മെന്റ് എന്താ? അത് അഡ്മിഷൻ ആണോ കൺഫെഷൻ ആണോ എന്താണത്? നേരത്തെ അഡ്മിഷന്റെ കാര്യം പറഞ്ഞാൽ സിവിൽ കേസിൽ മാത്രമേ വരുള്ളൂ നമ്മളാരും തർക്കം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അയാളുടെ
സിവിൽ കേസിൽ മാത്രമേ അഡ്മിഷൻ വരുള്ളൂ എന്ന് പറഞ്ഞു. ആരാ ഞാൻ? അഭിരമ്യ വീഡിയോ ഓൺ ചെയ്യും. അപ്പൊ സിവിൽ കേസിൽ മാത്രമാണ് വരുന്നത് ഈ അഡ്മിഷൻ. ഇതിൽ അഡ്മിഷന്റെ പാർട്ട് ഉണ്ടോ? ഇയാൾ പറഞ്ഞതില് അഡ്മിഷന്റെ പാർട്ട് ഉണ്ടോ? വേഗം പറയൂ, എന്താ ബുദ്ധിമുട്ട്? കറക്റ്റ് ഇപ്പൊ നമുക്ക് ഞാൻ ഉദ്ദേശിച്ച സർ അത് അവിടുത്തെ ആ ഒരു റെലവൻസ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞോ, ഇതിൽ അഡ്മിഷൻ ഉണ്ടോ ഇല്ലെന്ന് പറയാം. ഇപ്പൊ ഇയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ അഡ്മിഷൻ ഉണ്ടോ? ഉണ്ട്. എന്താ അഡ്മിഷൻ? അയാള് ഇപ്പം അയാളുടെ ഹൗസിന് ബ്ലീഡ് ചെയ്യാൻ പോയ സമയത്ത് അയാൾക്ക് അവിടെ നിന്ന് പറ്റി ബ്ലഡ് സ്റ്റെയിൻ ആണെന്ന് പറയുന്നത് അയാള് പറയുന്നത്. പക്ഷെ അദ്ദേഹം അതാണ് സ്റ്റേറ്റ്മെന്റ്. അതിൽ അഡ്മിഷൻ ഏതാണ്? അഡ്മിഷൻ പാർട്ട് ഏതാണ്? ഇറ്റ് വാസ് ബ്ലഡ് അല്ലേ? അത് ബ്ലഡ് ആണെന്നുള്ള അഡ്മിഷൻ അല്ലേ? അല്ല ഇയാൾ പറയണത് പെയിന്റ് ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ എലമെന്റ് ഓഫ് അഡ്മിഷൻ. അയാൾ പറയണത് ഞാൻ പെയിന്റ് അടിക്കാരനാണ്, അന്ന് പോയപ്പോ ചുവന്ന പെയിന്റ് ആണ് അടിച്ചത്, ആ ചുവന്ന പെയിന്റ് ആണ് എന്റെ ഹോസ്റ്റലിൽ കണ്ടത് എന്ന് പറഞ്ഞാൽ ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ അഡ്മിഷൻ അറ്റ് ഓൾ. അപ്പൊ ഇതിൽ ഇയാൾ ടു ദാറ്റ് എക്സ്റ്റെന്റ് ഹി ഹാസ് അഡ്മിറ്റഡ് അതിൽ ബ്ലഡ് ആണെന്നുള്ളത് അഡ്മിഷൻ ആണ്. പക്ഷെ പിന്നെ അയാൾ എന്ത് പറഞ്ഞു? അത് ഞാൻ കുതിരെടുത്ത് ബ്ലീഡ് ചെയ്യാൻ പോയപ്പോ പറ്റിയ ബ്ലഡ് ആണെന്ന് പറഞ്ഞു. അത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ പ്രോസിക്യൂഷന്? അതെന്താണ്? അയാൾ അങ്ങനെ നുണ പറയാൻ കാര്യം എന്താ? That is a fact influenced by the conduct. അല്ലെ, ഫാക്ടിന്റെ ഇഷ്യൂ അയാളുടെ കോണ്ടാക്ട് ആണ്. എന്ത് കോണ്ടാക്ട്? അയാൾ നുണ പറയുന്ന കോണ്ടാക്ട് ആണ്. എന്തിനാണ് നുണ പറയുന്നത്? സത്യം പറയാൻ പറ്റില്ല. എന്ത് സത്യം പറയാൻ പറ്റാത്തത്? അത് ആരുടെ ബ്ലഡാ? വിക്ടിമിന്റെ ബ്ലഡ് ആണ് അല്ലെ? വിക്ടിമിന്റെ ബ്ലഡ് ആയതുകൊണ്ട് അയാൾക്ക് സത്യം പറയാൻ പറ്റില്ല. സത്യം പറയാൻ പറ്റാത്ത കാരണം എന്താ? ഇയാൾക്കാണ് അതില് പങ്കുള്ളത്. ഇയാൾക്ക് പങ്കില്ലെങ്കിൽ വേഗം നേരിട്ട് പറയാമല്ലോ. വ്യക്തിപരമായ ബ്ലഡ് ആയിരിക്കും, ഞാനല്ല കൊന്നത്, എന്റെ പരിചയക്കാരാണ് കൊന്നത്, അല്ലെങ്കിൽ ആരാണ് കൊന്നതെന്ന് എനിക്കറിയാം എന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഇയാളെ കൊന്നതായതുകൊണ്ടും ഇയാളുടെ സബ്സിക്വന്റ് കോണ്ടാക്ട് ആണ്. എന്ത് കോണ്ടാക്ട്? നുണ പറയുന്ന കോണ്ടാക്ട് അല്ലെ? ഹി വാണ്ട്സ് ടു ക്രിയേറ്റ് ആൻ ഇൻഫറൻസ് ഇൻ ഹിസ് ഫേവർ. ഇയാൾക്ക് അനുകൂലമായിട്ടുള്ള സിറ്റുവേഷൻ ഇയാൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കാൻ കാരണം എന്താ? ദാറ്റ് ഈസ് സബ്സിക്വന്റ് കോണ്ടാക്ട്. ആ കോണ്ടാക്ടിന്റെ കാര്യം എന്താ? ദാറ്റ് കോണ്ടാക്ട് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഫാക്ടിൻ ഇഷ്യൂ. നമ്മൾ സെക്ഷൻ 8 ലൈൻ വന്നപ്പോ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം. Influenced by the fact issue ആണ്. Fact issue എന്താ? Whether this person has murdered the other man, other girl. അതാണ് fact issue. അതിന്റെ എഫക്ട് എന്താ? ആ മർഡറിന്റെ എഫക്ട് എന്താ? ബ്ലഡ്. ആ ബ്ലഡ് എവിടെ കണ്ടു? സോക്സിൽ കണ്ടു. ആ സോക്സ് ഇയാളുടെ ആണെന്ന് എങ്ങനെ മനസ്സിലായി? ഇയാൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഒളിപ്പിച്ചു വെച്ചാൽ കാര്യം എന്താ? ഇയാളുടെ കോൺടാക്ട് ആണ്. അപ്പൊ സെക്ഷൻ 8 വരും, സെക്ഷൻ 7 വരും, സെക്ഷൻ 9 വരും അല്ലെ? ഐഡന്റിറ്റി ഓഫ് ദ സോക്സ് വിച്ച് ഗോസ് ടു ദ ഐഡന്റിറ്റി ഓഫ് ദ പേഴ്സൺ അല്ലെ? അപ്പൊ സെക്ഷൻ 7 8 9 വരാം. പ്രൂഫ് ഏതിന്റെ പ്രൂഫ്? ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ആനിമൽ ബ്ലഡ്, ഇറ്റ് ഈസ് ഹ്യൂമൻ ബ്ലഡ്. അപ്പൊ എന്റെ ഇൻഫ്ലുവൻസ് എന്താ? ഇയാൾ നുണ പറഞ്ഞു. ഇയാൾ എന്തിനാ നുണ പറഞ്ഞത്? ഹി വാസ് ട്രൈയിങ് ടു ക്രിയേറ്റ് ആൻ സിറ്റുവേഷൻ ഇൻ ഹിസ് ഫേവർ. എന്തിനാ? അല്ലെങ്കിൽ എന്ത് പറ്റും? സത്യം പറഞ്ഞാൽ എന്ത് പറ്റും? ഹി വിൽ ബി ട്രാപ്ഡ്. കാര്യം എന്താ? ഹി ഈസ് ദ മർഡറർ. അങ്ങനെ നമ്മൾ ഡിഡക്റ്റീവ് മെത്തേഡ് ഉപയോഗിക്കുന്നത് അങ്ങനെ. അപ്പൊ അതാണ് സെക്ഷൻ 8 വരുന്നത്. സെക്ഷൻ 8 ഇല്ലസ്ട്രേഷനിൽ അത് പറയുന്നുണ്ട്. ഇല്ലസ്ട്രേഷൻ ഐയും ഇയും നോക്കിയാൽ അറിയാം. The fact 8ന്റെ E ആണ് വായിക്കുന്നത്. Facts that either before or at the time or after the alleged crime a proved evidence which would tend to give to the facts of the case an appearance favorable to himself. അല്ലെ? ഇയാൾക്ക് അനുകൂലമായിട്ട് ഫേവറബിൾ ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ഉണ്ടാക്കാൻ നോക്കുകയാണ് ഇയാൾ. എന്താ? അത് ഹ്യൂമൻ ബ്ലഡ് അല്ല എന്നുള്ളതാണ് പറയുന്നത്. He was trying to create an appearance which is favorable to himself. So that is a conduct influenced by the fact issue. അതിനുശേഷം അപ്പൊ ഇത്രയും സാധനങ്ങൾ ആയി കഴിഞ്ഞപ്പോ പിന്നെ അവിടെ അടുത്തുള്ള ആൾക്കാർ പറയാണ് ആ കുട്ടിക്ക് കുറച്ച് ബുദ്ധിക്കുറവുള്ള കുട്ടിയാണ്, അവരെ ഞങ്ങൾ നേരത്തെ ഒരുമിച്ച് കണ്ടിട്ടുണ്ട് എന്ന് പറയാം. അപ്പൊ എന്താ ആ ബുദ്ധിക്കുറവുള്ള കുട്ടിയാന്നുള്ളതിന് എന്താ റിലവൻസ് ഉള്ളത്? എന്തെങ്കിലും റിലവൻസ് ഉണ്ടോ? ആ ഒരു സ്റ്റേറ്റ്മെന്റ് പേരൻസും പറയണ കുട്ടി കുറച്ച് ബുദ്ധി കുറവുള്ള കുട്ടിയായിരുന്നു എന്ന് പറയാം. അതിന് എന്തെങ്കിലും റിലവൻസ് ഉണ്ടോ? അല്ലല്ല, കുട്ടിക്ക്, പെൺകുട്ടിക്ക്. പെൺകുട്ടിക്ക് ഏതാ? അതായത് ഇയാൾക്ക് അങ്ങനെ ഒരു സംഭവം ചെയ്യാനും ഒരു കോസാണ് അല്ലെ? അതിനുള്ള ഒക്കേഷനാണ്
അല്ലെ സ്റ്റേറ്റ് ഓഫ് തിങ് അണ്ടർ വിച്ച് ഹാപ്പൻഡ് ആണ്. ആ കുട്ടി കുറച്ച് ബുദ്ധി കുറവുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ സമ്മതിക്കാനും അത് മൂലം ഗർഭം ഉണ്ടാകാനും ആ ഗർഭം ആ കുട്ടി അറിയാണ്ട് പോലും പോയിട്ടുണ്ടാകും, അല്ലെ ആ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ അതെല്ലാം അയാളുടെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് തിങ് ആണ്. പ്ലസ് എന്തായിരിക്കാം വേറൊരു സജഷൻ, വേറെ ഇൻഫ്ലുവൻസ് കൊണ്ട് ചെല്ലുന്നത് പോസിബിൾ ആണ്. എന്താ, അതുകൊണ്ടായിരിക്കാം അയാൾ ആ കുട്ടിയെ കല്യാണം കഴിക്കാത്തത്, അല്ലെ? ബുദ്ധി കുറവുള്ള കുട്ടിയാണ്, അയാൾക്ക് മിസ്യൂസ് ദാറ്റ് പേഴ്സൺ, ഹി മേ നോട്ട് ബി ഇൻട്രസ്റ്റഡ് ഇൻ മാരിയിങ് ദാറ്റ് ഗേൾ. അപ്പൊ അതും ദാറ്റ് ഓൾസോ ഗിവ്സ് എ സജഷൻ ഓഫ് അല്ലെങ്കിൽ ഒരു ഇൻഫറൻസ് ഓഫ് മോട്ടീവ്. അതുകൊണ്ട് മാത്രമാണെന്നില്ല, ദാറ്റ് ഇസ് ഓൺലി വൺ ഓഫ് ദ സർക്കംസ്റ്റൻസസ് വിച്ച് ക്യാൻ ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ അണ്ടർ സെക്ഷൻ 7 അല്ലെങ്കിൽ അണ്ടർ സെക്ഷൻ 9. ഇൻട്രൊഡക്ടറി ഫാക്ട് ആകാം, അല്ലെങ്കിൽ അയാളുടെ കോസ് ആകാം. അപ്പൊ ഇത്രയും സംഭവങ്ങൾ പ്രൂവ് ചെയ്തപ്പോഴാണ് ആ കേസിലേക്ക് കൺവിഷൻ പോയത്. അപ്പൊ നോക്ക് ഇതില് ഏതൊക്കെ സെക്ഷൻസ് വന്നു? 6, 7, 8, 9 അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞ ഓരോ സെക്ഷനും, പിന്നെ സെക്ഷൻ 45 എക്സ്പെർട്ട് എവിഡൻസ്. അപ്പൊ ഓരോ സ്റ്റേറ്റ്മെന്റും ഓരോ വിറ്റ്നസും അതിന് അതിൻ്റെതായിട്ടുള്ള റിലവൻസ് ഉണ്ട്. അപ്പൊ എന്തൊക്കെ പ്രൂവ് ചെയ്തു ഇത്രയും സ്റ്റേറ്റ്മെന്റിൽ കൂടി? അല്ല, മോട്ടീവ് പ്രൂവ് ചെയ്തു. മോട്ടീവ് എങ്ങനെ പ്രൂവ് ചെയ്തു? പ്രഗ്നൻസിയിൽ കൂടി പ്രൂവ് ചെയ്തു, അല്ലെ? പിന്നെ ആ കുട്ടിക്ക് ബുദ്ധിക്കുറവുണ്ടായിരുന്നെന്നും ഇവരെ പലപ്പോഴും ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. ഓപ്പർച്യൂണിറ്റി ആര് പ്രൂവ് ചെയ്തു? അച്ഛനും അമ്മയും പറഞ്ഞു ഞങ്ങൾ അന്ന് സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല, അല്ലെ? ഒക്കേഷൻ ആര് പ്രൂവ് ചെയ്തു? ഒന്ന് ഇവർ പറഞ്ഞതിൽ തന്നെ ഒക്കേഷൻ ഉണ്ട്, പ്ലസ് ഇയാളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഞങ്ങളുടെ കൂടെയാണ് വന്നത്, ഇടയ്ക്ക് കുറച്ചു നേരം അയാൾ അവിടെ നിന്ന് പോയി. പിന്നെ അയാൾ ലെഫ്റ്റ് ഹാൻഡഡ് ആണ്, ഈ വൂൺ കട്ട് കാണുന്നത് ലെഫ്റ്റ് ഹാൻഡർ ആണ്. അപ്പൊ ഇയാളും ലെഫ്റ്റ് ഹാൻഡർ ആണെന്നുള്ളത് ഒരു പ്രൂവ് ചെയ്യുന്നുണ്ട്. അതാരുടെ എവിഡൻസാ? എക്സ്പെർട്ട് എവിഡൻസ്, അല്ലെ? ഈ സോക്സിൽ കണ്ടത് ബ്ലഡ് സ്റ്റെയിൻസ് ആനിമൽ ബ്ലഡ് ആയിരുന്നു, അല്ല സോറി ആനിമൽ ബ്ലഡ് ആയിരുന്നില്ല. അതിന്റെ ഡിഫറൻസ് എന്താ? അയാളുടെ സബ്സിക്വന്റ് കോണ്ടാക്ട് ഓഫ് ലൈൻ ഒന്ന്, പ്ലസ് ഹ്യൂമൻ ബ്ലഡ് ആയിരുന്നു, അല്ലെ? അപ്പൊ ഈ വിക്ടിമിന്റെ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ആകാം. ആ ഹ്യൂമൻ ബ്ലഡ് ഉള്ളത് കൊണ്ടാണ് അയാൾ അത് കൺസീൽ ചെയ്തത്, ഒളിച്ചു വെച്ചത്. പിന്നെന്താ? ഷൂസ്, അല്ലെ? ഷൂസിന്റെ ഐഡന്റിറ്റി പ്രൂവ് ചെയ്തു. അപ്പൊ എന്തായി? സെക്ഷൻ 9 വന്നു, ഇയാളുടെ ഷൂസ് ആണെന്ന് ഷൂ മേക്കർ പറഞ്ഞു, പ്ലസ് ഇയാള് അവിടെ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഇൻസിഡന്റ് ഇയാളോട് വന്നതിന്റെ ഒരു തെളിവായിട്ട് ആ ഷൂ മാർക്കുകൾ അവിടെ കണ്ടു. പിറ്റേ ദിവസം ഫ്യൂണറലിന്റെ സമയത്ത് അവിടെ വെച്ച് തന്നെ ഈ ഷൂ അയാളുടെ കാലിൽ നിന്ന് പിടിച്ചു. പിന്നെ ഇതിൽ കൊണ്ട് ബ്ലഡുകള്, ഇയാൾ പറഞ്ഞ നുണകള്, ഹി വാസ് ഫൗണ്ട് നിയർ ദ പ്ലേസ്. അപ്പൊ ഇത്രയും സാധനങ്ങൾ വന്നപ്പോ ദാറ്റ് എൻഡഡ് ഇൻ ദ കൺവിക്ഷൻ ഓഫ് ദ അക്യൂസ്ഡ്. അപ്പൊ ഈ തരത്തിലാണ് ക്രിമിനൽ ട്രയൽ നടക്കുന്നത്. ഇങ്ങനെയാണ് നമ്മളിപ്പോ ധാരാളം കേസുകൾ നമ്മൾ ഓരോ സാക്ഷികളൊന്നും പറയുന്നത് കാണാം. ആ സാക്ഷികൾ പറയുന്നതിൽ ഇത്തരത്തിൽ ഏതെങ്കിലും എവിഡൻസ് ആക്ടിന്റെ ഏതെങ്കിലും ഭാഗത്തിൽ അഡ്മിസിബിൾ ആണെങ്കിൽ മാത്രമേ അത് ട്രയലിലേക്ക് എടുക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ചാപ്റ്റർ ഓഫ് റിലവൻസ് അതാണ്. ചാപ്റ്റർ ഓഫ് റിലവൻസിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്ത എല്ലാ കാര്യങ്ങളും ഡിഫൻസ് ഒബ്ജക്ട് ചെയ്യും. അങ്ങനെ ഒബ്ജക്ഷൻ കഴിഞ്ഞിട്ട് സിനിമയിലൊക്കെ കണ്ടിട്ടില്ല, ഐ ഒബ്ജക്റ്റീവ് റോൾ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. എന്നാലും നമ്മൾ ഒബ്ജക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അവർ ചോദിക്കുക ഏത് സെക്ഷനാന്ന് ചോദിക്കും, എവിടെയാണ് റിലവൻസി, എവിടെയാണ് തർക്കം എന്ന് ചോദിച്ചിട്ട് അത് എഴുതിയിട്ട് ചില ജഡ്ജസ് അത് എഴുതിയിട്ട് അപ്പൊ തന്നെ റൂൾ ചെയ്യും. അതിൽ ഒബ്ജക്ഷൻ സസ്റ്റെയിൻ, അത് സിനിമയിലൊക്കെ ഉണ്ട്. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ, ഒബ്ജക്ഷൻ ഓവർ റൂൾഡ് എന്നൊക്കെയാണ്. അതങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ, അതിൽ എഴുതണം, ഡെപ്പോസിഷനിൽ എഴുതുവർ എന്ത് കാരണം കൊണ്ടാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്, എന്ത് കാരണം കൊണ്ടാണ് ഓവർ റൂൾ ചെയ്യുന്നത്, അങ്ങനെ എഴുതിയിട്ടാണ് ട്രയലിൽ പോകുന്നത്. അപ്പൊ ഇതാണ് ഒരു ക്രിമിനൽ ട്രയൽ, അല്ലെ? ഇപ്പൊ നമുക്കൊരു ട്രയൽ കണ്ട ഒരു സിറ്റുവേഷൻ ആണ്, അല്ലെ? ഇതെങ്ങനെയാണ് ക്രിമിനൽ ട്രയലിൽ എവിഡൻസ് ആക്ട് വർക്ക് ചെയ്യുന്നത്, എവിഡൻസ് ആക്ടിന്റെ സ്കീം ഇതാണ്. ഇത്ര മാത്രം നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അല്ല കട്ടിയായിട്ട് ഇതിന്റെ എവിഡൻസ് ആക്ടിനകത്തേക്ക് കയറാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനിയിപ്പോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ തന്നെ പഠിക്കുക. ട്രയലിന്റെ അപ്രോച്ച് എൻ്റയർലി ഡിഫറെന്റ് ആണ്. ഈ പറഞ്ഞ പോലെ ഒരു 6, 7, 8, 9 മേ ബി കോൺസ്പിറസി വരുന്ന കേസുകളിൽ 10, സ്റ്റേറ്റ്മെന്റ് വരുന്ന കേസുകളിൽ 14, ആക്സിഡന്റ് ആണോ അങ്ങനെയുള്ള തർക്കങ്ങൾ വരുമ്പോൾ 15, അങ്ങനെയുള്ള പിന്നെ കൺഫെഷൻസ് 24 മുതൽ 30 വരെയുള്ള കൺഫെഷന്റെ പാർട്ടുകൾ, പിന്നെ ചിലപ്പോൾ ഇതുപോലെ ക്രിമിനൽ കേസിലാണെങ്കിൽ തന്നെ അഡ്മിഷന്റെ പാർട്ടുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ക്രോസ് എക്സാമിനേഷന്റെ റൂൾസ്. ഇത്തരം കാര്യങ്ങളാണ് ക്രിമിനൽ ട്രയലിൽ വർക്ക് ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. ഒരു കാര്യം ചോദിച്ചോട്ടെ. സാറിന്റെ കൂടെ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ പേര് മഞ്ജുമ. സാർ ഓർക്കൊന്നും അറിയില്ല. കോഴിക്കോട് വന്നതാണ്. അപ്പൊ ഇപ്പൊ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നാളൊരു ദിവസം ക്ലാസ്സില് മിസ് എവിഡൻസും പഠിക്കുന്നുണ്ട്. ക്രിമിനൽ ലോയിലാണ് എല്ലാം പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഈ മെറ്റീരിയൽ ഒബ്ജക്റ്റും എവിഡൻസും രണ്ടാണോ, അതോ മെറ്റീരിയൽ ഒബ്ജക്റ്റിന്റെ എവിഡൻസിന്റെ അതേ വാല്യൂ ഉണ്ടോ? അങ്ങനെ ഒരു കാര്യം ചോദിക്കാനാണ്. മെറ്റീരിയൽ എവിഡൻസിനെ കുറിച്ച് എവിടെ പറയുന്നത്? അതായത് എവിടെ പറയുന്നത് മെറ്റീരിയൽ എവിഡൻസില്
അല്ല ഇപ്പൊ സാർ ക്ലാസ്സിൽ ഇപ്പൊ കേട്ടു 3 എവിഡൻസ് ആണുള്ളത്. ഒന്ന് ഓറൽ എവിഡൻസ്, ഡോക്യുമെന്ററി എവിഡൻസ്, മെറ്റീരിയൽ എവിഡൻസ്. അപ്പോ ഈ ദിലീപിന്റെ മറ്റേ കേസില് വീഡിയോ ക്ലിപ്പ്, ഭാവനയുടെ കേസില് വീഡിയോ ക്ലിപ്പ് ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആയിട്ടാണോ എവിഡൻസ് ആയിട്ടാണോ സബ്മിറ്റ് ചെയ്യണം, അങ്ങനത്തെ ഒരു കാര്യം ക്ലാസ്സിൽ പറയുണ്ടായി. അപ്പൊ അതിനെപ്പറ്റി അല്ല മെറ്റീരിയൽ ഒബ്ജക്റ്റ് എവിഡൻസ് രണ്ടാണോ മാത്സ്? ഒബ്ജക്റ്റ് ആയ സാധനം എവിഡൻസ് ആയിട്ട് ഇരയുടെ പേര് പറഞ്ഞൂടാ. അല്ല മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആയിട്ടൊരു സംഭവം ഇലക്ട്രോണിക് എവിഡൻസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അല്ല ഇപ്പൊ സംഭവം ഇപ്പൊ ഇലക്ട്രോണിക് എവിഡൻസിനെ കുറിച്ചാണ് സംശയം. അങ്ങനെ വേണം പറയാം. മെറ്റീരിയൽ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ കത്തി, വാളതൊക്കെ പെടുമല്ലോ. അപ്പൊ അത് മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എവിഡൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. രണ്ടും രണ്ടാണോ അത് ഒന്നാണോ എന്ന് അറിയാനാണ്. അതൊരു യാതൊരു ഡിഫറൻസിയേഷൻ ഉണ്ട് തമ്മിൽ. പ്രൊവൈസോ സെക്ഷൻ 60യുടെ പ്രൊവൈസോ നോക്കൂ. സെക്ഷൻ 60 മഞ്ജുമ വീഡിയോ ഓൺ ചെയ്തു ആളെ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലായി. സെക്ഷൻ 60 അടുക്കളയിലാണ്. അടുക്കളയിലാണ് കുഴപ്പമില്ല. അല്ല ഇവിടെ ഇത്തിരി വെളിച്ചം കുറവാണ്, മഴക്കാറായതുകൊണ്ട് അത് കുഴപ്പമില്ല. മഞ്ജുമയുടെ വെളിച്ചം കൊണ്ട് ഞങ്ങൾ മഞ്ജുമനെ കണ്ടോളാം. സെക്ഷൻ 60യുടെ പ്രൊവൈസോ provided also section 60 അവസാനത്തെ പ്രൊവൈസോ provided also that if oral evidence refers to the existence or condition of any material thing other than a document, the court may, if it thinks fit, require the protection. അല്ലെ, അപ്പൊ ഒരു മെറ്റീരിയൽ തിങ്ങിനെ കുറിച്ച് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇയാൾ പറയാണ് എന്നെ ഇയാൾ കത്തി കൊണ്ട് കുത്തി എന്ന് പറയാണ്. അപ്പൊ പ്രോസിക്യൂട്ടർ നിങ്ങൾ കത്തി കണ്ടാ അറിയാം ഏതാണ് കത്തി, അപ്പൊ ഇതാണ് കത്തി. അപ്പൊ അത് കത്തി എടുത്ത് കാണിച്ചു. അപ്പൊ ദ ഓറൽ എവിഡൻസ് റെഫേർഡ് ടു ദ എക്സിസ്റ്റൻസ് ഓഫ് എ നൈഫ് അല്ലെ, അതാണ് സെക്ഷൻ 60 പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോർട്ട് മേ, ഇഫ് ഇറ്റ് തിങ്സ് വിത്ത്, റിക്വയർ ദ പ്രൊഡക്ഷൻ ഓഫ് സച്ച് മെറ്റീരിയൽ തിങ്. അങ്ങനെ കാണിക്കുന്നു പറയാം, നോക്കട്ടെ എന്ന് പറയാം. കത്തി കാണിച്ചു അതെന്നാണെന്ന് അതെന്നെ മനസ്സിലായി. അതിനുശേഷം ഡോക്ടർ വന്നിട്ടുമ്പോ ഡോക്ടർ പറയാണ് അയ്യോ ഈ കത്തി കൊണ്ട് ഈ മുറിവ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന് വല്ല റിലവൻസ് ഉണ്ടോ? ഇയാൾ പറഞ്ഞതിന്റെ റിലവൻസ് പോയില്ലേ? അയാൾ പറഞ്ഞ ആ എവിഡൻസിന്റെ റിലവൻസ് പോയി. ഡോക്ടർ എന്താ പറയുന്നത്? ഈ കത്തി കൊണ്ട് ഈ മുറിവ് പറ്റില്ല എന്ന് പറയാം. ചീഫ് എക്സാമിനേഷനിലോ ക്രോസ് എക്സാമിനേഷനിലോ സമ്മതിക്കാം ഈ കത്തി കൊണ്ട് പറ്റില്ല എന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ ഒബ്ജക്റ്റിന്റെ ആ എവിഡൻസിന്റെ റിലവൻസ് പോയി. മറ്റൊരു തരത്തിലുള്ള ഇപ്പൊ മോള് ചോദിച്ചതില് വേറെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ എവിഡൻസ് പറയാം. അത് ശരിക്കും പറഞ്ഞാൽ ഡോക്യുമെന്ററി എവിഡൻസ് തന്നെയാണ്. ഇപ്പൊ ഒരു ജംഗ്ഷനിൽ ഒരു കൊലപാതകം നടക്കുക, ആ ജംഗ്ഷനിലെ കടയിലെ ഒരു CCTV വിഷ്വൽസ് ആണെന്നിരിക്കുക. അങ്ങനെയുള്ളതാണ് ഇപ്പൊ ഇപ്പോഴും നടക്കണം. അത് മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആണോ മറ്റേതാണ് ഡോക്യുമെന്റ് ആണോ? അത് ആ CCTVയെ സംബന്ധിച്ച് അത് പ്രോസിക്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാം. ചില സിറ്റുവേഷനിൽ പ്രോസിക്യൂഷൻ തന്നെ സപ്രസ് ചെയ്യും. അപ്പൊ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റിലവൻസ് എന്താണെന്ന് നോക്കാം. അത് വിറ്റ്നസ് പറയാണ്, സംഭവം കണ്ട് വിറ്റ്നസ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ വിറ്റ്നസ് പറയുകയാണ് ഇന്നൊക്കെ പോലെ കാര്യങ്ങൾ നടന്നു എന്ന് പറയാണ്. ആ സംഭവത്തിൽ യാതൊരു തരത്തിലുള്ള ബന്ധമില്ലാത്ത തരത്തിലാണ് വീഡിയോ ക്ലിപ്പിംഗ് എങ്കിലും വിറ്റ്നസ് പറയാണ് 2 പേരും കൂടി അടിച്ചു കൊന്നു എന്ന് പറയാണ്. വീഡിയോ ക്ലിപ്പിൽ കാണുന്നത് 4 പേരെ കാണുന്നു, 4 പേരും കൂടി അടിച്ചാണ് കൊന്നു. അപ്പൊ അതിൽ ഏതിന് വെയിറ്റേജ് കൊടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിന് വെയിറ്റേജ് കൊടുക്കും? അപ്പൊ എന്തായിരിക്കും കൂടുതൽ ഇൻഫറൻസ്? ഈ വിറ്റ്നസ് 2 പേരെ അടിച്ചു കൊന്നു വിറ്റ്നസ് പറയുന്നത് ശരിയാൻ സാധ്യതയില്ല. കാര്യം എന്താ? അതിൽ കാണുന്ന വിഷ്വൽസിൽ കാണുന്നത് ഡിഫറെന്റ് ആണ്, എൻ്റയർലി ഡിഫറെന്റ് ആണ്. അതിൽ 4 പേരും കൂടി അടിച്ചു കൊല്ലുന്നതാണ് കാണുന്നത്. അപ്പൊ അത് മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെറ്റീരിയൽ ഒബ്ജക്ട് എന്നുള്ളതിനൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാലും ദാറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ഡോക്യുമെന്റ് ആയിട്ട് തന്നെയാണ് എല്ലാവർക്കും കോപ്പി കൊടുക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് തരുന്നത്. പക്ഷെ സപ്പോസ് അതിന് മാനിപ്പുലേഷൻ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിലോ, ആ ഡോക്യുമെന്റ് ആ എവിഡൻസിൽ ആ വീഡിയോ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി നോ റിലവൻസ് അറ്റ് ഓൾ. അപ്പോൾ പക്ഷെ അത് വേറെ തരത്തിലാക്കാം. ഒരാൾ പറയാണ് ഈ CCTVയുടെ ആ കടയുടെ ഓണർ വന്ന് പറയാന്നിരിക്കുക, എന്റെ കടയുടെ മുകളിൽ CCTV ഉണ്ടായിരുന്നു, രാവിലെ പോലീസുകാർ വന്നിട്ട് എന്റെ അടുത്ത് അതെടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അത് ഞാൻ അതിന്റെ ഹാർഡ് ഡിസ്കും എല്ലാം കൂടി എടുത്ത് കൊടുത്തു. ആ ഹാർഡ് ഡിസ്കാണ് എപ്പോഴും കാണിച്ചത്. അവിടെ ഉണ്ടായിരുന്ന CCTVയില് ആ വിഷ്വൽസ് എടുക്കുന്ന സമയത്ത് എന്നെ സ്റ്റേഷനിൽ വിളിച്ചിരുന്നു. സ്റ്റേഷനിൽ വിളിച്ചിട്ട് എന്നെ കാണിച്ചു തന്നു, ഈ വിഷ്വൽസ് കാണിച്ചു തന്നു. ആ വിഷ്വൽസ് ആണ് ഞാനിപ്പോ കോടതിയിൽ കണ്ടത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്താ? അയാൾ ഐഡന്റിഫൈ ചെയ്യുന്ന വിഷ്വൽസ് ആണ്, അയാൾ ഐഡന്റിഫൈ ചെയ്യുന്ന സംഭവമല്ല അല്ലെ? അപ്പൊ അത് കണക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് ഇൻടാക്ട് ആയിട്ടാണ്, അതിൽ യാതൊരു മാനിപ്പുലേഷൻ ഇല്ലാതാണ്, പ്രോപ്പർ ആയിട്ടാണ് അവിടെ നിന്ന് എടുത്തത് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഹാവ് സം എഫക്ട്, സം ബൈൻഡിങ് ഓൺ ദ പ്രോസിക്യൂഷൻ. പക്ഷെ അതിനെതിരായിട്ടാണ് വിറ്റ്നസ് പറയുന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ചില സമയത്ത് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ഇത്തരം വിഷ്വൽസ് എവിഡൻസ് ആയിട്ട് വരുമ്പോൾ.
മെറ്റീരിയൽ ഒബ്ജക്റ്റ് എവിഡൻസ് ആയിട്ട് വരുമ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ ഒരു ഗൺ ഷോട്ട്, ആ തോക്ക് വെച്ചാല് ഈ ഇഞ്ചുറി എല്ലാം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാല് മെറ്റീരിയൽ ഒബ്ജക്റ്റിന്റെ റിലവൻസ് പോയി. ആ മെറ്റീരിയൽ ഒബ്ജക്ട് ഷുഡ് ടാലി വിത്ത് ദ അറ്റ്ലീസ്റ്റ് വിത്ത് ദ എക്സ്പെർട്ട് എവിഡൻസ്, എസ്പെഷ്യലി ഇൻ കേസസ് വെൻ ദ മെറ്റീരിയൽ ഒബ്ജക്ട് ഇസ് എ വെപ്പൺ. അപ്പോൾ ഈ മെറ്റീരിയൽ ഒബ്ജക്റ്റ് നമുക്ക് മറ്റുള്ള എവിഡൻസുമായിട്ട് കൊറാബറേറ്റ് ചെയ്താലാണ് ഒരു എവിഡൻസ് ആയിട്ട് പോകുള്ളൂ. കൊറാബറേറ്റ് ചെയ്താൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതെ, കൊറാബറേറ്റ് ചെയ്താൽ മാത്രമേ മെറ്റീരിയൽ ഒബ്ജക്റ്റിന്റെ റിലവൻസ്. മെറ്റീരിയൽ ഒബ്ജക്റ്റും എവിഡൻസും അങ്ങനെ കൊറാബറേറ്റ് ചെയ്ത എവിഡൻസ് എടുക്കാൻ പാടില്ല. അപ്പൊ അതുവരെ ഡിഫറൻസ് ഉണ്ടായിരുന്നു ഇല്ലേ മുന്നിൽ? അതെ, അതാണ് അതാണ് സെക്ഷൻ 60 പറയുന്ന ഇഫ് ആൻ ഓറൽ എവിഡൻസ് റെഫേഴ്സ് ടു എ മെറ്റീരിയൽ തിങ് കോർട്ട് മേ ആസ്ക് ദ പാർട്ടി ടു പ്രൊഡ്യൂസ് ഇറ്റ്. കോടതിക്ക് അത് കൺവിൻസ് ആകാനായിട്ട് കോടതിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറയാം. അപ്പൊ ദാറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ, ഫാക്ട്സ് ഓഫ് ദ കേസ്. പിന്നെ അത് എവിഡൻസ് പ്രതിക്ക് അതിന്റെ കോപ്പി കൈമാറേണ്ടുള്ളൂ അല്ലേ? എവിഡൻസ് അഡ്മിറ്റ് ചെയ്ത ശേഷം പ്രതിക്ക് അപ്പൊ തന്നെ ക്രോസ് എല്ലാ എവിഡൻസിന്റെ കോപ്പികള് കൊടുക്കാൻ പറ്റും. ഇടയ്ക്ക് വോയിസ് ബ്രേക്ക് ചെയ്ത് പോയി. പ്രതിക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പ്രതിക്ക് ക്രോസ് എക്സാമിനേഷനിൽ കൂടി അത് ബ്രേക്ക് ചെയ്യാം. ഇപ്പൊ കത്തിയുടെ നീളം വീതിയൊക്കെ വേണമെങ്കിൽ അതൊക്കെ വെച്ച് ചോദിക്കാം. അല്ലെങ്കിൽ എക്സ്പെർട്ട് വരുമ്പോൾ ഈ കത്തിയുടെ വീതി എത്രയാണ്, ഈ കത്തിയുടെ നീളം എത്രയാണ്, വൂണ്ടിന്റെ വീതി എത്രയാണ്, വൂണ്ടിന്റെ നീളം എത്രയാണ്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റും ഈ വെപ്പൺ എല്ലാം ഉപയോഗിച്ചത്. അതെപ്പോഴും ഡിപെൻഡ്സ് അപ്പോൺ ദ ഫാക്ട്സ് ഓഫ് ദ കേസ്. ഹലോ സാറേ. സാർ കഴിഞ്ഞ മീറ്റിംഗ് കഴിഞ്ഞാൽ സാർ പ്രമോദാണ്. നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ സാർ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാം സാറേ. അല്ല, ആർക്കെങ്കിലും എന്തെങ്കിലും എന്തേലും? അതെ അതെ, ആർക്കെങ്കിലും സാറിനോട് പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഹലോ സർ. ചോദിക്കൂ. സർ, ഈ അഡ്മിഷൻസിൽ പറഞ്ഞ സമയത്ത് ഡിസ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അക്യൂസ്ഡ് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഡിസ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അഡ്മിഷനിലേക്ക് പോവുക, അല്ലെങ്കിൽ അയാൾ പറഞ്ഞ ഏതെങ്കിലും പാർട്ട് അഡ്മിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അഡ്മിഷൻ എടുക്കാൻ പറ്റുക? നേരത്തെ പറഞ്ഞ സിറ്റുവേഷനിൽ ഇയാൾ പറയാണ് ഇത് ബ്ലഡ് ആണ്, പക്ഷെ അത് കുതിരയുടെ ബ്ലഡ് ആണെന്ന് പറയുന്നത്. അപ്പൊ അതിൽ ബ്ലഡ് ആണെന്നുള്ള ടു ദാറ്റ് എക്സ്റ്റെന്റ് ദാറ്റ് ഈസ് ആൻ അഡ്മിഷൻ. അയാൾ പെയിന്റ് ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ എലമെന്റ് ഓഫ് അഡ്മിഷൻ. ബ്ലഡ് ആണെന്ന് ഇയാൾ പറഞ്ഞു. അപ്പൊ ടു ദാറ്റ് എക്സ്റ്റെന്റ് പ്രോസിക്യൂഷൻ നീഡ് നോട്ട് പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് ബ്ലഡ്. പിന്നെ അയാൾ പറഞ്ഞത് തെറ്റാണ് എന്ന് കാണിക്കുമ്പോൾ അത് അയാളുടെ കോണ്ടാക്ട് ആയിട്ട് കാണും. സെക്ഷൻ 8E ഇല്ലസ്ട്രേഷൻ ഇയിൽ പറയുന്നുണ്ട് ഹി ഈസ് ട്രൈങ് ടു മേക്ക് ആൻ അപ്പിയറൻസ് ഇൻ ഹിസ് ഫേവർ. ദാറ്റ് ഈസ് എ കോണ്ടാക്ട് ഇൻഫ്ലുവൻസ് ബൈ ദ ഫാക്ട് ഇഷ്യൂ. ഇയാൾക്ക് കൊലപാതകത്തിൽ പങ്കുണ്ട്, അതുകൊണ്ടാണ് ഇയാൾ നുണ പറയുന്നത്. ആ തരത്തിൽ സബ്സിക്വന്റ് കോണ്ടാക്ട് ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ ആ കേസിൽ നമുക്ക് അത് അഡ്മിഷൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ബ്ലഡ് ആണെന്നുള്ള അഡ്മിഷൻ. പക്ഷെ ബ്ലഡ് ആണെന്നുള്ള അഡ്മിഷൻ മാത്രമല്ലേ ഉള്ളൂ, അത് വിക്ടിമിന്റെ ബ്ലഡ് ആണെന്നുള്ളതിലേക്ക് ആണെന്നുള്ളവർക്കില്ല. ബ്ലഡ് ആണെന്നുള്ളതും ഇയാളുടെ സ്റ്റോക്കിങ്സ് ആണെന്നുള്ളതും ടു ദാറ്റ് എക്സ്റ്റെന്റ് ഹി ഹാസ് അഡ്മിറ്റഡ്. ഇയാളുടെ സോഴ്സ് ആണെന്നുള്ള അഡ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇയാൾ പറയുന്നത് ഞാൻ കുതിര എടുത്ത് പോയപ്പോൾ കുതിരയുടെ ബ്ലഡ് ചെയ്യാൻ പോയപ്പോൾ വന്ന ബ്ലഡ് ആണ്. അപ്പൊ ഇയാളുടെ സ്റ്റോക്കിങ്സ് ആണെന്നുള്ള ഇയാൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, ബ്ലഡ് ആണെന്നുള്ള അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടു ദാറ്റ് എക്സ്റ്റെന്റ് ദർ ഇസ് ആൻ അഡ്മിഷൻ, ബട്ട് ദാറ്റ് ഈസ് നോട്ട് എ കൺഫ്യൂഷൻ. അപ്പൊ ഇയാളുടെ സ്റ്റോക്കിങ്സ് ആണെന്നുള്ളതിന് വേറെ എവിഡൻസ് പ്രോസിക്യൂഷൻ വേണ്ട. ടു ദാറ്റ് എക്സ്റ്റെന്റ് ഹി ഹാസ് അഡ്മിറ്റഡ് ഇറ്റ്. അല്ലെങ്കിൽ അയാൾ പറഞ്ഞത് എന്റെ അല്ല, എന്റെ സ്റ്റോക്കിങ്സ് അല്ല, എനിക്ക് അറിയാൻ പാടില്ല എന്ന് പറയണം. ഇയാൾ എന്താ പറഞ്ഞത്? ഞാൻ കുതിര എടുത്ത് ബ്ലീഡ് ചെയ്യാൻ പോയപ്പോൾ കിട്ടിയതാണ്. അതിന്റെ അർത്ഥം എന്താ? ഇതെന്റെ സോക്സ് ആണ്. അപ്പൊ ചില അഡ്മിഷൻസിൽ ചില ഇൻഹറന്റ് അഡ്മിഷൻസ് ഉണ്ടാവും, സ്പെസിഫിക്കലി അഡ്മിറ്റ് ചെയ്യാത്ത ഇൻഹറന്റ് അഡ്മിഷൻസ് ഉണ്ടാവും. ഇത് കുതിരെടുത്ത് പോയപ്പോ എന്റെ ഷർട്ടിൽ ബ്ലഡ് പറ്റിയാന്ന് എന്റെ അർത്ഥം എന്താ? ഈ ഷർട്ട് എന്റെ ആണെന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്യാണ് എന്നേവേ. അല്ല ഞാൻ പറയണ്ടേ ഇതെന്റെ ഷർട്ടല്ല, എനിക്ക് അറിയില്ല എന്നല്ലേ പറയണ്ടേ? അത് അഡ്മിഷൻസ് കൺഫ്യൂഷൻ വളരെ, അതിന്റെ ഡിസ്റ്റിങ്ഷൻ വളരെ നാരോ ആണ് പലപ്പോഴും. അല്ല, ഞാൻ അത് ഒരു ചെറിയൊരു ക്ലാരിറ്റി കുറവ് വന്ന പോലെ അത് ഡിപെൻഡ്സ് അപ്പോൺ ദ ഫാക്ച്വൽ സിറ്റുവേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ അഡ്മിഷൻ ആയിരുന്നോ കൺഫ്യൂഷൻ ആയിരുന്നോ. 52 സുപ്രീം കോർട്ട് ഉണ്ട്. 52 സുപ്രീം കോർട്ടില് ഒരു കൗർ, എന്താ കൗർ, അതില് സംഭവിച്ചെങ്ങനെയാണ്, അവരുടെ ഹസ്ബൻഡ് ഒരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോ അയാൾ പോയ്സൺ ഡെത്തിൽ അയാൾ മരിച്ചു. ഇവര് ബോഡി കൊണ്ട് ഡിസ്പോസ് ചെയ്തു. ഇവരുടെ കാമുകനും കൂടി ബോഡി ഡിസ്പോസ് ചെയ്തു. അവസാനം ഇവര് പിടിച്ചപ്പോ ഇവര് പറഞ്ഞു
അയാള് ആ മരുന്ന് കഴിച്ച് മരിച്ചതാണ്. അത് മരുന്നാണെന്ന് വിചാരിച്ചിട്ട് ഈ ഫോട്ടോന്റെ അത് ഉപയോഗിക്കുന്ന ആ സാധനം കഴിച്ചിട്ടാണ് ഇയാൾ മരിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവർക്ക് ഇയാളെ മരിച്ചു എന്നുള്ളത് അറിയാം, ഇവർ ഇയാളുടെ ബോഡി ഡിസ്പോസ് ചെയ്തു അല്ലെ. അപ്പൊ ബോഡി ഡിസ്പോസ് ചെയ്ത് അപ്പൊ ഇത് കൊലപാതകമാകാം, അല്ലെങ്കിൽ ആക്സിഡന്റൽ ഡെത്ത് ആകാം, അല്ല അയാൾ ആക്സിഡന്റലായിട്ട് അത് മാറി കഴിച്ചതാകാം, അല്ലെങ്കിൽ നെഗ്ലിജൻസ് ആകാം. ഇവര് ഈ സ്ത്രീ അവിടെ മരുന്ന് വെക്കുന്ന സ്ഥലത്ത് ഈ പോയിസൺ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ നെഗ്ലിജൻസ് ആകാം, അല്ലെങ്കിൽ അതിന് മനഃപൂർവ്വം കൊടുത്തതാകാം. അപ്പൊ അതിനെ സംബന്ധിച്ചൊന്നും ഇവരുടെ അഡ്മിഷൻ ഇല്ല. ഇവരുടെ അഡ്മിഷൻ എന്താ? ഇയാൾ മരിച്ചു കിടക്കുന്നതായിട്ട് ഇയാളുടെ ബോഡി, ഇവര് ബോഡി തന്നെ ആരോടും പറയാതെ ബോഡി മറവുകയാണ്. എന്തിനാ? അത് അവരുടെ എന്തെങ്കിലും ഒരു ഗിൽറ്റ് ഉണ്ടാകുന്ന മാത്രമേ ഉള്ളൂ. ഇറ്റ് കുഡ് ബി എ കേസ് ഓഫ് ആക്സിഡന്റ്. അപ്പൊ ഇവരുടെ പ്ലീ എന്താ? ആക്സിഡന്റലായിട്ടാണ് ഇവർ മരിച്ചത് എന്നുള്ളതാണ് ഇവരുടെ പ്ലീ. മരുന്ന് മാറി കഴിച്ചിട്ടാണ് മരിച്ചത്, പക്ഷെ ബോഡി ഡിസ്പോസ് ചെയ്തു എന്നുള്ളത് ഇവർ സമ്മതിക്കുന്നില്ല. ഞാൻ ബോഡി കുഴിച്ചിട്ടു. അപ്പൊ ഇയാളുടെ ഇത് സൂയിസൈഡൽ ഡെത്ത് ആണ് എന്നൊരു അവർക്കൊരു കേസില്ല. ഇത് നെഗ്ലിജന്റ് ഡെത്ത് ആണെന്നൊരു കേസില്ല. അഡ്മിറ്റഡ്ലി ദാറ്റ് ഇസ് എ കേസ് ഓഫ് ആക്സിഡന്റ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് അത് അവസാനം സുപ്രീം കോടതി അവർ അക്യൂട്ട് ചെയ്തു. അത് അവരുടെ ഒരു അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ബിക്കോസ് ഷീ ഈസ് നോട്ട് അഡ്മിറ്റിംഗ് എനി ഗിൽറ്റ്. പ്ലീസ് ദാറ്റ് ബോഡി മറവ് എന്നുള്ള സംഭവിക്കുന്നുണ്ട്. ബോഡി മറവ് തന്നെ 201 കൺവിക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ ഹാസ് ടു പ്രൂവ് ദാറ്റ് ദെയർ വാസ് എ മർഡർ. മർഡർ പ്രൂവ് ചെയ്യാൻ പറ്റാത്തടത്തോളം കാലം 201 ശിക്ഷിക്കാൻ പറ്റില്ല എന്നാണ്. കൺസീൽമെന്റ് ഓഫ് എവിഡൻസിന് പറ്റില്ല എന്നാണ്. ബോഡി കൺസീൽ ചെയ്തതിന് അവർക്കെതിരെ ചാർജ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ, അഡ്മിഷൻ ആയിരുന്നോ കൺഫ്യൂഷൻ ആയിരുന്നോ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു റേപ്പ് ബേക്കേഴ്സിന് ഒരു പോലീസ് പിടിച്ചു, ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി, ഇയാൾക്ക് ബൈറ്റ് മാർക്ക് കിട്ടിയിരുന്നതായിരിക്കാം, റേപ്പിനിടയ്ക്ക് ഇയാൾക്ക് കടി കിട്ടിയിരുന്നതായിരിക്കാം. അപ്പൊ ഇയാൾ പറഞ്ഞു എനിക്ക് കടി കൊണ്ടതാണെന്ന് പറയാം. അത് അഡ്മിഷൻ ആണോ കൺഫ്യൂഷൻ ആണോ? എനിക്ക് കടി കിട്ടിയതാണ്. രണ്ടിലേക്കും പോകാൻ പറ്റില്ലല്ലോ. രണ്ടിലേക്കും പോകാൻ പറ്റില്ല. അടുത്ത സെന്റൻസ് നോക്കാം. ആരാണ് കടിച്ചത്? ഇയാൾ പറയാണ് ഒരു പട്ടി കടിച്ചതാണ്. അത് അഡ്മിഷൻ ആണോ കൺഫ്യൂഷൻ ആണോ? അത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. സബ്സിക്വന്റ് ആയിട്ട് പട്ടി കടിച്ചതല്ലാന്ന് പ്രൂവ് ചെയ്താല കോണ്ടാക്ട് ആയിട്ട് ഉപയോഗിക്കാം. പറഞ്ഞ കോണ്ടാക്ട് ആയിട്ട് ഉപയോഗിക്കാം. ഇയാൾ പറയാണ് അല്ലെങ്കിൽ അഡ്മിഷൻ അല്ല, അഡ്മിഷൻ അല്ല കൺഫ്യൂഷൻ അല്ല. ഇയാൾ പറയാണ് ഒരു പെൺകുട്ടി കടിച്ചാണെന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ അത് അഡ്മിഷൻ കൺഫ്യൂഷൻ? അഡ്മിഷനിലേക്ക് പോവാം. അഡ്മിഷനിലേക്ക് പോവാം അല്ലെ, കൺഫ്യൂഷനിലേക്ക് അപ്പോഴും പോകുന്നില്ല. എന്താണ് കടിക്കാൻ കാരണം എന്ന് ചോദിക്കാം. അപ്പൊ ഇയാൾ പറയാണ് അവര് ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോ കടിച്ചാണെന്ന് പറയാണ്. അപ്പൊ എന്താ? അപ്പോഴും അഡ്മിഷൻ തന്നെ അല്ലേ? കൺഫ്യൂഷനിലേക്ക് വരണമെങ്കിൽ അക്യൂസ്ഡ് അല്ല വിക്ടിം തന്നെ കടിച്ചു എന്ന് പറയുമ്പോ അല്ലേ കൺഫ്യൂഷൻ വരുള്ളൂ. അതെ, അവര് ഞാൻ ഉപദ്രവിക്കാൻ ആ സമയത്ത് കൺഫ്യൂഷൻ ആയിട്ട് മാറി അല്ലെ. ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു, ആ സമയത്ത് കടിച്ചു അല്ല. അപ്പൊ ഒരു എക്സ്ചേഞ്ച് കൊണ്ടാണ് എന്നൊരു സമ്മതിക്കണം. ആ സമയത്ത് ദാറ്റ് മോട്ട് കൺഫ്യൂഷൻ. അതിനു മുമ്പ് ഒരു കൺഫ്യൂഷൻ അല്ല. അതിനു മുമ്പ് ദർ ആർ സ്ട്രോങ് ഇൻഡിക്കേഷൻസ് ഓഫ് ആൻ ഒഫൻസ് അല്ല. ഇൻഡിക്കേഷൻസ് ആണ്. കടി കൊണ്ടതാണെന്ന് പറയുന്നുണ്ട്, പെൺകുട്ടി കടിച്ചാണെന്ന് പറയുന്നത്. ഇത് രണ്ട് ഇൻഡിക്കേഷൻസ് ആണ്. പക്ഷെ അയാൾ അടുത്ത സ്റ്റേറ്റ്മെന്റ് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ കടിച്ചാണെന്നാണെങ്കിൽ അപ്പൊ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ് റിലവൻസ് അങ്ങ് പോയി. പക്ഷെ ഇയാള് പറയാണ് ഞാൻ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കടിച്ചാണെന്ന് പറഞ്ഞാൽ ആ രണ്ട് അഡ്മിഷൻസിന്റെ ആ രണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ റിലവൻസ് തിരിച്ചു വരും. അപ്പൊ അതുകൊണ്ടാണ് ഇൻ ടോട്ടോ നോക്കണമെന്നുണ്ട്, സ്റ്റേറ്റ്മെന്റ് മുഴുവൻ നോക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് 68 സുപ്രീം കോർട്ട് 422 സോറി 69 സുപ്രീം കോർട്ട് 69 സുപ്രീം കോർട്ട് 422 നിഷികാന്ത് വേഴ്സസ് പഞ്ചാബ് ആയിരിക്കും. 69 സുപ്രീം കോർട്ട് 422. അതിലാണ് അതിന്റെ പ്രമോദ് സാർ 5 മിനിറ്റ് ചില അതിലെ സംഭവം വെച്ച് കഴിഞ്ഞാല് ഒരു ട്രെയിനിൽ വെച്ചൊരു കൊലപാതകം നടന്നു. അതിനുശേഷം ഈ പ്രതി ഒരു പുഴയില് അയാളുടെ ഡ്രസ്സ് കഴുകുന്ന കണ്ടു. അപ്പൊ അടുത്ത ആൾക്കാർ വെച്ച് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു ട്രെയിനിൽ വെച്ച് ഒരു അടിപിടി അല്ല, എന്നെ ഒരാള് റോബ് ചെയ്യാൻ ശ്രമിച്ചു, എന്റെ കയ്യിലെ പൈസ തട്ടിപ്പറിച്ചിട്ട് പോയി, അയാളുമായിട്ടുള്ള പരിക്കൽ പറ്റിയതാണെന്ന് പറഞ്ഞു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇയാള് അവിടെ കൊലപാതകം നടന്നത് മനസ്സിലായി. അങ്ങനെ ഇയാളെ പിടിച്ചിട്ട് വില്ലേജ് പ്രമുഖന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒരു കൺഫ്യൂഷൻ റെക്കോർഡ് ചെയ്തു. ആ കൺഫ്യൂഷനിൽ ഇയാൾ പറഞ്ഞു ഞാൻ ആ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു. ആ കമ്പാർട്ട്മെന്റില് ഒരു പയ്യനുണ്ടായിരുന്നു, മരിച്ച ആളുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് വേറെ ആളെ കമ്പാർട്ട്മെന്റിൽ കയറി. ആ കയറിയ സമയത്ത് ഇയാളെ കൊല്ലാൻ ശ്രമിച്ചു.
ഈ പയ്യനെ കൊല്ലാൻ ശ്രമിച്ചു. ഞാൻ ഇടപെട്ടപ്പോൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് എന്റെ കയ്യില് മുറിവുണ്ടായി. അതിനുശേഷം അയാൾ ആ പയ്യനെ കൊന്നു ടോയ്ലറ്റിലിട്ടു. അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു ട്രെയിനിൽ നിന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞു. അടുത്ത സെക്ഷൻ എത്തുന്നതിന് മുമ്പ് അയാൾ ചാടി ഓടി. ആ സമയത്ത് ഞാനും ചാടി ഓടി. ഞാൻ പുഴയിൽ വന്ന്, എൻ്റെ അടുത്ത് ബ്ലഡ് ഉണ്ടായിരുന്നു, ഞാൻ പുഴയിൽ വന്ന് കൈയും കാലം കഴുകി ഞാൻ പോയി. അപ്പൊ അതില് അത് ആ സ്റ്റേറ്റ്മെന്റിൽ അത് അഡ്മിഷനാണോ കൺഫെഷനാണോ അതായിരുന്നു ഒരു പ്രധാന തർക്കം. സബ്സിക്വന്റ് ആയിട്ട് അയാൾ വേറെ എൻ്റെ ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അതുകൊണ്ടാണ് അയാൾ കൺവിക്ട് ചെയ്തത് അവസാനം. അപ്പൊ അതില് സെർട്ടൻ പാർട്സ് ഈസ് അഡ്മിറ്റിംഗ്. എന്തൊക്കെയാണ് അഡ്മിറ്റ് ചെയ്തത്? വൂണ്ട് മറ്റേ ആ സ്റ്റാബിങ്ങിൽ അല്ല കത്തി കൊണ്ടാണെന്നുള്ളത്. അതായത് ഹി വാസ് ഓൾസോ ഇൻവോൾവ് എന്നുള്ളത് അഡ്മിറ്റ് ചെയ്തു ഇൻ ദ ഇൻസിഡന്റ്. അപ്പൊ ഹിസ് പ്രസൻസ് ഈസ് അഡ്മിറ്റഡ് അല്ലെ? കൊലപാതകം നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെന്താ? ഇറ്റ് വാസ് എ ഹോമിസൈഡ് അല്ല, ആക്സിഡന്റൽ ഡെത്ത് അല്ല, അത് സൂയിസൈഡ് ഡെത്ത് അല്ല, നെഗ്ലിജൻസ് ഡെത്ത് അല്ല, ഇറ്റ് വാസ് എ ഹോമിസൈഡ് എന്നുള്ള ഇയാൾ അഡ്മിറ്റ് ചെയ്തു. ആ സംഭവ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നുള്ള അഡ്മിറ്റ് ചെയ്തു. ആ സംഭവത്തിൽ എനിക്ക് പരിക്ക് പറ്റി എന്നുള്ളത് അഡ്മിറ്റ് ചെയ്തു അല്ല. അപ്പൊ അത്രയും ഭാഗങ്ങളിൽ ദർ ഇസ് ആൻ അഡ്മിഷൻ. ബാക്കി ഭാഗങ്ങൾ ഇയാള് പറഞ്ഞത് നുണയാണെന്ന് മനസ്സിലായി. അപ്പൊ അത് സെക്ഷൻ 8 വരുന്ന കോണ്ടാക്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ബാക്കി ഇയാൾ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് നോക്കുന്നത്. അപ്പൊ each and every circumstance you have to analyze on the facts. മറ്റു ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാന്ന് പ്രതീക്ഷിക്കാം അല്ലേ സാർ? അതെ. എനിവേ സാറിന്റെ ക്ലാസ്സിൽ എനിക്ക് ഇന്നിപ്പോ പൂർണ്ണമായും കയറാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ പറഞ്ഞ കൗൺസിൽ മീറ്റിംഗ് ഇതേ സമയത്ത് അപ്പുറത്ത് പ്രോഗ്രസിലാണ്. അപ്പോ എന്തായാലും സാറ് നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡന്റ് പാർട്ടിസിപ്പൻസിന് വേണ്ടി മാത്രമായി സാറ് പ്രത്യേകം സമയം കണ്ടെത്തിയതിൽ ഉള്ള നന്ദി അറിയിക്കുകയാണ്. അത് വേണ്ട വിധം സ്റ്റുഡൻസ് വിനിയോഗിക്കാൻ ഇനിയും മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വൈകുന്നേരം നമ്മൾ ഫോറൻസിക് മെഡിസിനെ സംബന്ധിക്കുന്ന ഇൻട്രൊഡക്ഷൻ നമ്മുടെ സീനിയർ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ശ്രീ ഗ്രേഷ്യസ് കുര്യാക്കോസ് സാറാണ് വൈകുന്നേരം ക്ലാസ് എടുക്കുന്നത് 7 മണിക്ക്. അപ്പോൾ അതിനും എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റേ സാറിനുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു. നന്നായില്ലേ സാർ? എങ്ങനെ സാർ ഉദ്ദേശിച്ച ഒരു ഇന്ററാക്ഷൻ വന്നോ സാറേ? സാർ